ഇവിടെ ഇങ്ങനെ അടി നടക്കുക ഈ ആൾക്കാർ തമ്മിൽ വെറുതെ മാനസികമായ പ്രശ്നങ്ങൾ കാരണം ക്രൈംസ്, തല്ലിക്കൊല്ലുന്നു, അമ്മയെ തല്ലിക്കൊന്ന മകൻ. അതൊക്കെ നോക്കുമ്പോൾ ഈ ഫാനാറ്റിക് ആയിട്ടുള്ള ആൾക്കാർ കുറച്ചുകൂടി ഓക്കെയാണ്. പാലഭിഷേകമൊക്കെ നടത്തിയാണെന്നുള്ളൂ. പക്ഷെ അങ്ങനെയുള്ളവരിൽ ഒരാളായിരിക്കും ഇയാളെന്നേ തോന്നുന്നു. അങ്ങനെ വിടുന്ന ഒരാളായിരിക്കുമോ ഈ പറഞ്ഞ പോലെ അമ്മയെ അപ്പനെ തല്ലിക്കൊല്ലുന്നു, ഇപ്പൊ കാമുകിയും കാമുനോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കുത്തിക്കൊല്ലുന്നു, വാർത്തകളായി. കഴിഞ്ഞ ഇടയ്ക്ക് ഇത് കൂടിയേക്കുക. ഇത് സീസൺ ആണോ? കഴിഞ്ഞ ഇടയ്ക്കൊന്നും ഇല്ലാന്നല്ല, ഇത് വാർത്ത വരുന്നത് ഹൈലൈറ്റ് ചെയ്യുന്നതുകൊണ്ടാണോ ഈ പ്രശ്നം? എപ്പോഴും ഉണ്ടാകത്തില്ല ഇതിവിടെ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന്റെ ഇടയിൽ കുത്തിക്കൊല്ലുക എന്ന് പറയുന്നത് എന്തുതരം മാനസിക അതിനകത്തൊരു പ്ലഷർ ഉണ്ടാവുമായിരിക്കും. അയാൾ എന്താ നിന്ന് കണ്ടെത്തിയത് ആർക്കറിയാം. അതല്ല, വ്യക്തികളിലേക്ക് ചുരുങ്ങി പോകുന്നുണ്ട് നമ്മളെപ്പോഴും. ഇപ്പം കുറേ കൂടുതലാണ് ഞാൻ 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 എനിക്ക് 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 എന്നുള്ള ചിന്ത. എനിക്ക് വേണ്ടിയിട്ട്, നിനക്ക് വേണ്ടിയിട്ട് എന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ള ആ വ്യക്തികളുടെ വ്യക്തിത്വങ്ങളിലേക്ക് ചുരുങ്ങുകയാണ്. ഞാൻ എന്നിലേക്ക് ചുരുങ്ങുന്നു, നിങ്ങൾ നിങ്ങളിലേക്ക് ചുരുങ്ങുന്നു. ആർക്കും ആരോടും പരസ്പരമായിട്ടുള്ള യാതൊരു തരത്തിലുള്ള ബന്ധങ്ങളും ഇപ്പം മാനസികപരമായിട്ടുള്ള അടുപ്പങ്ങളും ഒന്നുമില്ല. പണ്ട് നമ്മൾ ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു, ഇൻ്റർലിങ്ക്ഡ് ആയിരുന്നു. പലരും ഫാമിലി ന്യൂക്ലിയർ അല്ലായിരുന്നു, ഫാമിലി പരമായിട്ട്. അപ്പം പറയാനും സംസാരിക്കാനും ഒക്കെ കാര്യങ്ങളുണ്ട്. ഇപ്പം നിങ്ങളും ഞാനും തമ്മിൽ കണ്ടിട്ട് നമ്മൾ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് പോലും നമുക്ക് വളരെ കുറച്ച് സംസാരമേ നടക്കുന്നുള്ളൂ. അത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും. പക്ഷെ അന്നൊന്നും അങ്ങനെയില്ല. അന്ന് നമ്മൾ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കില്ലേ. എന്തൊക്കെ ടോപ്പിക്സ് വരുന്നുണ്ട്, എന്തൊക്കെ ഇത് വരുന്നുണ്ട്. അപ്പം നമ്മൾ അത്രയും സംസാരിക്കാറുണ്ടോ? അപ്പം നമുക്കുള്ള മാനസിക അവസ്ഥകൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോംസ് കുറഞ്ഞു, കാര്യങ്ങൾ കുറഞ്ഞു. അങ്ങനെയാണ് മാനസിക രോഗത്തിലേക്ക് പോകുന്നത്. സൈക്കോപാത്സാണ് ഫുള്ള്. അതെ അതെ, സൈക്കോപാത്സ് കാരണം ഈ പ്രശ്നം മൊത്തം. പക്ഷെ ഇത് എങ്ങനെ ശരിയാക്കാനാ? സൈക്കോപ്പതിനെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കുക, സൈക്കോപ്പതി എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കുക, DSM-4 കുറിച്ചിട്ട് അവയർനെസ് കൊടുക്കുക. ഞാൻ ഇപ്പം എന്താ പറയുക, എന്നും പറയാറ് ലീഗൽ അവയർനെസ് കൊടുക്കണമെന്ന്. ഞാൻ ഇപ്പം പലരോടും പറയാറ് സൈക്കോളജിയും കൂടി അവയർനെസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് മെൻ്റൽ ഹെൽത്തും മെൻ്റൽ ഇൽനെസ്സിനെയും കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത് ഞാൻ ഒരാളെ പരിചയപ്പെട്ടിട്ട് അയാളോട് ഞാൻ പറഞ്ഞു, യു ആർ മെൻ്റലി സിക്ക്, നിങ്ങൾ ഒരാളെ എത്രയും പെട്ടെന്ന് കാണിക്കണം, നിങ്ങൾ കൗൺസിലിങ്ങിന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടോന്നോ? ദേഷ്യപ്പെട്ടു. അതതിൻ്റെ അകത്ത് ഏറ്റവും രസമുള്ള സ്ഥലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ ആൾക്കാർക്ക് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെന്ന് പറയാൻ ഭയങ്കര നാണക്കേടുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് നമ്മൾ വരുന്നത്. മാനസികാരോഗ്യം പ്രശ്നമാണ്, മാനസികാരോഗ്യം എന്നൊക്കെയുള്ള അത്തരം പ്രയോഗം പോലും ഇപ്പോഴാണ് നമ്മളൊക്കെ പറയാൻ തുടങ്ങിയത്. മാനസികാരോഗ്യ കേന്ദ്രം, ഭ്രാന്തെന്നാണല്ലോ പറയുന്നത്. അപ്പം ഇങ്ങനെ ഭ്രാന്തുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോഴേക്കും ഒരു പെങ്കൊച്ചൊക്കെ ആണെങ്കിൽ അവളുടെ കല്യാണം നടക്കൂല. അതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. ഒളിച്ചു വെക്കും, പുറത്ത് പറയില്ല. വീട്ടിലാർക്കെങ്കിലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്താ പറയാ, നോർമലൈസ്ഡ് ആയില്ലേ മെന്റലി. ഞാന് അജു നിങ്ങള് ഓക്കെ ഇരിക്കുന്നു. നമ്മൾ ഈ 3 പേരിൽ ആർക്കാ മാനസിക ആരോഗ്യമുള്ളത്, ആർക്കാ ഇൽനെസ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടാണോ മുഖ്യ നോക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയിട്ടാ? മന്ത്രവാദമാണോ? ഇപ്പം മന്ത്രവാദത്തിലൊക്കെ കേട്ടോ ആൾക്കാർ കരുക്കളൊക്കെ നീക്കിയിട്ടാണ് ഇപ്പം മെന്റൽ ഇൽനെസ് ഒക്കെ കണ്ടുപിടിക്കുന്നത്. ഇതൊക്കെയാണോ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത്, അല്ലേ ചെയ്യേണ്ടത്? അതെ, ഇത് സ്കൂൾ ലെവൽ തൊട്ടേ പിള്ളേരെ തിരിച്ചറിയാൻ പറ്റും. ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അല്ലാതെ അക്രമവാസനയുള്ളവർ, അതൊക്കെ ആ ചെറുപ്പം തൊട്ടേ നല്ലപോലെ ട്രീറ്റ് ചെയ്യണം. പിന്നെ വീട്ടിലെ അവസ്ഥ പോയി ചെക്ക് ചെയ്യണം, അവരുടെ വീടുകളിൽ എങ്ങനെ, എന്നിട്ട് അതിനെ കറക്റ്റ് ചെയ്യണം. അങ്ങനെ കുറച്ച് പണികളേ ഉള്ളൂ. അതോടെ ഒരു 15 വർഷം ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ നാട് നന്നായി. ഇതിപ്പോ കോമൺ ആയി. ഞാൻ ചോദിക്കാം, നിസാറിന് എപ്പോഴായാലും ഈ ലൈഫിൽ ഡിപ്രഷൻ വന്നിട്ടില്ലേ? ഞാൻ ഡിപ്രസ്ഡ് ആയതായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല ആക്ച്വലി. ഹൈപ്പർ വന്നിട്ടില്ലേ? ഇല്ലേ? അതൊരു മെന്റൽ അബ്നോർമാലിറ്റിയിലേക്ക് പോകുന്നു. അപ്പൊ ഇറ്റ്സ് വെരി കോമൺ. അതിന് നമ്മൾ കൗൺസിലിങ്ങിന് പോവാൻ, ഇതുണ്ടാവുന്ന സമയത്ത് കൗൺസിലിങ്ങിന് പോവാനോ
ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ പറയുകയാണെങ്കിൽ അതിലേക്ക് പോകാനോ നമ്മൾ മടിക്കാൻ പാടില്ല. അതൊരു പനിയോ ജലദോഷമോ ഒക്കെ ഓരോരോ അവയവത്തിന് വരുന്ന പോലുള്ള ഒരു അവസ്ഥയായിട്ട് തന്നെ അല്ലേ. അതിന് ഷുഗറിന് ഗുളിക കുടിച്ചാൽ ആ ഷുഗറിന് നിങ്ങൾ മരണം വരെ ഗുളിക കുടിക്കുന്നില്ലേ? അപ്പോൾ പിന്നെ മെൻ്റൽ ഇൽനെസ്സിന് എന്തിനാണ് ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് നിങ്ങൾ? അല്ല, ഞാൻ കാണിച്ചിട്ട് ഇപ്പോൾ വേറെ ഏതൊരു അസുഖം വരുന്ന പോലെ അല്ല മെൻ്റൽ ഇൽനെസ്സും STD അതിന് സ്വല്പം വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ തനിക്കിപ്പോൾ മെൻ്റൽ ഇൽനെസ് വന്നു അല്ല ഇങ്ങനെ എന്തെങ്കിലും സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആ വിഷയം വരുന്നെങ്കിൽ മറ്റൊരു ഇൽനെസ് പോലെ അല്ല നമ്മുടെ സൊസൈറ്റി അതിനെ കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് വലിയ പ്രശ്നമുണ്ട്. HIV ഒക്കെ ഇപ്പോൾ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ പോലും അത് വന്നാൽ ക്യാൻസർ വന്നാൽ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് മരിച്ചു പോകും ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ. അല്ലെ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അറിഞ്ഞിട്ട് വേദന അനുഭവിച്ച് ഈ മനുഷ്യൻ ഒരു 2-3 വർഷം എടുത്ത് കിടന്ന് നരകിച്ച് മരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ഒരാൾ ഇങ്ങനത്തെ ഒരു അസുഖം വന്നെങ്കിൽ അയാളുള്ള ട്രീറ്റ്മെന്റ് അങ്ങ് മാറുക. അതെന്തോ കുറ്റം ചെയ്തിട്ട് വരുന്ന പോലെ. അതായത് ഈ ലൈംഗികത പാപമാണെന്നുള്ള ബോധത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ലൈംഗികമായിട്ടുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എല്ലാം സെക്ഷലി ആണ്, ലൈംഗിക ബന്ധത്തിനിടയിൽ നിന്ന് മാത്രമാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്. എന്നാൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും, ഞാൻ ചോദിക്കാം, ടോയ്ലറ്റിൽ നിങ്ങളൊക്കെ പോകുന്നുണ്ടല്ലോ, നിങ്ങളെ വീട്ടിലെ സ്ത്രീകളും പോകുന്നുണ്ട്. ഈ ടോയ്ലറ്റിൽ ടിഷ്യൂ വെക്കാം, ടോയ്ലറ്റ് ടിഷ്യൂസ് ഉണ്ട്. അതായത് ടോയ്ലറ്റിന്റെ ടോപ്സിൽ വെക്കാൻ അതിന്റെ ഷേപ്പിൽ ടിഷ്യൂ കിട്ടും. നിങ്ങളെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടോ? കോമൺ ആയിട്ട് നിങ്ങൾ, ഞാനടക്കമുള്ള പെണ്ണുങ്ങളുണ്ട്, നമ്മൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? സോ ട്രാൻസ്മിറ്റഡ് ഡിസീസസ് കക്കൂസ് നിന്ന് ഇരുന്നാൽ വരെ പകരും ഇല്ലേ? വരട്ട് ചൊറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പകരാം. അല്ല, ഇതിപ്പോ ഏത് സീരിയസ് ഇൽനെസ് തന്നെ എടുക്കാം. ഈ പറഞ്ഞ പോലെ മെന്റൽ ആണെങ്കിലും മെന്റലിന് പിന്നെയും പ്രശ്നമുണ്ട്. ഒരാളിപ്പോൾ ഒരു മെന്റൽ ചെറിയൊരു ഡിപ്രഷൻ ഉള്ള ആളെ, ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അത് അയാളെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. പക്ഷെ ഇതിനൊന്നുമുള്ള പ്രോപ്പർ കെയർ ചെയ്യാൻ ഇവിടെ ഇത് ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ആശുപത്രികൾ പോലും ഇല്ല. ഇത് ആശുപത്രി പോകുക എന്ന് പറഞ്ഞാൽ പോയിട്ട് തിരിച്ചു വന്ന് പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാതെയൊക്കെ നടന്നിട്ടാണ് ഇവര് വല്ലാണ്ടാവുന്നത്. പോട്ടെ, ഇവർക്ക് കെയർ കിട്ടത്തില്ല, ഇവരെ ഒഴിവാക്കാനേ നോക്കത്തുള്ളൂ. ആശുപത്രി ഇല്ല എന്ന് പറയുന്നതിൽ വലിയൊരു കാര്യമുണ്ട് കേട്ടോ. ഊളംപാറ, കുതിരവട്ടം, നമ്മൾക്ക് അറിയുന്ന പൂജപ്പുര, അങ്ങനെയുള്ള കുറച്ച് മെൻ്റൽ അസൈലംസേ നമുക്ക് അറിയുള്ളൂ. ആ അസൈലം പോയിട്ട് വിസിറ്റ് ചെയ്യുമ്പോൾ പത്തട്ടിക്കല്ലേ. അങ്ങനെയാണോ ഒരു രാജകൊട്ട പണ്ടുണ്ടായിരുന്ന ഏതോ ഒരു അപ്പൂപ്പൻ താമസിച്ച അല്ലെങ്കിൽ രാജാവ് താമസിച്ചിരുന്ന ഒരു കൊട്ടാരമൊക്കെ ആണ് എന്നും പറഞ്ഞിട്ട് പൊട്ടിപ്പൊളിഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യില്ലേ? മെൻ്റൽ ഇൽനെസ് എന്ന് പറയുന്ന ഏരിയ ഇത്ര ഒരു പ്രശ്നം പിടിച്ച സ്ഥലമായിട്ടും പുറത്ത് പറയാൻ പറ്റാത്ത കാര്യമായിട്ടും കാണുന്നത് അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് തോന്നുന്നത് ഈ സൊസൈറ്റിക്ക് പുറത്തോട്ടാവുമല്ലോ ഇവര്. സ്വാഭാവികമായിട്ടും ഇവർ ഈ സൊസൈറ്റിയെ കുറിച്ചൊന്നും ബോധറിയില്ല, ഇവർ ഇതിൽ നിന്ന് പുറത്ത് നിൽക്കുന്നവരാണെന്നുള്ള പോലത്തെ ഒരു സാധനം വരും. ഈ പണ്ടൊക്കെ കണ്ടിട്ടില്ല ആൾക്കാർ ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച്, ഇപ്പോഴും കാണാം റോട്ടിൽ കിടക്കുന്ന നടക്കുന്നുണ്ടല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളൊന്നും അവരെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ ബാധിക്കാത്തൊരു മനുഷ്യൻ ഇങ്ങനെ നടക്കുന്ന കാണുമ്പോഴേക്കും ഇതിനകത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവനെന്തോ പ്രശ്നമുള്ളവരാണ്. പിന്നെ അത് മാത്രമല്ല, ഈ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്ന സാധനം എന്താ പറയുന്നത്, മാനസികം എന്നാ പറയുന്നത്, മാനസികമായിട്ടുള്ള കാര്യമായിട്ടാണ് പറയുന്നത്. മാനസികം എന്ന് പറയുന്നത് ബ്രെയിനായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണ്. ഈ മനസ്സെന്നൊക്കെ പറയുന്ന പേര് അങ്ങനെയാണല്ലോ ഉണ്ടാകുന്നത്. അല്ലാതെ മനസ്സെന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ കൈപിടിച്ച് മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗന സഞ്ചാരം. പോട്ടെ സഞ്ചരിച്ച് പോട്ടവള്. അല്ല ഇത് അപ്പൊ ഈ സാധനം, ഈ മാനസികം എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രശ്നം കിടക്കുന്നതാണെന്ന് വെച്ചാല്, ഇത് ഈ എന്താ പറയാ, മനുഷ്യന് തലച്ചോറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇത് ഫിസിക്കൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലായ്മയുണ്ട്. അത് വർക്ക് ചെയ്യില്ല. അതിനകത്ത് ഈ മതവും നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ നമ്മളെ ഇങ്ങനെ ഒരു ഓർഡറിനകത്ത് ആക്കിയതുകൊണ്ട് ആ ഓർഡറിനകത്ത് ഈ മനസ്സെന്ന് പറയുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. അതെ, വിശ്വസിക്കുക എന്ന് പറയുന്ന കൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഡെന്നീസ് ചേട്ടൻ പറഞ്ഞത് അല്ലേ? വിശ്വസിക്കുക. കുറച്ച് മുന്നേ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നിങ്ങളോട് എന്നെ വിശ്വസിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണോ
ഒരിക്കലും ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങനെയുള്ള മനുഷ്യനെ വിശ്വസിക്കാതിരിക്കുക. വിശ്വസിക്കാന്ന് പറയുന്ന വാക്കിന് പ്രശ്നമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിശ്വസിക്കാന്ന് പറയുന്ന വാക്കിന് തന്നെ പ്രശ്നമുണ്ട്. നമുക്ക് ഉറപ്പുള്ള, നമുക്ക് ബോധ്യമുള്ള ഒരു കാര്യവും നമ്മൾ വിശ്വസിക്കുന്നു പറയാറില്ല. ഇല്ല, നിങ്ങളെ എക്സിസ്റ്റൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിശ്വസിക്കേണ്ട കാര്യമില്ല, അനുഭവിക്കാനുള്ള തനിക്ക് ഫീൽ ചെയ്യാലോ. അതെ, അപ്പൊ അത് മതം പറഞ്ഞു വെക്കുന്ന ഒരു സാധനവും കൂടി ഇതിന്റെ ഇടയിലുണ്ട്. അതേപോലെയാണ് മനസ്സും. എന്താ പറയാ, മനസ്സ് നന്നായാ മതി. അപ്പൊ ആ മനസ്സ് എന്തോ പ്യൂരിഫൈഡ് ആവേണ്ട എന്തോ ഒരു സാധനമാണ്. അതിനാണ് കുഴപ്പം വരുന്നതായിട്ട് ഈ പറയുന്നത്. മാനസിക വിഭ്രാന്തി എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇത് കോമണൈസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ മാറണം, അതിലേക്ക് പോളിസീസ് കൊണ്ടുവരണം. അപ്പം വളരെ അനാസ്ഥപരമായിട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് മെന്റൽ അസൈലംസ് ആയാലും ട്രീറ്റ്മെന്റ് എടുക്കുന്ന രീതികളായാലും. വളരെ ആധുനികമാവേണ്ട സ്ഥലത്ത് ഒട്ടും ആധുനികം അല്ലാണ്ട് ട്രഡീഷണൽ ആയിട്ട് MBBSകാരാണ് ജയിലിൽ മെൻ്റൽ ഇൽനെസ് മരുന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊരു പ്രൊജക്റ്റിൻ്റെ റിപ്പോർട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട്. ഞാൻ ഫോറൻസിക് സൈക്കോളജി പഠിച്ച ഒരു PhD ഹോൾഡർ ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ PhD-ന്റെ പ്രൊജക്റ്റ് ചെയ്തത് ഞാൻ പറഞ്ഞിട്ടുള്ള അസൈലംസിലാണ്. എനിക്ക് ജയിൽസിൽ പോയിട്ട് ഫോറൻസിക് സൈക്കോളജിയാണ് ഞാൻ പഠിച്ചത്. അതായത് ജയിലുകളിലുള്ള സൈക്കോപാത്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അപ്പം എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വെൽഫെയർ ഓഫീസേഴ്സും ഇത് കാണുന്നുണ്ട്. അപ്പം കേരളത്തിലാണ് ഞാൻ എൻ്റെ പഠനമൊക്കെ നടത്തിയത്. അതായത് ലാബുകൾ ഇതൊക്കെ നടത്തിയത് ഞാൻ കേരളത്തിലെ കുട്ടിയായതുകൊണ്ട് നമ്മളെ കേരളത്തിന് തന്നെ പേരാവട്ടെ എന്ന് വിചാരിച്ച് നമ്മളുടെ സബ്ജക്ട്സ് ഫുള്ള് കേരളത്തിൽ നിന്ന് എടുത്തവരായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന തീരെ അഡ്രസ്സ് ചെയ്യാതെ വിട്ടുകൊണ്ടിരിക്കുന്ന മാനസിക വൈകല്യങ്ങൾ കൂടി അവരെ നമ്മൾ ഇപ്പം ഞാൻ അടക്കമുള്ള അഡ്വക്കേറ്റ്സ് വന്നിട്ട് ജാമ്യം എടുക്കും. കാരണം ഇത് ജാമ്യം എടുക്കുക എന്നുള്ളത് നമുക്ക് റൈറ്റ്സ് ആണ്. റൈറ്റ് ടു ലൈഫിൻ്റെ കൂടെ തന്നെ റൈറ്റ് ടു തടഞ്ഞു വെക്കേണ്ടടുത്ത് നിന്ന് നമ്മളെ മോചിപ്പിക്കാനുള്ള റൈറ്റും നമ്മൾക്ക് റൈറ്റ് ടു ലൈഫും ഫ്രീഡവും ഒക്കെ തന്നെയാണല്ലോ നൽകുന്നത്. അപ്പം ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയിട്ട് പുറത്തോട്ട് കൊണ്ടുവന്ന് വീണ്ടും അവിടെ മെൻ്റൽ ഇൽനെസ് കാണിച്ച് ഇന്നും കേട്ടിട്ടുണ്ടായിരുന്നു ഒരാൾ പുറത്ത് വന്നതേ ഉള്ളൂ, അപ്പോഴത്തേനും അടുത്ത കൊലപാതകവും നടത്തി ജാമ്യം എടുത്തിട്ട് വന്നിട്ട്. അങ്ങനെയൊക്കെ വരുന്ന സമയത്താണ് നമ്മൾ ഈ മെൻ്റൽ ഇൽനെസ്സിനെ കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നത്. അത് മെൻ്റൽ ഇൽനെസ് ആയിട്ട് ബന്ധപ്പെട്ടാണോ എന്താണ് അതൊക്കെ തീരുമാനിച്ചു വന്ന പോലെയൊക്കെ എനിക്ക് തോന്നുന്നു. എന്തോ തീരുമാനം എടുത്ത് വന്നത് അവരങ്ങനെയാ. അങ്ങനെയല്ല, തീരുമാനം എന്ന് വെച്ചാൽ മന്ത്രവാദമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല ഈ കൊലപാതകം എന്തായിട്ട് ബന്ധപ്പെട്ടാണ്. മന്ത്രവാദത്തിന് അതെ, മന്ത്രവാദമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതിന് മാനസിക വൈകല്യം എന്നല്ലാതെ എന്ത് നരഹത്യ ട്രീറ്റ് ചെയ്യുന്ന പോലെ നരഹത്യ നടത്തിയിട്ട് മറ്റേ കേണൽ എന്താ പറയുക, അവരൊക്കെ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടല്ലേ, അവരൊക്കെ എന്താ പറയുക ട്രീറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ്. നമ്മളിനിയും ഫോറൻസിക്സ് ഒരു സിറ്റി, ഓപ്പൺ ജയിൽ സിസ്റ്റം എന്നൊക്കെ പറയുന്ന പോലെ ഫോറൻസിക് സിറ്റി ഉണ്ടാക്കേണ്ട ഒരു ടൈമിലേക്കാണ് കടന്നു പോകുന്നത്. ഒരു സിറ്റി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുക, അവിടെ ഇതേപോലത്തെ എന്തായാലും ലൈഫൊക്കെ കൊടുത്തിട്ട് ഇഷ്ടം പോലെ ആൾക്കാരെ ലൈഫ് കൊടുക്കുന്നുണ്ട്. കാരണം എല്ലാവരും ലൈഫ് എടുത്തും കൊണ്ടിരിക്കുക. അപ്പോൾ എന്തായാലും ആൾക്കാർ കൂടുതലായിരിക്കും ആ ഭാഗത്ത്. അങ്ങനെയാണ് ഒരു സിറ്റി മാളൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ അടിച്ചിട്ട് അവരവിടെ ജീവിച്ചോട്ടെ, ബാക്കിയുള്ളവരെ ഇവിടെ ജീവിക്കാൻ അനുവദിക്കട്ടെ. അല്ലാതെ ഈ കുടിപ്പാക്കിയും കൊണ്ടിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഇതാക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ഓപ്പൺ ജയിൽ സിസ്റ്റം എന്തായാലും വന്നു, അവിടെ നല്ലതാണ്. ഇപ്പം തന്നെ ഒരു കുട്ടീനെ 14 വർഷം കഴിഞ്ഞിട്ട് അവർ നല്ല നടപ്പിന് അവർക്ക് പാരിതോഷികം എന്നുള്ള പോലെ തന്നെ അവർ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. സോ ഓപ്പൺ ജയിൽ സിസ്റ്റം ഒക്കെ ഉദ്ദേശിക്കുന്ന അങ്ങനെയൊക്കെ തന്നെ നല്ല നടപ്പ്, എന്താ പറയുക, നല്ലതായിട്ട് ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയാ. ആ കേസ് ഉണ്ടല്ലോ, നല്ലതായിട്ട് മനസ്സിലായി. ഈ കേസ് കാർണോർ കേസല്ലോ താൻ ഉദ്ദേശിച്ചത്. ഈ കാർണോർ കേസ് ഇവിടെ ഭയങ്കര ചർച്ചയായതിന്റെ കാരണം കാർണോറെ കൊന്നത് ഒരു സ്ത്രീ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ആ ന്യൂസ് വീണ്ടും പുറത്തു വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ടാണ്. അതൊരു സ്ത്രീ അല്ലെങ്കിൽ ഇതുപോലെ നല്ല നടപ്പ് കഴിഞ്ഞിട്ട് ഒരുപാട് പേര് പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. സ്ത്രീ എന്ന് പറയുന്നത് ചർച്ചയായിട്ട് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, 10-15 കൊല്ലമായിട്ടുണ്ടോ. ഈ 10-15 കൊല്ലം മുൻപ് സ്ത്രീകൾ തന്നെ സ്ത്രീകളെ അടിച്ചമർത്തിയിട്ടുണ്ട്. ഓക്കെ, അല്ല ഇപ്പോഴും മോശമല്ല, 15 കൊല്ലം മുന്നുള്ള അവസ്ഥ ഇപ്പൊ ഇല്ല. ബെറ്ററാണ്. നമ്മൾ ഈ കാലഘട്ടം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നോർമലൈസ്ഡ് ആവും.
വിഷയത്തിൽ നിന്നും ഒരുപാട് എപ്പോഴും ഇങ്ങനെ വഴുത്തി മാറുകയാണ്. വഴുത്തി വഴി മാറുകയാണല്ലേ. ഏതായിരുന്നു വിഷയം? അതായത് മാനസികമായ രോഗത്തിന് അതന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കണേ. നമ്മളിവിടെ സിറ്റി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക മാനസികാരോഗ്യത്തിന് വേണ്ടിട്ട്. പടം ഫോറൻസിക് സിറ്റി. ഇത് ഭയങ്കര പരിപാടി. ഇവ മരിച്ചതുണ്ടല്ലോ ഈ തീപ്പെട്ടിക്കോല് വരച്ചിട്ട് അങ്ങനെയൊക്കെ. പെൻസിൽ വെച്ചിട്ടാ എന്തോ പ്രശ്നമുണ്ട്. എന്നിട്ട് ഇത് എന്തൊക്കെയാണ് ചായ തേയിലവെള്ളം കലക്കി ഈ ബ്രൗൺ കളറ്, പിന്നെ സ്ട്രോബെറി എടുത്തിട്ട് കുറെ ജ്യൂസ് ഒക്കെ പോലെ അമർത്തിയിട്ട് തന്റെ ചുണ്ടൊക്കെ ഉണ്ട് ആ കളറിങ്, ഇങ്ങനെ കുറെ സാധനം കളയും ചെയ്യുന്നു. കൊള്ളാം. അപ്പൊ നിങ്ങൾ പറഞ്ഞു തന്ന കാര്യം അല്ല, മറ്റേ ഈ കാരണവർ വധക്കേസിൽ ആ പെണ്ണ് ആ സ്ത്രീനെ പുറത്തു വിടുകയാണല്ലോ. അവർക്ക് 14 വർഷം കണ്ടായി. അപ്പൊ അവര് നല്ല നടപ്പ്. അപ്പൊ ഈ ഗ്രീഷ്മയുടെ കേസിൽ നമ്മൾ കേട്ടിട്ടുണ്ട് എന്തെന്ന് പറഞ്ഞാലേ ലൈഫ് ലോങ് ആണ്. അതെ, നല്ല നടപ്പായിക്കോട്ടെ, അവര് നല്ല ശീലങ്ങൾ പഠിച്ചു, അവരൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയില്ല. അതായത് ഒരവസരം ഉണ്ടായപ്പോൾ അവർ കൊന്നുപോയി അറിയാണ്ട് എന്നുള്ളവർക്ക് പശ്ചാത്തപിച്ചിട്ട് സ്വന്തം സാഹചര്യം കൊണ്ട് കൊന്നുപോയതാന്നുള്ളവർക്ക് പശ്ചാത്തപിച്ചിട്ട് അവർക്ക് ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ഒരു അവസരം കൊടുത്തുകൊണ്ടിരിക്കുന്ന നിയമത്തിന്റെ ഒരു റെമഡിയാണ്. പണിഷ്മെന്റ് മാത്രമല്ല, അവിടെ ഒരു എന്താ അതിനും അറിയാം, അവിടെ ഇതേപോലെ നന്നാവാനുള്ള അവസരങ്ങൾ കൊടുത്താൽ ഒരുപാട് പേര് നന്നാവും എന്നുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. ഗ്രീഷ്മയുടെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാധനം. അറിയാതെ കമാൽ പാഷ സാറിനെയൊക്കെ നമ്മളിപ്പം സോഷ്യൽ മീഡിയ ചീത്ത വിളിച്ചതായിട്ട് നമ്മൾ കാണുന്നത് ആ ഒരു പോയിന്റിന്റെ പുറത്താണ്. അതായത് അറിയാതെ ഈ ബുദ്ധിമുട്ടിച്ച ആളെയാണ് വിഷം കൊടുത്ത് കൊന്നത്, അറിയാതെയാണ് ഇതാക്കിയത്. ആ കുട്ടി ജയിലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല നടപ്പിനുള്ള ഒരു അവസരം കൊടുക്കണം, വധശിക്ഷ വിധിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആലോചിക്കുക. ഇപ്പൊ എന്ത് കേസായിക്കോട്ടെ, ഒരാളെ കൊന്നു ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്നു. അപ്പൊ നമ്മള് അടിസ്ഥാനപരമായിട്ട് നമ്മളൊരു ജീവിവർഗം തന്നെയാണല്ലോ. അതിനകത്ത് ഇവോൾവ് ആകുന്നതാണല്ലോ ഈ സോഷ്യൽ ഓർഡറും പരിപാടികളൊക്കെ. അപ്പൊ അതിനകത്ത് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊല്ലുന്നു. അങ്ങനെ കൊല്ലാൻ പാടില്ലെന്ന് നമ്മളിവിടെ ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കൊന്ന ആളെ നമ്മൾ അങ്ങ് കൊന്നു കളയാം എന്ന് തീരുമാനിക്കുന്ന തീരുമാനം ഉണ്ടല്ലോ. അതിനകത്തൊരു മറ്റേ പരിഷ്കൃത സമൂഹത്തിൽ ചെയ്യാൻ പറ്റിയ അല്ല, പരിഷ്കൃത സമൂഹം മാത്രമല്ല, നമ്മൾ കുറെയൊക്കെ ട്രഡീഷണൽ ആണ്, ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മളിപ്പോഴും പണ്ട് ഉണ്ടായിരുന്ന ടൂത്ത് ടു ടൂത്ത് മറ്റേ അത് തന്നെയാണ് ഇപ്പോഴും ഈ നയം എന്ന് പറയുന്നത്. അത് മാറി വരേണ്ടിയിരിക്കുന്നു. ഇവല്യൂഷൻ എല്ലാ സൈഡിലും ഇല്ലേ? ഇങ്ങനത്തെ ഒരു വിധിയൊക്കെ വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, ഇവല്യൂഷൻ എല്ലാ സൈഡിലും ഉണ്ട്. പിന്നെ ഇതേപോലുള്ള കേസുകൾക്ക് ഹീനമായ കേസിന് കൃത്യമായിട്ട് ജഡ്ജ്മെന്റ് ഒക്കെ സുപ്രീം കോടതി ഇറക്കിയിട്ടുണ്ട്. വളരെ ഹീനമായ കേസ് ഏതാണെന്നൊക്കെ. അതുകൊണ്ടാണ് കൽക്കത്ത കേസ് ഹീനമായ കേസ് ആണോ അല്ലയോ എന്നുള്ളത് വെച്ചിട്ട് വന്നപ്പോഴാണ് ലൈഫ് കൊടുക്കേണ്ടി വന്നത്. കൽക്കത്ത കേസ് ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒരു വടിയൊക്കെ എടുത്തിട്ട് ഉള്ളിൽ കൂടെ ഇട്ടിട്ട് 4 കറക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ ജീവനോടെ ഇരിക്കുന്ന ആളെ റിബ് പിടിച്ചോടിക്കുക. എത്ര പൊട്ടലുണ്ട് ആ കുട്ടിക്ക്. ആ കുട്ടി വേദനിച്ചിട്ട് ഒടിഞ്ഞു നുറുങ്ങിയിട്ട് വേണം മരിച്ചു പോയത്. അത്രയും പൊട്ടലൊക്കെ ഉണ്ടാക്കി വിരലൊടിക്കുന്നു, കണ്ണിൽ കുത്തി കണ്ണട കുത്തി കയറുന്നു. എന്തൊക്കെ അനുഭവിച്ചു. ഇതിനെ ഹീനമായിട്ട് പറഞ്ഞിട്ടില്ല കോടതി. അപ്പൊ അത് ഹീനമല്ലേ? മനസ്സിലായോ? അങ്ങനെ കൊലപാതകം നടത്തിയ ആൾക്ക് നമ്മൾ തന്നെ ആഗ്രഹിക്കാറില്ലേ പലപ്പോഴും. കൊൽക്കത്ത കേസിന്റെ വിധി വന്നത് അലഹബാദ് കോടതിയിലാണ്. ആണോന്ന് ഇങ്ങനെയൊക്കെ വരുന്നത് പലതും അലഹബാദ്. കൊൽക്കത്ത കേസിന്റെ വിധി വന്ന കൊൽക്കത്ത ഹൈക്കോടതി. വേറെ കാര്യമുണ്ട്. ഇപ്പൊ ഈ ഗ്രീഷ്മയുടെ കാര്യം പറയുമ്പോ ഉണ്ടല്ലോ, ഈ അയാളെ തൂക്കിക്കൊല്ലേണ്ട സംഭവമൊക്കെ ശരിയാ. പക്ഷേ തൂക്കിക്കൊല്ലണ്ടെന്ന് ഗ്രീഷ്മയെ കൊല്ലണ്ട എന്റെ ആവശ്യമില്ല. പക്ഷെ അയാൾക്കൊരു കുറച്ചേറെ അല്ല, തൂക്കിക്കൊല്ലേണ്ട വിധി വന്നത് എങ്ങനെയാണെന്ന് ബഷീർ സാറ് വളരെ സൂപ്പറായിട്ട് അതിൽ ഒരു 500 സംതിങ് ഉള്ള ഒരു ഇത് തന്നെയാണ് ജഡ്ജ്മെൻറ്റാണ്. അതിൽ ഒരു പകുതി പേജോളം പറയുന്നുണ്ട് എന്തിന് ഈ പറയുന്ന ഹീനമായ പ്രവൃത്തിയിലേക്ക് റെയറസ്റ്റ് കേസിലേക്ക് ഇത് എടുത്തു വെച്ചു എന്ന്. 14 ദിവസം. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളെ നാവ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു സംസാരിക്കുമ്പോൾ മുറിഞ്ഞു വീഴുക.
ഒരു 14 ദിവസം ഫുൾ ഉള്ളിലുള്ള അവയവങ്ങൾ ഇങ്ങനെ ഓരോന്ന് കരിഞ്ഞ് ആസിഡിക് പവറും കൊണ്ടേ അത് എത്ര പ്രാവശ്യം ചോര കയറ്റിയെന്നറിയോ? ഈ വിഷാംശം രക്തത്തിൽ ഇല്ല, ഫോറൻസിക് കൊടുക്കുമ്പോൾ വിഷാംശം രക്തത്തിലില്ല, അത്രമാത്രം ചോര കയറ്റിയിട്ടും പിറ്റേ ദിവസം നാവ് അറുത്ത് വീണിട്ട് മിണ്ടാൻ പറ്റാത്ത ഒരു മനുഷ്യനെ കുറിച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കി. 14 ദിവസമാണ് ആളുകൾ. അതിന് മനസ്സിലായി, വധശിക്ഷ കൊടുക്കാതെ വേറെ എന്ത് കൊടുക്കണം എന്നുള്ള അവിടെയാണ് ആ പ്രശ്നം. അതായത് അങ്ങനെ ചെയ്ത ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി ചെയ്തത് ഭയങ്കര ഹീനമായ പ്രവൃത്തി തന്നെ, സമ്മതിച്ചു. പ്രശ്നം എവിടെയെന്ന് അറിയാമോ? അതുകൊണ്ട് അവളെ കൊന്നേക്കാന്ന് പറയുന്ന പ്രശ്നം. വേറെയും പ്രശ്നമുണ്ട്. അവളെ മാത്രം കൊന്നാ മതിയോ? കൊല്ലുന്നത് വളരെ പെട്ടെന്നൊന്നുമില്ല. ഇവിടുത്തെ ബാങ്കുകളൊക്കെ ഇന്ന് വധശിക്ഷ ഇതാക്കി. അതാ അതിലും വലിയ പ്രശ്നം. അതാണ് അതിലും വലിയ പ്രശ്നം. കൊല്ലുക എന്ന് പറഞ്ഞാൽ അന്ന് തന്നെ അവളെ കൊല്ലുകയാണെങ്കിൽ ഓക്കെ. അതല്ലല്ലോ സംഭവിക്കുന്നത്. സംഭവിക്കുന്നത് എന്താ? പിന്നെ ഇവള് കുറെ നാള് ഈ ചിന്തയിൽ ഇവളിങ്ങനെ ജീവിക്കണം. മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ജീവിക്കണ്ടേ? അല്ല, അവിടെ ഒരു പണിഷ്മെന്റ് കൊടുക്കുമ്പോൾ വേറെ ഒരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നില്ലേ? ഇപ്പൊ എനിക്ക് പണിഷ്മെന്റ് കിട്ടുമ്പോ നിങ്ങളത് കണ്ടിട്ട് നിങ്ങൾ തിരുത്തപ്പെടേണ്ട ഒരു അവസ്ഥ വരുന്നില്ലേ? ഇപ്പൊ എന്തുകൊണ്ടാ ജയിലിൽ പോവാൻ? ഒരു കേസ് വരുമ്പോ എന്തിനാണ് ഓടി വന്നിട്ട് എങ്ങനെയാണ് ഇങ്ങനെയൊരു കേസ് ഉണ്ട്, ഇത് ബുദ്ധിമുട്ടാണോ? ഒരു സമൻസ് വരുമ്പോ എന്തിനാണ് ഇത്രയും വിഭ്രാന്തിപ്പെടുന്നത്? നമ്മളിപ്പോഴും എത്ര പേര് കോടതി കയറുമ്പോഴത്തേന് ടെൻസ്ഡ് ആവുന്നുണ്ട്, ആങ്സൈറ്റി വരുന്നുണ്ട്. എന്തിനായിരിക്കും ഇത്രയും കാര്യം? അതെന്തുകൊണ്ടാണെന്നറിയോ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ തിരുത്തപ്പെടുക ചെയ്യുന്നത്. അതാണ് പണിഷ്മെന്റ് വേറൊരു മനുഷ്യനെ തിരുത്താനും കൂടിയാ. അവിടെ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. വേറൊരു മനുഷ്യനെ തിരുത്താനും കൂടിയാണോ എന്നുള്ളതിലും എനിക്ക്, നമ്മളെ പോലുള്ള മനുഷ്യന്മാരെ ഇപ്പോ നമ്മൾ കോടതി നമ്മൾ കൊല്ലൂല എന്നുള്ള അതേപോലെയാ എല്ലാരും ഇരിക്കുന്നത്. നാളെ കൊല്ലുമ്പോ നമ്മളിപ്പോ അറിയാതെ വീണിട്ടാലും ചത്തുവല്ലേ ഉള്ളൂ. നീത് ചോദിച്ചത്, സോറി ബബ്ല ചോദിച്ചത്, ഇപ്പൊ എന്താണ് കോടതി കയറുമ്പോൾ വരുന്ന ആങ്സൈറ്റി അല്ലെങ്കിൽ ഒരു വെറുതെ ആവശ്യമില്ലാതെ ഒരു ടെൻഷൻ വരുമെന്നു. ഇതെന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിയമം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ഒന്നാമത്തെ കാര്യം നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ നിയമത്തെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം. ഇപ്പം നിയമം മുഴുവൻ പഠിച്ചിരിക്കാൻ പറ്റുമൊന്നുമില്ല. അതിനാണ് ലോയേഴ്സൊക്കെ ഉള്ളത്. അപ്പോൾ താനൊക്കെ അതിന് വേണ്ടി ഇരിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് ആവശ്യം വരുമ്പോൾ, ഒരു കോമൺ മാനിന് ആവശ്യം വരുമ്പോൾ അതിനെ അഡ്വക്കേറ്റ് ചെയ്യാനാണല്ലോ ഒരു ലോയർ ഉള്ളത്, അല്ലേ? എന്നിട്ടും എത്ര ലോയേഴ്സ് ഉണ്ടായിട്ടും ആങ്സൈറ്റി എന്തുകൊണ്ടാണ് ആങ്സൈറ്റി വരുന്നതെന്ന് അറിയാം? ഈ നിയമം വർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. പ്രത്യേക രീതിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ കാര്യം പറയുന്നത് നിയമം, പോലീസ്, ഗവൺമെന്റ്, ജുഡീഷ്യറി അടക്കമുള്ള സംവിധാനങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത് ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ, ഒരു ഡോമിനൻസും ഒരു സാധാരണ ആളുകളുടെ മേലെ ഒരു പവർ കാണിക്കുന്ന സ്ഥലമാണ്. അതായത് ഒരു മനുഷ്യൻ വ്യക്തി എന്നുള്ള രീതിയിൽ ഒന്നുമല്ല എന്ന് തോന്നിപ്പിക്കുന്ന പോലെ ഒരു സ്ഥലത്ത്, എന്നാൽ ഒരു മനുഷ്യന് വേറെ ഇതിനൊക്കെ പർച്ചേസ് ചെയ്യാനും പറ്റുന്ന സംവിധാനമാണ് ഇന്ത്യൻ സംവിധാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറ്റാത്ത ആളുകളുടെ അടുത്ത്, പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അടുത്ത് ഈ നിയമവും മറ്റു സംവിധാനങ്ങളും ഒക്കെ ഇല്ല. പണം പറക്കാത്ത സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. നിയമത്തിൽ പണം ടച്ച് ചെയ്യാൻ പറ്റാത്ത എത്രയോ പണക്കാര് നമ്മൾ കിടക്കുന്ന, ഈവൻ ദോ നമ്മളുടെ എത്ര ന്യായാധിപര് കിടന്നിട്ടുണ്ട് ഇല്ലേ? ജസ്റ്റിസ്, സുപ്രീം കോടതി ജസ്റ്റിസ് വരെ കിടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇല്ലെന്നല്ല പറയുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ആകത്തുക എന്ന് പറയുന്നത് എങ്ങനെയാ എന്ന് പറഞ്ഞാൽ, മനുഷ്യർക്ക് ഇപ്പൊ ഒരാളിപ്പോ ഒരു ജഡ്ജിന്റെ കാര്യം എടുക്കാം. ഒരു ജഡ്ജിനെ കണ്ടാൽ നമ്മളെന്തോ ഭയപ്പെടേണ്ട ആളാണ്, അല്ലെങ്കിൽ നമ്മൾ മാറി നിൽക്കേണ്ട അങ്ങനെ ഒരു ബോധം മനുഷ്യർക്ക് ഉണ്ട്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയാം. ഹൈറാർക്കി ഉണ്ടാക്കി വെച്ചത് എപ്പോഴും ഈ പറയുന്ന ട്രഡീഷണൽ സൊസൈറ്റി. അവര് ഭയം തന്ന് അല്ലെ, ഭയം തന്ന് അത് മനസ്സിലാക്കണം. അറിവ് നേടിയാൽ പിന്നെ സിറ്റിസൺ ആയിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് ബോധമില്ലായ്മയാണ് എന്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ആങ്സൈറ്റിയും സമ്മർദ്ദവും പ്രഷറും ഒക്കെ കൊണ്ടിരുന്നത്. വേറെ കാര്യമുണ്ട്. ഈ പറഞ്ഞ ഈ ജഡ്ജും ഇല്ല മറ്റേ വേറൊരാളും വരിക എന്ന് വിചാരിക്കുക, ആ ബോധം ജഡ്ജിനില്ലെങ്കിലും പ്രശ്നമാണ്. ഇവിടെ പല ജഡ്ജിമാർക്ക് ആ ബോധം ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ പ്രശ്നമുള്ള ജഡ്ജിമാരൊക്കെയാണ് കൂടുതലും. അവര് ആളായി പോയി, അവര് വേറെ ആരാണ്ടായി ഇതിന്റെ ഒന്നും ഭാഗമല്ല എന്നുള്ള പോലെ ഇരിക്കും. അതുകൊണ്ട് അങ്ങനെ അവരുടെ തോന്നി പോലൊക്കെ ചെയ്ത ആൾക്കാരൊക്കെ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പോ എല്ലാരും മനുഷ്യരാണെന്നുള്ള ഒരു അടിസ്ഥാനപരമായ കാര്യമുണ്ടല്ലോ.
നമ്മുടെ വിശ്വാസത്തിന്റെ ഒക്കെ പുറത്തൊക്കെ മാറും. അല്ല, ഇപ്പൊ ഈ ഇന്ത്യയില് നടന്ന ഭൂരിഭാഗം മറ്റേ ഈ വധശിക്ഷകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം ഉച്ചയൂണിന് മുമ്പാണ് കൂടുതലും വധശിക്ഷകൾ നടന്നിട്ടുള്ളത്. വിശന്നൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊക്കെ ചെയ്തു പോകും മനുഷ്യൻ. നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള അവസ്ഥയും കൂടി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഇപ്പൊ ജഡ്ജാണെങ്കിൽ പോലും സ്വാധീനിക്കും എന്നുള്ളതാണ്. നമുക്ക് ബയസ്ഡ് ആയിട്ടുള്ള ഇപ്പം ഏട്ടൻ പറയുന്നത് ശരിയാണ്. പഴത്തൊലി ചവിട്ടി വീണിട്ട് ജഡ്ജ് വന്നു കഴിഞ്ഞാൽ ആ ദിവസത്തെ ജഡ്ജ്മെന്റ് ഒക്കെ ജഡ്ജ് ആസ് എ പേഴ്സൺ എടുക്കുന്നുണ്ട്. പക്ഷെ നമ്മള് ഞാൻ പഠിച്ച നീതി ബുക്ക് ഉണ്ടല്ലോ, ഞാൻ പഠിച്ച ബുക്സ് ഉണ്ടല്ലോ, ലോ ബുക്സ്, അതിനെ ഞാൻ നീതി ബുക്ക് എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ പഠിച്ച ലോ ബുക്സിൽ ഞാൻ കണ്ടിട്ടുള്ളത് ബയസ്ഡ് ആവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ആ ബയസ്ഡ് ആവാത്ത കാര്യങ്ങളെ ഉറപ്പ് വരുത്തുന്ന കുറേ ജഡ്ജസിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ കുറച്ച് പേരാണ് ബയസ്ഡ് ആയിട്ട് വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു, ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നു. ഇപ്പോഴും ഞാൻ പറഞ്ഞുതരാം. ഇന്ന് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന ആളെ ലക്ഷ്യം എന്തായിരിക്കും? നാളെ സുപ്രീം കോടതിയിൽ ഇരിക്കണം എന്നായിരിക്കും. അവിടെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റവും കൂടി ഉണ്ട്. പൊളിറ്റിക്സ് വരുന്ന സമയത്ത് അവിടെ വരുന്നത് എഡ്യൂക്കേഷൻ കുറഞ്ഞിട്ടുള്ള പരിപാടി വരുന്നുണ്ട് ഇല്ലേ? 8ാം ക്ലാസ്സോ 4ാം ക്ലാസ്സോ പാസ്സായാലും എന്താവണം? മന്ത്രിയോ IAS വന്ന ഓച്ചാനിച്ച് നിൽക്കണോ? ഈ സിസ്റ്റമൊക്കെ ഇന്ത്യയിൽ നിന്ന് മാറുന്ന ഒരു കാലം വരുമ്പോഴത്തേന് പൊളിറ്റിക്സ് ഒരു എന്താ പറയുക പ്രൊഫഷനായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ആ പ്രൊഫഷനായിട്ട് വന്നോട്ടെ. അവിടേക്ക് അഡ്വക്കേറ്റ് പണ്ടൊക്കെ ഞങ്ങളെ കോളേജിലെ അഡ്വക്കേറ്റ്സ് മീൻസ് പലരോടും ചോദിക്കും, നീ എന്താ അഡ്വക്കേറ്റ് ആവാൻ വന്നത്, നീ എന്താന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ മാർക്കറ്റിൽ മാരേജ് മാർക്കറ്റിൽ വിവാഹ കമ്പോളത്തിൽ വില കൂട്ടാൻ വേണ്ടിയിട്ടുള്ളത്. പക്ഷെ കുറേ പേര് പൊളിറ്റിക്സിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അഡ്വക്കേറ്റ് എന്നുള്ള പേര് വന്നിട്ട് MLA എന്നുള്ള പേരും കൂടി എഴുതുമ്പോൾ അല്ലെ MP എന്നുള്ള പേര് എഴുതുമ്പോൾ അങ്ങനെയുള്ള വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വരുമ്പോൾ ഉള്ള ഗുണം അത് അവർക്ക് നിയമം അറിയാം എന്നുള്ളടത്ത് കുറച്ചും കൂടി ഉണ്ട്. ഞാൻ പറയുന്നത് ഇതുമല്ല, കോടതി പോയി പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് മാത്രമേ പൊളിറ്റിക്സ് പാടുള്ളൂ എന്നും കൂടി വെക്കണം. അങ്ങനെയും കൂടി വെക്കുമ്പോഴത്തേന് ആ പൊളിറ്റിക്സിലേക്ക് കുറച്ചും കൂടി ഒരിത് വരും. അങ്ങനെ വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ സീറ്റുകൾക്ക് വേണ്ടിയിട്ട് പൊളിറ്റിക്കലി ഇങ്ങനെ ഭയപ്പെട്ടിട്ട് ജീവിക്കേണ്ട. പൊളിറ്റിക്സിനെ ഭയപ്പെടുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാന്നാണല്ലോ പറയാ. രാഷ്ട്രീയത്തിൽ ഇറങ്ങി എന്നാണല്ലോ പറയാ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം. അങ്ങനെ ഇറങ്ങി ചെല്ലുന്ന ഒരു സ്ഥലം അത്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ ആ ഒരു ഇതുണ്ടല്ലോ, പൊളിറ്റിക്സിനെ പേടി എന്നും നീതിന്യായ അധികാരികൾക്ക് പൊളിറ്റിക്സിനെ പേടി വരുന്ന ഒരു സന്ദർഭം എവിടെയാ വരുന്ന? ഈ സ്ഥാനങ്ങളോടുള്ള ഭ്രമം വരുന്നത്. ആ സമയത്തുള്ള ബയസ് ആയിട്ടുള്ള അവിടേക്ക് വ്യക്തിപരമായിട്ട് ചുരുങ്ങി പോകുന്നുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ട് ചുരുങ്ങി, വ്യക്തിപരമായിട്ട് മനുഷ്യന്റെ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അതെ അതെ, അല്ലാതെ നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അതിന്. പക്ഷെ ഒരു മനുഷ്യന് ഇപ്പൊ ഒരു ജഡ്ജായി കരുതുക, ഇത് ശരി കൈകാര്യം ചെയ്യേണ്ട ഏരിയ റോബോട്ടിക്സ് ഒക്കെ. വേറെ ഇത് ഒരു 40 എത്രാമത്തെ വയസ്സിലായിരിക്കും ജഡ്ജ് ആവാൻ പറ്റുന്നത്? അത് അങ്ങനെയൊന്നുമില്ല. 35 വയസ്സിന് താഴെയുള്ളവർക്ക് മുൻസിഫ് മജിസ്ട്രേറ്റ് അങ്ങനത്തെ കാര്യം. 35 മുകളിൽ ഉള്ള ആള് 45 വയസ്സ് കഴിയുമ്പോഴത്തേക്കിന് മജിസ്ട്രേറ്റ് ആവാൻ പറ്റുമോ? പിന്നെ ഓക്കെ. ഈ 30 വയസ്സ് കഴിഞ്ഞ് എപ്പോഴാണ് റിട്ടയർമെന്റ്? 60 വയസ്സില്. 60 വയസ്സ്, അതായത് 30 മുതൽ 50 വരെ 20 വർഷം സമയമുണ്ട്. ഈ 20 വർഷത്തിനിടയിൽ ഇവരെ വീണ്ടും എന്തെങ്കിലും ടെസ്റ്റോ ഈ ലൈസൻസ് ഒക്കെ റിന്യൂ ചെയ്യുന്ന പോലെ കാഴ്ച കുറയുന്നുണ്ടോ, മെന്റൽ സ്റ്റെബിലിറ്റി പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇവർക്ക് എന്തെങ്കിലും ആങ്സൈറ്റി, ഡിപ്രഷൻ പോലത്തെ എന്തെങ്കിലും സൈക്കോളജിക്കൽ ഇഷ്യൂസ് വന്നിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പൊ എങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇയാളുടെ ഫാമിലി ലൈഫിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടായതുകൊണ്ട് ഇയാൾക്കെല്ലാം ബുദ്ധിമുട്ട് ഇയാൾ അനുഭവിച്ചിട്ടുണ്ടോ, ഇയാൾ പോയി വേറെ എവിടെയും പോയി? എന്താ കാര്യം ഞാൻ പറയട്ടെ, ഒരു അസിസ്റ്റന്റ് മജിസ്ട്രേറ്റ് ആയിട്ട് ഇരുന്ന ഒരാൾ ആത്മഹത്യ ചെയ്തൊരു സംഭവം ഭയങ്കര വിഷയമായി ഇവിടെ. അയാള് റിട്ടയർമെന്റ് സമയത്ത് സ്റ്റേജിൽ വന്നിട്ട് പെണ്ണ് സംസാരിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോയി ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഒരാൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അയാൾക്ക് കൃത്യമായിട്ട് അറിയണം ആത്മഹത്യക്ക് മുമ്പ് എന്തൊക്കെ ചെയ്യണമെന്ന്. അത് അന്ന് അയാൾ ചെയ്തിട്ടില്ല. അയാൾ ഹെൽപ്പ് ലൈനെ വിളിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ വീട്ടിൽ വിളിച്ച് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കണ്ടിട്ടില്ല, ആരോടും സംസാരിച്ചിട്ടില്ല. അയാൾ അപ്പോൾ അതിന് മുമ്പ് എടുത്ത തീരുമാനങ്ങളൊക്കെ എത്രത്തോളം ശരിയായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഈ മെന്റൽ സിറ്റുവേഷൻ ഇത്ര മോശമായിട്ട് ഇത്രയും ദിവസം ജീവിച്ച ഒരാളാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ.
അങ്ങനെ ഒരാൾ പെട്ടെന്ന് അങ്ങനെ ഒരു ഭയങ്കര ഒരു സഡനായിട്ട് ഇത് ചെറിയൊരു കാര്യം ഇതേ പേടി കൊണ്ടാണ് മെന്റൽ എന്ന് പറയുന്ന അല്ലെ മൈൻഡ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അസൈലംസിലേക്ക് ഒന്നും പോളിസീസ് ഡെവലപ്ഡ് ആവാത്തത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞു വെക്കുന്ന വാസ്റ്റ്നെസ് ഇല്ലേ, ഒരു ലിമിറ്റ് ഇല്ലേ, വാസ്റ്റ്നെസ്സിന്റെ വാസ്റ്റ് ആവുമ്പം വരെ വലുതാണ് എന്ന് പറയുന്ന ആ സൈക്കോളജി ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ PhD വരെ എത്തുമ്പോൾ എന്തോരം വലിയ സബ്ജക്റ്റാണെന്നറിയോ, എവിടെ തുടങ്ങും എവിടെ അവസാനിപ്പിക്കും എന്നറിയില്ല, ഭയങ്കര വാസ്റ്റാണ്. അതിനെ ലിമിറ്റ് ചെയ്തും കൊണ്ട് ഇവിടെ എത്തിയില്ലേ. ഇവിടെയാണ് പോളിസി മേക്കിംഗ് ആവശ്യം, ഇവിടെയാണ് പോളിസി മേക്കിംഗ് ഇല്ലാത്തത്. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുന്ന സ്ഥലത്ത് പോളിസി മേക്കിംഗ് ഇല്ല. കാരണം അവിടെ ഏറ്റവും കൂടുതൽ ആരായിരിക്കും ചോദ്യം ചെയ്തു വരിക? ഉന്നതന്മാരും ഇത് പോളിസി ഉണ്ടാക്കുന്ന ആൾക്കാർ തന്നെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടില്ലേ? ഇല്ലേ? പ്രഥമ പൗരൻ മുതൽ അല്ലേ, രണ്ടാമത്തെ പൗരൻ മുതൽ, മൂന്നാമത്തെ പൗരൻ മുതൽ 3 പൗരന്മാരെ മാത്രം ചോദ്യം ചെയ്താൽ പോലും ഇന്ത്യ ഇല്ല. അങ്ങനെയൊരു ഇത് വരുന്നില്ലേ? അവിടേക്ക് ഭയങ്കര സ്വാധീനമൊക്കെ വരും. എവിടെന്ന് ഏറ്റവും ആദ്യം അന്വേഷിച്ച് FIR ഇടുന്ന പോലീസ് തൊട്ട് സ്വാധീനിച്ചു കഴിഞ്ഞാൽ പലതും മാറിപ്പോകും. അതെ, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണല്ലോ ഇത് ഡീൽ ചെയ്യുന്നത്. തെളിവ്, സാക്ഷി, തെളിവ് മാത്രമാണല്ലോ പ്രൂഫ്. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് കോടതി വർക്ക് ചെയ്യുന്നത്. കോടതി തീരുമാനങ്ങൾ എടുക്കുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. തെളിവുകൾ ഫാബ്രിക്കേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ അങ്ങനെ പല പരിപാടികളും നടന്നിട്ടുണ്ട്. നിരപരാധികൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴും ജയിലിൽ കിടക്കുന്നുണ്ടാവും, ഇഷ്ടം പോലെ ആൾക്കാർ കിടക്കുന്നുണ്ടാവും. ഈ എന്താ പറയണത്, ഇങ്ങനെ അവരെ രക്ഷിക്കാൻ ഇതുവരെ ശ്രമം നടന്നിട്ടില്ലെന്ന് പറയുമ്പോൾ പിന്നെയും പ്രശ്നമുണ്ട്. അത് വേറെ പ്രശ്നമാണ്. അത് കുറെ പേര് കിടന്നിട്ടുണ്ടെന്നുകൊണ്ട് ഇപ്പോഴും കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് കാലാകാലങ്ങളായിട്ട് ഈ സിസ്റ്റത്തിനകത്ത് ഇങ്ങനെ കുറെ പേര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അത് അവരും രക്ഷപ്പെട്ടിട്ടില്ല. പുതിയതായിട്ട് വരുന്നവർക്ക് രക്ഷപ്പെടാനുള്ള ഒരു പ്രത്യേക ഒരു സാധ്യതയില്ലാതെ പഴയതുപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴും നമുക്ക് ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് അന്വേഷിച്ച് ഈ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ കിട്ടും കുറേ പേരുടെ പ്രശ്നങ്ങൾ. ഇത് അങ്ങനെ ആയതുകൊണ്ട് ഇങ്ങനെ ആയതാണ്, എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ സംഭവിച്ചു പോയി, നിയമത്തിന്റെ കാര്യം അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ പറയുന്നു. അതൊരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. സർക്കാർ കാര്യമല്ലേ കേട്ടല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പോഴും കിടപ്പുണ്ട്. എന്നിട്ട് കോടതി ഈ കേസില്ലേ, സ്ത്രീകൾ വന്നിട്ട് പറയുന്ന കംപ്ലൈൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഏതോ ഒരു കോടതിയിൽ നിന്ന് ഉത്തരവ് വന്നേക്കുക, ഇനി ആണുങ്ങളെ പറ്റി അനാവശ്യം ഇതേപോലെ കള്ളക്കേസ് കൊടുത്തിട്ട് അവൻ 4 വർഷം ശിക്ഷിക്കപ്പെട്ടാൽ ആ പെണ്ണ് ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ അവളെ 4 വർഷം ശിക്ഷിക്കുമെന്ന്. അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്. കണ്ടില്ലാന്നോ? കണ്ടിട്ടില്ല. അല്ല, പ്രൊവിൻസസ് ഹൈക്കോർട്ട് അങ്ങനെയൊരു സാധനം ഇല്ല. നിങ്ങൾ പറയുന്നൊക്കെ പ്രൊവിൻസസാ. രാജഭരണകാലത്തുണ്ടായിരുന്ന ഹൈക്കോർട്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അവർക്കുള്ള പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന് വേർഡിക്റ്റോ പ്രൊവിൻസസ് ഹൈക്കോർട്സ് ആണ്. അവിടെ എത്താനാണ് നമ്മളൊക്കെ ഹൈക്കോർട്ട് ജഡ്ജ് ആവുമ്പോൾ അല്ലെ ജഡ്ജസ് ആവുമ്പോൾ നമുക്ക് പ്രൊവിൻസസ് പോയിട്ടിരിക്കും. ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട് അപ്പം പ്രൊവിൻസസ് പോയിരിക്കാനാണ് നമ്മൾ ആലോചിക്കുന്നത്. ജനാധിപത്യത്തിൽ നിന്നുകൊണ്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ എവിടെയാണുള്ളത്? ഇപ്പൊ ഒരേ ബുക്ക് പഠിച്ചിട്ട് 2 ഭാഗം വാദിക്കുന്ന വക്കീലന്മാരില്ലേ നമ്മള് ഇവിടെ. ഞങ്ങള് അല്ല, അതിനുള്ള സ്ഥലം ജനാധിപത്യത്തിലുണ്ട്, വാദിക്കാം. എനിക്ക് ബബ്ല പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ എനിക്ക് ആ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താനും തന്നോട് വാഗ്വാദത്തിൽ ഏർപ്പെടാനുമുള്ള അവകാശം എനിക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ 2 ബുക്ക് അവിടെ 2 ബുക്ക് ഉണ്ടാവേണ്ടിയില്ലായിരുന്നോ? ഒരേ ബുക്കിലുള്ള ലൂപ്പ് ഹോള് എഴുതിയ സാധനത്തിന്റെ അടിയിൽ കൂടി ഒരു വരയും കൂടി ഇട്ടിട്ട് അവിടെ ഈ സാധനം ബെറ്റർ ആയിട്ടുള്ള ഔട്ട് കൊണ്ടിരുന്നതാണ് വ്യക്തിയുടെ മിടുക്ക്. അങ്ങനെയാണ് വേർഡിക്ട്സ് ഉണ്ടാകുന്നത്. അപ്പം ആ സ്ഥലത്ത് അത്രയും കേസും അത്രയും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു പ്രൊവിൻസസ് അങ്ങനത്തെ വേർഡിക്ട്സ് വരുന്നത്. അമ്പടി സൗദ അവിടെ അമ്പടി അമ്പടിന്ന് മാത്രമേ ഉള്ളൂ. അമ്പടി അപ്പോഴേ ഇത് ഇതിനകത്ത് ഇപ്പൊ ഈ മെന്റൽ ഡിസോർഡറിനെ പറ്റി ആദ്യം പറഞ്ഞില്ലാന്നോ?
അപ്പോൾ ഈ മെൻ്റൽ ഡിസോർഡർ വരുമ്പോൾ വേറൊരു പ്രശ്നം എന്താണെന്നറിയോ? ഈ മെൻ്റൽ ഡിസോർഡറുകാരെ കെയർ ചെയ്യാൻ നമ്മൾ മറ്റ് രോഗങ്ങളെ പോലെ പറ്റത്തില്ല. കാരണം ആ രോഗി, ഏതൊരു രോഗിക്കും അവരുടെ രോഗം അറിയാം. പക്ഷെ മെൻ്റൽ രോഗിക്ക് അയാൾക്ക് രോഗം ഉണ്ടെന്ന് അറിയത്തില്ല. അവർക്ക് ഇവിടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവുന്നത്. അല്ല, അവർ തൊഴിലാളി യൂണിയൻ പോലെ അതല്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരെ ടേക്ക് കെയർ ചെയ്യാൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു സാധനം ഉണ്ടാകത്തില്ല. അതിന് ഫുൾ ടൈം ആയിട്ട് ഒരാൾ എപ്പോഴും കൂടെ കാണണം. അങ്ങനെ ഇല്ലാത്ത സ്ഥലത്തൊക്കെയാണ് ഈ ഇറങ്ങി പോകുന്നതും കാണാതാവുന്നതും ഇവിടെ കൂടെ തെണ്ടി നടക്കുന്നതായിട്ടുള്ള ആൾക്കാരൊക്കെ. അവർക്കൊന്നും അപ്പനമ്മ ഇല്ലാത്തതുകൊണ്ടോ സഹോദരങ്ങളില്ലാത്തതുകൊണ്ടോ ബന്ധുക്കളില്ലാത്തതുകൊണ്ടോ നല്ല റോഡിൽ ചെയ്യാൻ പറ്റത്തില്ല. വേറൊരു കാര്യം പറയട്ടെ, മെന്റൽ അസൈലത്തില് ക്യാമറ വെക്കാൻ വേണ്ടിയിട്ട് പ്രൊജക്ട് ചെയ്ത ഒരാളാണ് ഞാൻ. അത് പ്രൈവസി 24 വെച്ചിട്ട് റിജക്ട് ചെയ്യപ്പെടുക ചെയ്യുന്നത്. കാരണം കാരണം എന്തുകൊണ്ടാ? പ്രൈവസി ഭംഗപ്പെടും. കാരണം കുടുംബക്കാരെ വരെ ചോദ്യം ചെയ്യും. പണ്ടത്തെ കാലഘട്ടത്തിലുള്ള അതേ മാനസികാവസ്ഥയില ചങ്ങലക്കിട്ട് വെച്ച ഒരാള് കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തിനെ നമ്മൾ നിഷിദ്ധപ്പെടുത്തിയിരുന്ന കാലത്ത് തന്നെയാണ് നമ്മൾ ഇപ്പോഴും മാനസികാവസ്ഥയിൽ നിൽക്കുന്നത്. വേറെ കാര്യമുണ്ട്, ഒരു ചെറിയ പരിധിയൊക്കെ ജനറ്റിക്കലി പ്രശ്നമുള്ള ഹെറിഡിറ്ററി ഉണ്ട്. ഹെറിഡിറ്ററി ആയിട്ട് പ്രശ്നമുള്ളവരുണ്ട്. അപ്പൊ അത് ഹെറിഡിറ്ററി ആണെന്ന് പറയുമ്പോ ഇത് മൂന്നാമത്തെ തലമുറ മുതൽ മൂന്നാമത്തെ തലമുറയില് അത് ക്യാൻസറിനുണ്ട്, ഡയബറ്റിക്സിനുണ്ട്, ഹൈപ്പർടെൻഷനുണ്ട്. പക്ഷെ അതിലേക്ക് നോർമലൈസ് ചെയ്ത് വരാത്തത് എന്താ? അത് നോർമലൈസ് ആവാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഇതൊക്കെയാണ് അതിന്റെ കാരണം. ഒന്ന് ഇനിയും പറയാം, അതായത് അവർക്ക് അവരെ കെയർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ വരുമ്പോൾ ഫുൾ ടൈം കെയറിന് വേറെ ആൾ വേണം. മരുന്ന് വരെ കൃത്യമായിട്ട് എടുത്ത് കഴിച്ചോ എന്ന് ശ്രദ്ധിക്കണം. അത് കൂടിയും പോകാം കുറഞ്ഞും പോകാം, ചിലപ്പോൾ എടുത്ത് കഴിച്ചില്ലെന്നും വരാം. പിന്നെ ഇവരെ നോക്കിയിരിക്കണം. പലരും സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവരാണ്, അക്രമവാസനയുള്ളവരാണ്. ചിലരെ അഴിച്ചുവിടാൻ പറ്റത്തില്ല, മുറിക്കകത്ത് അടച്ചിടേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഇത് സ്പെഷ്യൽ കെയർ സെൻറ്റേഴ്സ് തന്നെ വേണം. പ്രായമായവരെ നോക്കാൻ ഓൾഡ് ഏജ് ഹോം വെച്ചേക്കുന്ന പോലെ തന്നെ ഇവരെ സ്ഥിരമായിട്ട് ഈ ബബില പറഞ്ഞ പോലെ ഒരു സിറ്റി പോലെ ഡെവലപ്പ് ചെയ്തിട്ട് ഫുള്ള് ഗ്രില്ലടിച്ച് ഇവരകത്ത് താമസിക്കണം. പക്ഷെ അവിടെയും ഭയങ്കര സെക്യൂരിറ്റി ആവശ്യമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇവര് ഭയങ്കര പിന്നെ കാര്യമുണ്ട്, സിവിയറിറ്റി അനുസരിച്ച് മാറ്റി മാറ്റി ഇടാം. എല്ലാവരും ഒരുപോലെ സിവിയറിറ്റി എന്നുള്ളവരൊന്നും അല്ല. ഒരേ രോഗം തന്നെ 10 വെറൈറ്റിയിലാണ് വരുന്നത്. ഇപ്പൊ സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ ചെറിയ തോതി തുടങ്ങും, പ്രശ്നമുള്ളവരുണ്ട്. 15ാമത്തെ വയസ്സിൽ ചെറിയ പ്രശ്നങ്ങളായിട്ടിരിക്കും. അത് 30 ആകുമ്പോൾ ഇരട്ടിക്കും. ലാസ്റ്റിൽ ഓർമ്മയില്ല, വെളിവില്ല, ചിലപ്പോൾ കടിക്കാനും മാന്താനും കൊല്ലാനും ഒക്കെ തയ്യാറാകുന്നവരുണ്ട്. അങ്ങനെ ഒരു കൂട്ടര്. പിന്നെ ക്രൈംസ് ചെയ്ത് പെട്ടെന്ന് അറിയപ്പെടും ചിലർ. ഇപ്പം കണ്ട കേതലിനെ പോലെ അല്ലെ ജോളിയെ പോലെ ഇങ്ങനെ കുറേ പേരുണ്ട്. അവരെയൊക്കെ വേറെ സ്ഥലത്തോട്ട് മാറ്റേണ്ടി വരും. അല്ലെ അവർ അടുത്തിരിക്കുന്നവരെയൊക്കെ അങ്ങനത്തെ. പിന്നെ ഈ മെൻ്റൽ ഡിസബിലിറ്റീസ് എന്ന് പറയുന്നത് വരുമ്പോൾ പഠിക്കാൻ കഴിവില്ലായ്മ വരും, ഓട്ടിസം അടക്കമുള്ള സാധനങ്ങൾ ഇതിനകത്ത് വരും. ഇതെല്ലാം പല സ്പെക്ട്രത്തിൽ ഇങ്ങനെ വിരിഞ്ഞ് കിടക്കുവാണ്. ലാസ്റ്റിൽ നോർമൽ എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. അത്രയ്ക്കങ്ങ് നോർമൽ അല്ലെങ്കിൽ പോലും വലിയ കുഴപ്പമില്ലാത്ത സിറ്റുവേഷൻ ഉള്ളവരുടെ എണ്ണം കുറവായിരിക്കും. മനസ്സിലായതെനിക്ക്. ഇവിടെ ഇതെടുക്കാൻ പോയാൽ നമ്മുടെ ഗവൺമെൻറ് ഒന്നും താങ്ങാൻ പറ്റാത്ത സാധനം ഇത്. പിന്നത്തെ പ്രശ്നം എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ആളെ കല്യാണം കഴിക്കുക അല്ലെങ്കിൽ ഇയാൾക്കൊരു പ്രശ്നം ഉണ്ടായാൽ പോലും ഇയാൾ പറയുന്ന കാര്യങ്ങൾ കോടതി പോലും വിശ്വസിക്കത്തില്ല. അല്ല, നമ്മളെ ഗവൺമെന്റിന് താങ്ങാൻ പറ്റില്ല എന്നല്ല, ഏറ്റവും കൂടുതൽ മെഡിക്കലിൽ ഓപ്പറേഷൻ ചെയ്യുന്നതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിട്ടുള്ളത്. കരൾ മാറ്റി വെക്കുന്നു അത്. പക്ഷെ ഏറ്റവും കൂടുതൽ ഈ ചികിത്സയുടെ പൈസ കിട്ടുന്നത് അത് സൈക്കോളജിസ്റ്റിനും സൈക്യാട്രിസ്റ്റിനുമാണ്. കാരണം ഒരു സിറ്റിങ്ങിന് അവർക്ക് 2000 വെച്ചിട്ട് നിങ്ങൾ കൂട്ടുക. എന്നെങ്കിലും ഈ രോഗം കണ്ടുപിടിക്കണം എന്നുള്ള ആഗ്രഹമില്ല, അല്ലെങ്കിൽ എനിക്ക് എന്താണ് എന്ന് കണ്ടുപിടിക്കുക. കൃത്യമായിട്ട് സിറ്റിങ്ങിന് പോകുന്ന ഒരാൾ 2 ആഴ്ച തോറും സിറ്റിങ്ങിന് പോയിരിക്കണം. മനസ്സിലായോ? അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ എത്ര പ്രാവശ്യം സിറ്റിങ്ങിന് പോകുമ്പോൾ എത്ര പൈസ കൊടുക്കുന്നുണ്ടെന്ന്. ആ കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഈ കരൾ രോഗത്തിന് നിങ്ങൾ 10-40 വയസ്സിൽ കൊടുക്കുന്ന പൈസ നിങ്ങൾ 12-ഓ 18-ഓ വയസ്സാകുമ്പോഴത്തേന് കൊടുത്തു തീർക്കുന്നുണ്ട്. പക്ഷെ അത് കാര്യമില്ല. ഈ രോഗത്തിന്റെ പ്രത്യേകത അതാ, ഇത് മരിക്കത്തുമില്ല. ഇതിങ്ങനെ മരണം വരെ ഉണ്ട്. മറ്റു രോഗങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ തട്ടിപ്പോകുന്ന ഒരു സാധനമാണ്. ഇല്ല, എല്ലാ ആത്മഹത്യ പ്രവണതയുള്ള ആളായിരിക്കണം. പക്ഷെ ഈ കൺസെപ്റ്റ് തന്നെയല്ലേ മെന്റൽ അസൈലംസ് വന്നത്. ആ കൺസെപ്റ്റിൽ ഒരു സിറ്റിയിലേക്ക് അത് രൂപപ്പെടുത്തുന്നത് മാത്രമേ പറയുന്നുള്ളൂ. ഇതുവരെ മെന്റൽ അസൈലത്തില് ഫോറൻസിക് ജയിൽസ് ഓൾറെഡി ഉണ്ട്. പണ്ട് ഫോറൻസിക് ജയിൽസ് ഉണ്ട്. ഞാൻ കൊണ്ട് കാണിക്കാം നിങ്ങളെ. മറ്റേ ഊളംപാറയില് പൊട്ടിപ്പൊളിഞ്ഞ 1890 എന്ന് എഴുതിയിട്ടുള്ള ഓട് പൊളിഞ്ഞ് വീണിട്ട്
പകുതിയായിട്ടുള്ള കെട്ടിടങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതിന് ഫോറൻസിക് ജയിലിൽ നിന്ന് എഴുതിയിട്ടുള്ള ബോർഡ് തൂങ്ങിക്കിടക്കുന്നുണ്ട്. അതിൻ്റെ ഫോട്ടോസ് ഇത്രയും കാലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. മെൻ്റൽ ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഫോട്ടോ എടുക്കുമ്പോൾ അവിടെ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ട്. ഫോട്ടോ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രൊജക്റ്റ് ചെയ്യേണ്ട ബുദ്ധിമുട്ടുണ്ടല്ലോ. ആ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ആരെങ്കിലും എടുക്കുമോ? ഇതിൻ്റെ ഉള്ളിൽ എടുക്കൂല. ഫോട്ടോ എടുക്കാത്തതിൻ്റെ പ്രത്യേകത എന്താ? ഫോട്ടോ പുറത്തേക്ക് വരാത്തതിൻ്റെ പ്രത്യേകത എന്താ? ആരെങ്കിലും ഈ പറയുന്ന സാധനം ഫോട്ടോ എടുത്തിട്ട് പുറത്തോട്ട് കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഹൈലി, ആൻഡമാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജയിൽ സിസ്റ്റം? അതേപോലെയുള്ള ഹൈലി ഫെസിലിറ്റേറ്റഡ് ആയിരുന്നു നമ്മളുടെ മെൻ്റൽ ഇൽനെസ്സിൻ്റെ സിസ്റ്റം എന്ന് വേണം പറയാൻ. ആ സിസ്റ്റം തിരിച്ചു കൊണ്ടുവന്നാൽ മതി. ഇവിടെ നിങ്ങൾ പുതിയതൊന്നും ഉണ്ടാക്കണ്ട. അപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇതിനകത്ത് കൊണ്ട് അടച്ചിടാനായിട്ട് നമ്മളിപ്പോൾ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്ന സ്ഥലമൊന്നും വന്നിട്ടില്ല. അത് സ്കൂളിൽ തുടങ്ങണം. സ്കൂളുകളിലെല്ലാം അല്ല, സ്കൂളും കോളേജും ഒക്കെ പോട്ടെ, ഈ പറയുന്ന കണ്ടുപിടിച്ച് ഇപ്പം കൊലപാതകം ആയാലും എല്ലാം ആയാലും സൈക്കോപാത്സിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇല്ലില്ല, കൊലപാതകം ചെയ്യാൻ അനുവദിക്കരുത്. അതിനിപ്പുറം ആളെ അല്ലല്ല, കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടുപിടിച്ചവരെ ഫോറൻസിക് ജയിൽസിൽ എത്തിച്ചിട്ട് കണ്ടുപിടിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവർക്ക് പ്രേരണ ഉണ്ട്. പരാതിയൊക്കെ കിട്ടുമ്പോഴേ ആ പരാതി എടുക്കേണ്ടത് ആര്? ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് മെഡിക്കൽ ഇതൊക്കെ ഇതാകുന്നില്ലേ? അതേപോലെ ഓരോ പരാതിക്കാരെയും ഡോക്ടറിന്റെ അടുത്തേക്ക് വിടട്ടെ. ഏത് ഡോക്ടർ പരിശോധിക്കണം എന്നുള്ള പോളിസീസ് വരട്ടെ, ഏത് തരത്തില്. പിന്നൊരു കാര്യമുണ്ട്, ഈ തീരെ നിവൃത്തിയില്ലാത്ത ഒരാളെ പൂട്ടിയിടുന്നൊരു കാലയളവ് എന്ന് പറയുന്നത് ഒരുപാട് നാളിടാനും പാടില്ല. അതിനിടയ്ക്ക് അയാൾക്കൊരു ദേവതം അങ്ങ് അനുവദിച്ചു കൊടുക്കണം. ദേവതം എന്ന് പറഞ്ഞാൽ അയാൾ ഓപ്റ്റ് ചെയ്യത്തുമില്ല മെന്റൽ പേഷ്യൻസ്. അവരെ അടച്ചിട്ടിട്ട് ജീവിതകാലം അല്ലേ. പിന്നെന്തോ ഇതിന് മെഡിക്കൽ സയൻസിൽ ട്രീറ്റ്മെന്റ് ക്യൂർ ഇല്ല. ദയാവതവും എന്താ പറയാ ഭ്രൂണഹത്യയൊക്കെ ഉണ്ടായിരുന്ന നാട് തന്നെയാണ് നമ്മളത്. അല്ല, ദേവതം വരുമ്പോ എന്താ പറ്റുകയെന്നറിയോ? മെന്റൽ രോഗി ഒരാളെ ഈ ഒരു സ്പേസിൽ നിന്ന് അനക്കാൻ പറ്റാതെ അയാൾ അവിടെ ഇരുത്തി അയാളുമായിട്ട് തൊടാൻ പോലും പറ്റാതെ ഫുഡ് മാത്രം കൊടുത്തിരുത്തിക്കൊണ്ടേയിരിക്കുന്നതിന് പകരം ആളെ തട്ടിക്കളയാം. പല കാര്യങ്ങളും നടപ്പിലാക്കാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ഇതൊക്കെ ദുർവിനിയോഗം ചെയ്യപ്പെടാം എന്നുള്ളത് വെച്ചിട്ടാണ്. ദുർവിനിയോഗം ചെയ്യപ്പെടാം എന്നുള്ള സാധനം വെച്ചിട്ട് ഒരു കാര്യം ചെയ്യാതിരിക്കുകയാണോ വേണ്ടത്, അതോ ഇത് ദുർവിനിയോഗം ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയാണോ വേണ്ടത്? അപ്പൊ അവിടെ അന്ന് ദുർവിനിയോഗം ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അത്രയും കുറഞ്ഞു. ഈ പറഞ്ഞ പോലെ ടെക്നോളജി ഡെവലപ്പായി, പല ഫോറൻസിക് മറ്റേത് മറിച്ച് എല്ലാം ഡെവലപ്പായി കഴിഞ്ഞിട്ടും പിന്നെ അവർ അതേ കാരണം വെച്ചുകൊണ്ട് ഇതിനെ തടയുന്നുണ്ടെങ്കിൽ അതിന് റീസൺ അതൊന്നും അല്ല. ഇവിടുത്തെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇതൊക്കെ തടയുന്നത്. അത് ഇവിടുത്തെ ഭക്തിയും ഇവന്മാരുടെ സെന്റിമെന്റ്സും ഇവിടുത്തെ ആ ഒരു സാധനം ഉണ്ടല്ലോ, റിലീജിയൻ എന്ന് പറയുന്ന സാധനം നിലനിൽക്കുന്നതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ വേറെ പേടിയൊന്നും ആൾക്കാർക്കില്ല. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, അവരാണ് ഇതിനെ ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്യുന്നത്. കാരണം എവിടെ വേണമെന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻസ് രാഷ്ട്രീയത്തിലടക്കം ഇടപെടാനുള്ള സ്പേസ് ഉള്ളത് കൊണ്ടാണ് ഇടപെടലുകൾ ഉണ്ടാകുന്നത്. അങ്ങനെ റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ളത് കൊണ്ടാണല്ലോ അവർ ഇടപെടുന്നത്. അതാ പറഞ്ഞത്, അത് ഉള്ളത് കൊണ്ട് ഇടപെടുന്നു എന്ന് നമുക്ക് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഉള്ളത് കൊണ്ടാണ് ഇടപെടുന്നത്. വെറുതെ എവിടെയെങ്കിലും ഒരു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇരിപ്പുണ്ടെങ്കിൽ നമ്മളെ ബാധിക്കൊന്നുമില്ല. ഇത് അവരിവിടെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ തന്നെയാണല്ലോ ഇതൊക്കെ. ഇപ്പൊ ഇവിടുത്തെ പൊളിറ്റീഷ്യൻസ് എന്ന് പറഞ്ഞാലും വേറെ ആൾക്കാരൊന്നും അല്ലല്ലോ, ഇത് നമ്മുടെ കൂടെ ഉള്ളവരാണല്ലോ. ഇത് നടക്കത്തില്ല. പ്രീസ്റ്റിന് സൂപ്പർ ഹീറോയിന്റെ ഇത് കൊടുക്കുന്നുണ്ടോ, പരിവേഷം കൊടുക്കുന്നുണ്ടോ? പ്രീസ്റ്റ് ഗോഡിനെ കണ്ടിട്ട് വരുന്നു. ഓക്കെ, അപ്പം ഗോഡിനെ കണ്ട പുരുഷൻ ആരാ? സൂപ്പർ ഹീറോ അല്ലാതെ ആരാ ആവുക? ഓക്കെ, നല്ലോണം കവടി നിരത്താൻ അറിയുന്ന ഒരു മനുഷ്യൻ, അയാൾ നമ്മളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും പറയുമ്പോൾ അയാൾ ദൈവത്തിന് താഴെ ആരാ ആവുക? ഈ ഒരു ക്വസ്റ്റ്യനാണ് എല്ലാവർക്കും. അതായത് ശുമളെ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല അയാളെ മുന്നിൽ, അയാളെ നാവെടുത്തിട്ട് ശവിച്ചാണ്ടല്ലോ എന്ന് പറയും. ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളാണ്. ഒരു മനുഷ്യൻ ഏറ്റവും പത്തറ്റിക്കായിട്ടുള്ള ഒരു വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് തോന്നുന്നത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വരുമ്പോഴാണ്. ഒരു മനുഷ്യനാണ് തുള്ളുന്നത് എന്നുള്ള ബോധം പോലും ഇല്ലാണ്ട് പൊട്ടം തെയ്യം പോയിട്ട് ഒരാളെ മരിക്കുന്നവരെ അടിക്കുന്നതൊക്കെ കാണുന്ന നാട്ടിലാണ് നമ്മളുള്ളത് അല്ലേ? അതിലേക്കൊക്കെ നിങ്ങൾക്ക് എന്തു പറയാനുള്ളത്? അതാ പറഞ്ഞത്, ഈ പറയുന്ന നമ്മുടെ നാട്ടില്, നമ്മുടെ നാട് ജാതിയിലും മതത്തിലും അധിഷ്ഠിതമായിട്ട് ജീവിക്കുന്ന മനുഷ്യരുടെ നാടാണ്. ഈ നാട്ടിൽ നിന്നുള്ള എല്ലാ സംവിധാനവും, ഗവൺമെന്റ് ആയിക്കോട്ടെ, പോലീസ് ആയിക്കോട്ടെ, ജുഡീഷ്യറി ആയിക്കോട്ടെ, ഇതെല്ലാം
നമ്മുടെ നാട്ടിലെ ഈ സിസ്റ്റത്തിന് ഈ പറയുന്ന മതത്തിലും ജാതിക്കകത്തൂടെ വരുന്ന ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിനകത്തെല്ലാം ഈ ജാതിയും മതമുണ്ട്, അതെല്ലാം ചേർന്നുള്ള ഒരു സംവിധാനമാണിത്. മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഇങ്ങനെയാണെന്നുള്ളതാണ്, നമ്മുടെ സമൂഹം ഇങ്ങനെയാണ്. അല്ലാതെ ഈ പോലീസുകാരോ പൊളിറ്റീഷ്യൻസോ ഇവരാരും വേറെ ഇവിടുന്ന് വന്നവരൊന്നും അല്ലല്ലോ, നമ്മുടെ കൂടെ ഉള്ളവർ തന്നെയാണല്ലോ. അപ്പൊ കുഴപ്പം പോലീസിന്റെയും ജുഡീഷ്യറിയുടെയും മറ്റേ ഇതിന്റെ ഒന്നും അല്ല, പ്രോബ്ലം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ പീപ്പിൾ ആർ റോങ്. മനസ്സിലാണോ? മനുഷ്യര് ആസ് എ ഗ്രൂപ്പ് നമ്മൾ കുറച്ച് മോശം മാനസിക നിലയുള്ള മനുഷ്യരാ മൊത്തത്തിൽ. ആണ് നിങ്ങൾ ചണ്ട അടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കേറുന്നു, ഓക്കെ, ഹിപ്നോസിസ് ആവുന്നു, ഹിപ്നോസിസിന്റെ വേറെ അവസ്ഥാന്തരങ്ങളൊക്കെ പോയിട്ട് ട്രാൻസ്, അത് വളരെ നല്ല രീതിയിൽ ഗാമ തീറ്റ ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോയിട്ട് നിങ്ങൾ ഇരുന്നിട്ട് തൊള്ളുന്നതിനെ, മീൻസ് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേര് കോമരം. നമ്മുടെ നാട്ടിൽ പറയുന്ന പേരാണ് കോമരം. ഒരു മെന്റൽ സ്റ്റാറ്റസ് നിന്ന് അടുത്ത മെന്റൽ സ്റ്റാറ്റസിലേക്ക് വൈബ്രേഷൻസ് മൂലം നമ്മൾ ട്രാൻസ് ചെയ്തിട്ട് അതിനെ പറയുന്ന ഒരു പേര് ഇട്ടിട്ട് വിളിച്ചിട്ട് അതിനെ ദൈവത്തിനൊരു പരിവേഷം കൊടുക്കുന്ന നാളാണ് നമ്മളത്. അപ്പൊ ശരിക്കും ഭ്രാന്തന്മാരെ സൃഷ്ടിക്കുകയല്ലേ ചെയ്യുന്നത്, സൃഷ്ടിച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്. ഭ്രാന്തന്മാരെ സൃഷ്ടിച്ചെടുക്കാണോ? അതെ, അവിടെയാണ് സിസ്റ്റത്തിന്റെ വിജയം എന്നാ ഞാൻ പറയുള്ളൂ. ഭ്രാന്തന്മാരെ സൃഷ്ടിച്ചെടുക്കുന്ന സിസ്റ്റത്തിനാണ് വിജയമുള്ളതെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെയാകുമ്പോഴേ മതം നിലനിൽക്കുള്ളൂ. മതം എപ്പോഴും അതുകൊണ്ടാണ് മന്ത്രവാദത്തിലൊക്കെ കൊലപാതകം അല്ല. ഈ സിസ്റ്റത്തിന് വേണ്ട 2 കാര്യങ്ങളിലൂടെയാണ് മതം നിലനിൽക്കുന്നത്. അറിവില്ലായ്മ, അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം മതം ഇല്ലാതാകുന്നില്ല. മതം ഇല്ലാതാകേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ചോദ്യം കൂടെ ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് മതം ഇല്ലാതാകേണ്ടത്? മതം ഇല്ലാതാകേണ്ടത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതം അല്ലെങ്കിൽ മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളിലും മതത്തിനകത്തൂടെയുള്ള പരിപാടികൾ മാത്രമേ നടക്കുള്ളൂ. മനുഷ്യൻ ആസ് എ ഗ്രൂപ്പ് ഇവോൾവ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഏറ്റവും നല്ലത് ജനാധിപത്യമാണെന്നുള്ള ബോധത്തിൽ നിൽക്കുമ്പോൾ ജനാധിപത്യം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ സമ്മതിക്കാത്ത ഒരു തടസ്സമായിട്ട് മതം നിൽക്കുകയും, അല്ലെങ്കിൽ മതം ഇതിന്റെ ഉള്ളിലെല്ലാം കയറി ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ജനാധിപത്യം എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന വ്യക്തി എന്നുള്ള രീതിയിൽ ഒരു മനുഷ്യനെ ഞാനൊരു പൗരനാണ് പറയുന്ന ഒരു പാരലൽ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെ പാരലൽ എക്സിക്യൂഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പാരലൽ ഒരു ജുഡീഷ്യറി വേറെ മറ്റു വേറെ ആരൊക്കെയോ തീരുമാനിച്ച രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ആരെങ്കിലും നിർബന്ധപൂർവ്വം എടുത്ത തീരുമാനങ്ങളുടെ ഭാഗമായിട്ടല്ലേ ഒന്നും പറഞ്ഞപ്പോഴത്തേനുണ്ടല്ലോ എനിക്കൊരു പ്രത്യേക പാർട്ടീനെ ഓർമ്മ വരുന്നു. പാർട്ടി കോൺഗ്രസ് ഒക്കെ വെച്ചിട്ട് ആ പാർട്ടിക്ക് ഒരു പ്രത്യേക നയം പാരലൽ ഗവൺമെന്റും ഒക്കെ വന്നിട്ട് അതിൽ തീരുമാനിച്ചാൽ നമ്മൾ അതൊക്കെ കേട്ടിട്ട് അത് കോമഡി. ഞങ്ങളുടെ പാർട്ടിയിൽ ഞങ്ങളുടെ കോടതി ഉണ്ട്. ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ പറയാ, ഞങ്ങളുടെ പാർട്ടിക്ക് നിലപാടുണ്ട്. അത് പാർട്ടിക്കറിയാം. പാർട്ടിയെ നടക്കൂല. അതൊന്നും വിരട്ടലും വിലവാശലും വേണ്ടോ? എനിക്ക് മനസ്സിലായോ? അതെ, ഞാനങ്ങടെ ഈ തെന്നി മാറി വഴുതി മാറി താറി ശരിയല്ല കേട്ടോ. നോക്കിക്കൊണ്ടിരിക്കുക പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇയാള് റീലാണ് ഫെബ്രുവരി 14 എന്താണ് ഇതൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അവര് വിഷയങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട ആൾക്കാർ തന്നെ വിഷയം ഇതാണ് പാരലൽ ഗവൺമെന്റ്. ഇനി വേറെ ഞാനും പറയാം. ഇപ്പൊ മെന്റൽ ഇൽനെസ് ഇല്ലേ, മെന്റലി ഇല്ലായിട്ടുള്ള ഒരാളുടെ കോടതി, പോലീസ്, ഇവര് പോലും നമ്മുടെ നിയമത്തിനകത്തൊരു പ്രശ്നമുണ്ട്. അവൻ എന്തെങ്കിലും ക്രൈം ചെയ്താലും അതിനൊരു വേറെ രീതിയിലോട്ട് മാറും. ക്രൈം എന്നല്ല പറയണ്ട, ഇപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ കേസ് മാറി എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തെങ്കിലും പറഞ്ഞാലും അവരെടുക്കത്തില്ല. ഈ സർട്ടിഫിക്കറ്റ് ഉള്ളവൻ വന്നിട്ട് ഒരാൾ തല്ലിയെന്ന് പറഞ്ഞാലും ഇവർ വിശ്വസിക്കത്തില്ല. അതിന് വേറെ എവിഡൻസ് വേണം. ഒന്നെങ്കിൽ ആരെങ്കിലും കണ്ടിരിക്കണം, അല്ലെങ്കിൽ വല്ല ക്യാമറയെ പതിയണം, അല്ലാതെ ഇയാൾ വന്ന് പറയുന്നത് എടുക്കത്തില്ല. പക്ഷേ നമ്മൾ പറഞ്ഞാൽ എടുക്കും. നോർമൽ ആണെന്ന് പറഞ്ഞ ആൾ പറഞ്ഞാൽ ഇതൊക്കെ എടുക്കും. മനസ്സിലായി? പെണ്ണ് പറഞ്ഞാൽ കൂടുതൽ എടുക്കും, പറഞ്ഞാൽ മതി, അപ്പോൾ തന്നെ ആക്ഷൻ വരും. ഇവർ പറഞ്ഞാൽ എടുക്കാൻ പാടാം. അവരെ വേണേൽ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യാം. ഇവര് അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് മെന്റൽ ഇൽനെസ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ പേടി വരുന്നത്. കാരണം ഇവിടെ ഈ സിസ്റ്റത്തിനകത്ത് ഇവിടുത്തെ ഒരു സെറ്റപ്പ്, സിസ്റ്റം എന്നല്ല പറയണ്ടേ, ഇവിടുത്തെ ഒരു സെറ്റപ്പിൽ ഈ പറഞ്ഞ മനുഷ്യന് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണവും കുറവാണ്. ഇയാളെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, ഇയാളെ ഉപദ്രവിക്കാനും ഊമ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഇച്ചിരി കുഴപ്പമുള്ള ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് ഇവിടെ ഉള്ളവർ. കാശ് പറ്റിക്കും, കൂടെ നടന്നിട്ട് പെണ്ണുങ്ങളാണെങ്കിൽ അതുങ്ങളെയും കൊണ്ടുപോയി
കറക്കിക്കൊണ്ട് പോയിട്ട് നല്ലപോലെ ഉപയോഗിച്ചിട്ട് കളയും. അത് നമുക്കൊക്കെ ഒത്തിരി പേരറിയാം. ഞങ്ങളൊക്കെ നാട്ടിൽ ചെറിയൊരു പിരിയുള്ളൊരു പെങ്കുച്ചുണ്ടാകുന്നത്. അതിനെ ആരൊക്കെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നതെന്ന് അതിന് പോലും അറിയത്തില്ല. പണ്ടൊരു വട്ട് രമണി ഉണ്ടാകുന്നു, കാണാൻ ഭയങ്കര സുന്ദരി. അവർക്ക് എങ്ങനെയോ വട്ടായി പോയതാ, ഭയങ്കര സുന്ദരി. അവര് ഇങ്ങനെ റോഡിൽ കൂടെ നടക്കുന്ന പിന്നെ കൊണ്ട് വഴിയെ പോകുന്നവർക്ക് ഇങ്ങനെ വരുമല്ലോ, ഇങ്ങനെയൊക്കെ വരും. ആദ്യമൊക്കെ ഇവരെ കാണാനും രസമാണ് ഇറങ്ങി ഓടിയ സമയത്ത്. അവരെ അവിടെ ഉള്ള പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം, പരസ്യമായ രഹസ്യമാണ്. പിന്നെ അതുപോലെ തന്നെ വേറൊരു കൊച്ചിനെ എനിക്ക് ഓർമ്മയുണ്ട്. ആ കൊച്ചിനും ഇച്ചിരി പ്രശ്നമാണ്, അതിനെ ഇതുപോലെ തന്നെ കൊണ്ടു നടക്കുക. അങ്ങനെ സംഭവിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോ ഈ സൊസൈറ്റി മൊത്തത്തിൽ പ്രശ്നം. ഇവര് അംഗീകരിക്കത്തില്ല. പിന്നെ വേറെ കാര്യമുണ്ട്, എന്നാ പോട്ടെ, ഇവര് എന്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, ഹണി റോസിന് മാനസികമായി ബുദ്ധിമുട്ടുണ്ട്, ആത്മഹത്യയുടെ വക്കിലാണ് കുടുംബം എന്ന് പറഞ്ഞപ്പോ പോലും ബോച്ചെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. കോടതി അവിടെ നിന്ന് ഭയങ്കര നിയമം പാസ്സാക്കുക. ഏത് സ്ത്രീയെ പറ്റി വർണ്ണിക്കരുത്, സ്ത്രീയെ പറ്റി കൂടുതൽ വർണ്ണിച്ച പ്രശ്നമാണ് എന്നെല്ലാം പറഞ്ഞ് ദിവസവും ഓരോന്ന് എഴുതി വിട്ടിട്ട് ഇത്രയും സിവിയർ ആയിട്ടുള്ളൊരു സാധനം കേട്ടിട്ട് അവർ മിണ്ടിയില്ലോ ഒന്നും. പോട്ടെ, അവർക്കൊരു സപ്പോർട്ട് പോലും കൊടുത്തില്ല. അത്രയും പോലീസും കൊടുക്കുന്നില്ല, കോടതിയും കൊടുക്കുന്നില്ല. പ്രവണത ശരിക്കും ശിക്ഷാർഹമാണ്. പ്രവണത എങ്ങനെ ശിക്ഷാർഹമാകുന്നത്? അയാളെ നിർബന്ധിച്ചിട്ടല്ലേ? അയാൾ പറഞ്ഞത് എക്സ്റ്റേണൽ പ്രഷേഴ്സ്, ഇവിടുത്തെ സൊസൈറ്റൽ പ്രഷർ കാരണം അയാൾ പറയുന്നതെന്നാ പറയുന്നത്. അല്ലല്ല, നിയമമാണെങ്കിൽ എന്താ? അവര് ഈ പറഞ്ഞ പോലത്തെ ഒരു സാധനം പുതിയതല്ലേ? താൻ എന്താ കേട്ടെ? സ്ത്രീയുടെ ശരീരം അമിതമായിട്ട് വർണ്ണിക്കരുതെന്ന് പറയുന്ന സാധനം താൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതേപോലെ സംഭവം തന്നെ ഇതും. അവര് കുടുംബത്തോട് ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് 3-4 പേരുണ്ട്. അവര് മരിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോ പോലും അല്ല, അപ്പം കേസ് എടുക്കുക ശരിക്കും വേണ്ടത്, സ്വമേധയാ കേസ് വരിക വേണ്ടത്. കേസ് എടുക്കുക, അവര് സൈക്യാട്രിക് ട്രീറ്റ്മെന്റ്, കൗൺസിലിംഗ് പറ്റത്തില്ല, സൂയിസൈഡ് ഒരു ഇതിലേക്ക് എത്തിയെന്നാ പറയുന്നത്. കുടുംബത്തോടെ സൂയിസൈഡിന്റെ വക്കിലാണെന്നാ പറയുന്നത്. വക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ സൂയിസൈഡ് തോട്ടല്ല, സൈക്കോളജിസ്റ്റ് വരെ സൈക്യാട്രിക് ട്രീറ്റ്മെന്റ് പോലും കൊടുത്തില്ല. എന്നിട്ട് അപ്പുറത്തിരുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ സിസ്റ്റത്തിൽ വേറൊരു കാര്യമുണ്ട്, സ്വമേധയാ കേസ് എടുക്കുന്നു, കേസ് കോടതിയിൽ സ്വമേധയാ എടുത്തു എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ വരണേ. ആ സിറ്റുവേഷൻ എത്തിയില്ലെങ്കിൽ കംപ്ലൈന്റ് ഉണ്ടെങ്കിലേ ഉള്ളത് മുന്നോട്ട് പോവുക. അപ്പൊ ആരെങ്കിലും നിങ്ങളൊക്കെ പൗരന്മാരാണെന്ന് അവര് കംപ്ലൈന്റ് ചെയ്യണ്ട. നിങ്ങൾക്ക് തോന്നിയില്ലേ? നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാലോ ഇങ്ങനെ ഒരു സാധനം. കംപ്ലൈന്റ് ചെയ്യുന്നത് അല്ലാതെ തന്നെ കോടതി അവിടെ നിന്ന് ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, വർണ്ണിക്കരുതെന്ന്. അങ്ങനെയല്ല, കോടതി കംപ്ലൈന്റ് വന്നു, പെറ്റീഷൻ വന്നു, ആ കേസ് ആ കേസ് തന്നെയാണ് ആ കേസ് തന്നെയാണ് അത് പറയുന്നത്. കോടതിക്ക് മറ്റേത് മനസ്സിലാവുന്നുണ്ട്, ഇത് മനസ്സിലാവത്തില്ല. അത് മനസ്സിലായി, ഇത് അങ്ങനെ പറയാൻ പാടില്ല. ഹണി റോസ് തന്നെയാ പറഞ്ഞത്. ഹണി റോസ് പരാതിയിലാണത് നടപടി ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞത്. അതിനുശേഷം ഹണി റോസ് പിന്നീട് ഈ കോടതി പരാമർശങ്ങളൊക്കെ നടത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ ഹണി റോസിന്റെ പരാതിയിൽ ഹണി റോസിന് അനുകൂലമായിട്ട് കോടതി പല പരാമർശങ്ങളും നടത്തിയതിനു ശേഷം ഹണി റോസിനെ പിന്നെയും ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് അവരെ ബാഷ് ചെയ്ത് ഏറ്റവും മോശമാക്കി വീണ്ടും ചിത്രീകരിച്ചതിന്റെ ഭാഗമായിട്ട് അവര് ആത്മഹത്യയുടെ വക്കിലാണ് നിൽക്കുന്നത് കുടുംബത്തോടെ. അതിനകത്ത് രാഹുൽ ഈശ്വരനെ പരാതി പറഞ്ഞപ്പോഴാണ് അവര് പറഞ്ഞത്. അതെ, അപ്പോഴും രാഹുൽ ഈശ്വരനെ കൊല്ലാൻ ചെല്ലും, ബോച്ചയെ കൊല്ലാൻ ചെല്ലും, പിന്നെ ഈ പറഞ്ഞ രീതി പറയരുതെന്ന് പറയും. പക്ഷെ ഇത് നോക്കുന്നില്ല. ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാ, ഒരു നാണക്കേടല്ലേ ഇത്, 4 പേരുടെ ജീവൻ പോകാൻ പോകുന്ന കാര്യം. അഡ്രസ് ചെയ്യണമെങ്കിൽ കംപ്ലൈന്റ് കിട്ടിയേ തീരുള്ളൂ. അതെങ്ങനെ കംപ്ലൈന്റ് ചെയ്യും? സൈക്കാട്രിക് പ്രോബ്ലം അല്ലേ? ലീഗൽ സിസ്റ്റം അതാണ്, പ്രൊസീജിയർ അതാണ്. പ്രൊസീജിയർ അതാണ്. കംപ്ലൈന്റ് കിട്ടിയിട്ട് പരാതി വന്ന് ആ പെറ്റീഷൻ വന്ന് പെറ്റീഷനിലുള്ള ആർഗ്യുമെന്റ്സ് തുടങ്ങി അതിൽ വിശദീകരിക്കേണ്ട അവിടെ പറ്റത്തില്ല. അതെങ്ങനെ പറ്റും? പുലി ഇറങ്ങിയപ്പോ ആളെ തിന്നുന്ന പുലി ഇറങ്ങിയപ്പോ മറ്റേ മീറ്റിംഗ് വിളിച്ചിട്ട് ഇവരെല്ലാരും കൂടി ചർച്ച ചെയ്തിട്ട് അതിനുശേഷം മറ്റേ പരിപാടി നടത്തുമെന്ന് പറഞ്ഞ പോലത്തെ ഒരു സാധനമാണ്. ഈ പ്രൊസീജിയേഴ്സ് എല്ലാം നമുക്ക് ചില രീതികളൊക്കെ ഉണ്ടാവുമായിരിക്കും. ഈ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, അല്ലാതെ 25 വർഷം മുമ്പുള്ള രീതി അല്ലല്ലോ ഇപ്പോൾ എന്ന് പറഞ്ഞ പോലെ. അതെ, അത് നമുക്ക് ഇങ്ങനെ എന്താ നമ്മളിപ്പം ഇരുന്ന് ചർച്ച ചെയ്യുന്നത് ഈ പോളിസീസ് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ പറ്റും. അതായത് ഇങ്ങനെയൊരു ആത്മഹത്യ പ്രവണതയുള്ള ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പെറ്റീഷൻസ് ഇല്ലെങ്കിലും അധികാരികൾ മുന്നോട്ട് വന്നിട്ട് തന്നെ അതിന്റെ കാര്യങ്ങൾ ചെയ്തിട്ട് പോകണം. അതെ, പക്ഷെ പ്രശ്നം ഇടാതല്ല,
സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഒരു പെറ്റീഷൻ കൊടുക്കാൻ പറ്റത്തില്ല. അവരൊരു സൂയിസൈഡ് ചെയ്യുന്ന ആൾക്കാരോട് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, അത് നോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കംപ്ലൈന്റ്. ഓക്കെ, ഇവിടെ അപ്പൊ അങ്ങനെ സെല്ലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അവരെന്ത് ആക്ഷൻ എടുക്കാൻ? അവരെന്തുകൊണ്ട് സ്വമേധയെ വിളിച്ചില്ല റോസിനെ? അത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയുള്ളൂ. അങ്ങനെയുള്ള കമ്മീഷൻസ് പിരിച്ചുവിടേണ്ട, അത്യാവശ്യമായിട്ട് പിരിച്ചുവിടേണ്ട, സമയം അതിക്രമിച്ചു. വിളിക്കണം, എവിടെയും കേട്ടോന്ന് അവർ ഇടപെടും. ഇവര് മറ്റേ സാറുമാരും മാഡന്മാരും ഒക്കെ ആണല്ലോ, ഇവരവിടെ അങ്ങനെ ഇരിക്കുമോ? പക്ഷെ ഈ സാധനം കേസ് നടക്കുന്നിടത്ത് കോടതി അടക്കമുള്ള സ്ഥലത്ത് അറിഞ്ഞ കാര്യമാണ്. അവിടുന്ന് ആരും അനങ്ങിയിട്ടില്ല. അവര് എന്നാ പിന്നെ അവിടുന്ന് അടുത്തടുത്തോട്ട് ഈ പറഞ്ഞ കമ്മീഷനെ ആരാ വഴക്ക് പറയണ്ടേ? ഇപ്പൊ ആരെയാണ്? ഈ നാട്ടുകാരെ മൊത്തം പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ അത് പറയരുത്, ഇത് പറയരുത്, ബോച്ച് അങ്ങനെ ചെയ്യാൻ, ഇതെല്ലാം നമ്മൾ പറയുന്നത്. പക്ഷെ അവർ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ളത് ലൈഫ് ത്രെറ്റനിങ് ആയിട്ട് ഈ പറഞ്ഞ ഒരു കുടുംബത്തിനെ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അല്ലാതെ അവരെ കളിയാക്കിയെന്നോ ഈ പറഞ്ഞൊന്നും വലിയ സിവിയറിറ്റി ഉള്ള കേസൊന്നും അല്ല. അത് കോടതി കാണാതെ പോകുന്നത്. അതാണ് സിവിയറിറ്റി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പരാതി കൊണ്ടുവന്നിട്ട് പരാതിയിൽ മാനസികമായി പീഡിപ്പിച്ചു, അല്ലെങ്കിൽ ശാരീരികമായിട്ട് എന്ന് പറയുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട്സ് വരുന്നുണ്ട്. മാനസികമായിട്ട് എന്ന് പറയുമ്പോൾ ഒരു സൈക്കോളജിസ്റ്റോ ഒന്നുമില്ല പോലീസ് സ്റ്റേഷനിലടക്കം. നേരെ മെഡിക്കൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് നേരെ കൊണ്ടുവന്ന ഹോസ്പിറ്റലിൽ നേരെ MBBS ഡോക്ടറെ അടുത്തോട്ടാ കൊണ്ടുവന്ന്. അവിടെയും റിപ്പോർട്ട്സ് ഒരു സൈക്കാട്രിക് ലെവലിൽ റിപ്പോർട്ട്സ് വരുന്നില്ല, കൗൺസിലിംഗ് ലെവലിൽ വരുന്നില്ല. ബബില് നാളെ ഒരു ജഡ്ജാവാൻ പോകുന്ന ആളാ. ബബിലിയുടെ മുന്നിൽ ഇങ്ങനെ വന്നാൽ ബബില് എന്ത് ചെയ്യും? ഞാൻ പ്രൊസീജിയേഴ്സ് മീൻസ് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ജഡ്ജിന് ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? ഞാൻ എന്ത് ജഡ്ജ്മെന്റ് ഇറക്കിയാലും അത് വേർഡിക്റ്റാണ് നാളത്തെ. ഈ ജഡ്ജ്മെന്റ് വെച്ചിട്ട് എൻ്റെ കോടതിയിലോ അല്ലെങ്കിൽ എൻ്റെ കോടതിൻ്റെ താഴത്തുള്ള ഏത് കോടതിയിലോ ഈ ജഡ്ജ്മെന്റ് എടുത്തിട്ട് അവർക്ക് പോകാൻ പറ്റും ഇന്നത്തെ ദിവസം. ഇങ്ങനെയാണല്ലോ വേർഡിക്റ്റ് എന്ന് പറയുന്നത്. അപ്പം എനിക്ക് ആ ഒരു സ്വാതന്ത്ര്യം തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഞാൻ ഇറക്കാൻ നോക്കും. പിന്നെ കാര്യം ഞാൻ പറയാം, അതാണ് കുടുംബവും ആത്മഹത്യന്റെ വാക്കിലല്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഹാൻഡ്രോസ് എന്ന് പറഞ്ഞൊരു പെണ്ണിറങ്ങിയിട്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പറയുക വെറുതെ. അതായത് അവരൊരു ബോൾഡായിട്ടുള്ള സ്ത്രീയാണെന്ന് വിശ്വസിച്ച് കുറേ സ്ത്രീകൾ ഇവിടെ കാണുക. അവർ വെറുതെ അങ്ങ് പറഞ്ഞാന്ന് വിചാരിക്കുക. അത് എത്രയോ പേർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് ആത്മഹത്യ ചെയ്യാനാണ് തോന്നുന്നത്. ഞാനും എൻ്റെ കുടുംബം ആത്മഹത്യ ചെയ്യുന്ന വക്കിലാണ് എന്ന് പറയുന്ന സെന്റിമെന്റ്സ് ഇടുക. എന്നിട്ട് അത് കേട്ടിട്ട് നമ്മുടെ ഈ സൊസൈറ്റി മുഴുവൻ ഈ സാധനം വാച്ച് ചെയ്യുക. അത് ആരും ശ്രദ്ധിച്ചില്ലെങ്കിലും ഈ ആത്മഹത്യ ടെൻഡൻസി ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കും. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ അത് വാർത്തയാക്കാനും പാടില്ല മീഡിയാസ് ഉടനെ അതെടുത്തിട്ട് അങ്ങ് അടിച്ചു വിട്ടു. രാഹുൽ ഈശ്വരനെത്തിട്ട് രാഹുൽ ഈശ്വരനോട് താല്പര്യമുള്ള ഒരാളൊന്നും അല്ല ഞാൻ. പക്ഷെ എങ്കിൽ പോലും രാഹുൽ ഈശ്വരനെ ഇരയാക്കിക്കൊണ്ട് ഇതുപോലെ സാധനം അടിച്ചിട്ട് രാഹുൽ ഈശ്വരനെ ആക്രമിക്കാൻ ഒരു സാധനമായിട്ട് ഉപയോഗിക്കുന്നത് ശരിയല്ല. അങ്ങനെയാണ് ആ രീതി ശരിയല്ല. അത് മീഡിയ ചെയ്തത് ശരിയായില്ല. അയാൾക്കെതിരെ ഈ സാധനം വിട്ടിട്ട് അവരെ കൊല്ലാൻ നിൽക്കുന്ന ഒരാളെ പോലെ ആക്കിയെടുക്കുക. ഇതെന്തിനാ വാർത്തയാക്കുന്നത്? അങ്ങനെ ഉണ്ടല്ലോ. അവിടെ വാർത്തയല്ല ആക്കണ്ടേ. ആ കൊച്ചു ചെറുക്കിനടുത്ത് പ്രിൻസിപ്പളിന്റെ ഓഫീസിൽ നിന്ന് തല്ലും വെട്ടും കൊല്ലും എന്നൊക്കെ ഉണ്ടോ? കൊച്ചു പിള്ളേരാ, അതുങ്ങൾ പലതും പറഞ്ഞിരിക്കും. അത് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നു, വാർത്തകൾ അത് വാർത്ത വിടുന്നു. കൊച്ചിനെ പറ്റി വാർത്ത എന്തിനാ ചെയ്യുന്നത് ഇവര്? എന്നിട്ട് പറയാ അവര് മുഖം ബ്ലർ ചെയ്തെന്ന്. എന്തിനാ അങ്ങനെ ചെയ്യുന്നത്? ഇമാര് എന്തിനാ ഇവിടെ ഈ മീഡിയ കാണിക്കുന്നത്? ഇവര് കാണിക്കുന്ന ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് ഇപ്പൊ ഈ അധ്യാപകന്റെ കാര്യമാലോചിക്കുക. ഇത് ഈ വിഷയം കൈകാര്യം ചെയ്ത അധ്യാപകൻ വളരെ പ്രോഗ്രറ്റീവ് ആയിട്ട് ആ കുട്ടിയോട് സംസാരിച്ചിട്ടും ഇടപെട്ടിട്ടും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ എത്തിയത്. ഒരു കൊച്ചിനോട് നമ്മൾ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഇടപെടണം എന്നുള്ള ബോധം ഇല്ലാത്ത ഒരു സമൂഹത്തിനകത്ത് ഒരു കുട്ടിയെ നമ്മളിങ്ങനെ ഭയങ്കര കുട്ടിയായിട്ട് അങ്ങ് ഡീൽ ചെയ്യും. അത് കേട്ടല്ലേ? അപ്പൊ ഈ ഇങ്ങനെ വെറുതെ പിള്ളേരെ ഇങ്ങനെ ഭയങ്കര പേരെന്തോ പോലെ ട്രീറ്റ് ചെയ്യുന്നത്. പിള്ളേരോട് വളരെ എങ്ങനെയാണോ നമ്മൾ മനുഷ്യരോട് ഇടപെടുന്നവരെ ഇങ്ങനെ ഇടപെട്ടാൽ മതി. അവർക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. നമ്മള് ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. ഇവരിങ്ങനെ മറ്റേ ക്ലീൻ സ്ലേറ്റ് പോലെയാണല്ലോ വരുന്നത്. ഇവരുടെ തലച്ചോറ് ഭയങ്കര, അതുകൊണ്ടാണ് ഇവർക്ക് നിറയെ ചോദ്യങ്ങളുണ്ടല്ലോ. അതെന്താ അങ്ങനെ, ഇതെന്താ എങ്ങനെ, അങ്ങനെയാണോ, അപ്പൊ എങ്ങനെ ഉണ്ടായി, ഇതെങ്ങനെയുണ്ടായി. ഈ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേരെ ചോദ്യങ്ങൾ നിർത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പരിപാടി. അത് സ്കൂളിൽ ചോദിക്കാൻ പറ്റില്ല, വീട്ടിൽ ചോദിക്കാൻ പറ്റില്ല, ഈ പബ്ലിക്കിൽ വേറെ എവിടെയും ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റില്ല. ചോദ്യങ്ങൾ ചോദിക്കാതാക്കി ഒരു പ്രത്യേക രീതിയിൽ പിള്ളേരെ ആക്കി കൊണ്ടുവന്നിട്ട് അവരെങ്ങനെയാണ് ഇറക്കി വിടും.
മറ്റേ ടൈപ്പ് കോഴിയില്ലേ, അത് ആ കോഴികളെ വിടുന്ന പോലെ ഇറക്കിയാണ്ട് വിടും. അപ്പോൾ ഇവരിങ്ങനെ പൊതുസമൂഹത്തിൽ ഇറങ്ങിയിട്ട് ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇങ്ങനെ ലൈനിൽ പോയി നിൽക്കും. അല്ലാതെയാണ് പിള്ളേർ വളർന്നു വരുന്നതെങ്കിലേ ബോധത്തോടു കൂടിയും ചോദ്യം ചോദിക്കാനുള്ള ബോധത്തോടു കൂടിയാണ് വളർന്നു വരുന്നതെങ്കിൽ അവർ ചോദ്യങ്ങൾ ചോദിക്കും. എന്തിന്, എന്തുകൊണ്ടാ അങ്ങനെ, അതെന്താ അങ്ങനെ അല്ല. നമ്മൾ WH ക്വസ്റ്റ്യൻസ് ചോദിക്കാതെ വളരൂല എന്ന് പറഞ്ഞിട്ട് നമ്മള് WH ക്വസ്റ്റ്യൻസ് ചോദിച്ചോ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരണം അല്ലേ? അതെ. അപ്പൊ ആ കുട്ടിയുടെ ഫോൺ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്, പരാതിയാണ്. ഫോൺ ഉണ്ടായിരുന്നു, ഫോൺ അവൻ്റെ കയ്യിലായിരുന്നു. ഫോണൊക്കെ ചിലപ്പോൾ പിള്ളേര് സ്കൂളിൽ കൊണ്ടുവരുന്നേ. ഈ കാലഘട്ടത്തില് ഫോണൊക്കെ ഭയങ്കര എല്ലാരും. അതെ, പണ്ട് നമ്മളെ സ്കൂൾ കാലഘട്ടത്തില് ഗൾഫിൽ നിന്ന് വരുമ്പോ മാറ്റിയിടുന്ന പെൻസിൽ ഉണ്ടായിരുന്നു അല്ലേ? അത് ഒഫൻസീവ് ആയിട്ടാ കണ്ടുകൊണ്ടിരുന്നിരുന്ന പണ്ട്. ബോക്സ്, ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇതേപോലത്തെ ഒക്കെ കൊണ്ടുവന്നിട്ട് ടീച്ചർ ആദ്യം വാൺ ചെയ്യും. വാനിയായാലും ഗൾഫിൽ നിന്നൊന്നും ഉള്ളത് കുട്ടികൾക്ക് കൊടുത്തുവിടായിരുന്നു വേണ്ടിട്ട്. അപ്പൊ ഇന്നിപ്പോ ഫോണാണിത്. അപ്പൊ ഫോൺ എന്ന മറ്റൊരു തരത്തിലും വളരെ അത്യാവശ്യമുള്ള സാധനമാണ്, കുട്ടികൾക്ക് ആവശ്യമുള്ള സാധനമാണ്. കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോൺ എന്ന് പറഞ്ഞാൽ ഈ ഇന്റർനെറ്റ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അത് എത്ര പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻസ് ലഭിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. എല്ലാ പിള്ളേരും പുസ്തകങ്ങൾ മാറ്റി വെച്ചിട്ട് പിള്ളേരിൽ ഫോണും ഈ പറയുന്ന ഇത്തരം ഇന്റർനെറ്റ് അവൈലബിൾ ആകുന്ന ഡിവൈസസ് ആണ് കൊടുക്കേണ്ടത് ശരിക്കും. മനസ്സിലാവോ? ഇനി അതിനകത്ത് ഏതെങ്കിലുമൊക്കെ ഏരിയകൾ ഇവർക്ക് അലൗ ചെയ്യാൻ പറ്റാത്ത ഏരിയകൾ ഉണ്ടെങ്കിൽ അതൊക്കെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്ത് തന്നെ ഉണ്ട്. അതങ്ങനെ ചെയ്യാവുന്നുള്ളൂ. അതൊന്നും ചെയ്യാതെ ഇതുവരെ ചെയ്തിട്ടില്ല ഇവിടെ ആരും. മനസ്സിലാവോ? ഇപ്പൊ ഒരു യൂട്യൂബില് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ പിള്ളേര് കാണുന്നല്ലേ. പിള്ളേര് കാണരുത്, അത് കാണാതിരിക്കാനുള്ള ഉത്തരവാദിത്തം കൊച്ചിനുണ്ടാക്കി വിട്ടവനെ തന്തയ്ക്കും തള്ളക്കും ഉള്ളത്. അവരത് ചെയ്യില്ല. അതിനുള്ള എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന ഡിവൈസിനകത്തുണ്ട്. ഇനി അതല്ല ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാൻ പാടില്ല. ഗൂഗിളിനകത്ത് കുട്ടികൾക്ക് ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ വരേണ്ടോ, കുട്ടികൾക്ക് വേണ്ടി ആ മോഡിലോട്ട് ആക്കി വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ് ലോക്ക് ഉണ്ട്, ഇതൊക്കെ ഉണ്ട്. ഇതൊന്നും ചെയ്യാതെ ഫോൺ കൊച്ചു സ്കൂളിൽ കൊണ്ടുവന്നുള്ള കുട്ടി ഏതാ ക്രൈം. മനസ്സിലാവണ്ടോ? അപ്പൊ ആ ക്രൈമിനെ തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ അവൻ റിബല്യസ് ആകും ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ മിടുക്കനാന്ന് അർത്ഥം. എനിക്ക് ആ കൊച്ചറിനെ ഇഷ്ടപ്പെട്ടു, അവൻ കൊള്ളാം. അവൻ അവിടെ പ്രതികരണ ശേഷി ഉണ്ട് അവന്. ഈ പ്രതികരണ അത് അവിടെയാണ് ആ പ്രശ്നം. അത് ആ പ്രായത്തിന്റെ പ്രശ്നമാണ്. അവനത് എന്ത് പറയാൻ പാടില്ല എന്ന് മനസ്സിലാക്കി പറയാനുള്ള മാനസിക നിലയിലും അല്ല നിൽക്കുന്നത്. അവനെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്, അവനെ മാനസികമായിട്ട് സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. അവനെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കി അവനെ കൊണ്ട് അത് പറയിപ്പിച്ച് അത് വീഡിയോ എടുത്ത് അത് പ്രചരിപ്പിച്ച അധ്യാപകരും ഈ സ്റ്റാഫുകളുമാണ് അവിടെ ഉള്ളത്. അതും ഈ സമൂഹത്തിനകത്തുള്ളത് തന്നെയാണ്. ഇവിടെ ഇങ്ങനെയൊക്കെ പരിപാടി നടക്കുന്നത്. വളരെ മോശം ചുറ്റുപാടിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ത്യയിൽ ജീവിക്കുന്നത്. കേരളത്തിൽ പ്രത്യേകിച്ച് തള്ളിവിടാൻ മാത്രമേ അവർക്ക് അറിയാൻ പാടുള്ളൂ. കേരളം പൊളിയാണ്. മാനസികമായിട്ട് സൊസൈറ്റിയാണ് നമ്മളെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരുന്നത്. മാനസിക വീഴ്ചയുള്ളതും മാനസിക തകരാറുള്ളതും മാനസികമായിട്ട് ഇല്ലസ് ഉള്ളതും നല്ലതുള്ളതും ഒക്കെ സൊസൈറ്റിയുടെ. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാ. പുള്ളി ഒരു സാറിനെ സ്കൂളിൽ വിറ്റു കൊടുത്തിട്ട് ഓടിച്ചിടിക്കാൻ. എടോ എന്റെ കൂട്ടുകാരനല്ല നമ്മൾ കഴിഞ്ഞ ദിവസം പോയത്. അവൻ ഇഷ്ടിക വെച്ച് ഒറ്റയേറ്. എന്റെ ഒരു കൂട്ടുകാരനാണ്. അവൻ സാറിനെ തല്ലി കഴിഞ്ഞ് ഇഷ്ടിക വെച്ച് എറിഞ്ഞില്ല. അതാ വിറ്റ് വിട്ടിട്ട് ഇവൻ എന്തോ പറഞ്ഞ സാർമാർ സിറ്റുവേഷൻ കേട്ടോട്ടാ. ഇവൻ എന്റെ ക്ലോസ് ഫ്രണ്ട്, എന്റെ വളരെ അടുത്ത സുഹൃത്താണ് സ്കൂൾ മുതലേ. അപ്പൊ ഇവൻ സ്കൂളിൽ എന്തോ സംസാരിച്ചത് ഒരു ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അത് തർക്കമായി. ഇവനുമായിട്ട് എന്തോ തർക്കത്തിലായി അത് ടീച്ചറായിട്ട്. അപ്പോൾ ടീച്ചർ എങ്ങാണ് ഈ മറ്റേതൊക്കെ പഠിച്ചിട്ട് നേരെ ടീച്ചറാവുമല്ലോ, നേരെ വന്നിട്ട് മറ്റേ B.Ed കഴിഞ്ഞിട്ട് നേരെ ഓടി വന്ന് ടീച്ചറാവും. അപ്പോൾ ഇവർ ഓൾമോസ്റ്റ് പിള്ളേർ തന്നെയാണ്. മനസ്സിലുണ്ടോ? അങ്ങനെ ഒരു ഭയങ്കര ടീച്ചറായിട്ടൊന്നുമില്ല. അങ്ങനെ കുട്ടികളെ ടീനേജേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ബോധമൊന്നും ഇവർക്കുണ്ടാവില്ല. ടീച്ചർ ഇത് ഭയങ്കര പ്രശ്നമാക്കി. ഇവൻ്റെ സംസാരം ശരിയല്ല മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചർ പ്രശ്നത്തിലാക്കിയത്. അപ്പം എന്ത് ചെയ്തു? ഇവനോട് ക്ഷമ പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ക്ഷമ ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ക്ഷമ പറഞ്ഞേ പറ്റുള്ളൂ. അപ്പോൾ പറ്റില്ല എന്ന് പറയണം. അപ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പറഞ്ഞു ക്ഷമയോട് പറഞ്ഞു തരും, അത് തീരുമെങ്കിൽ തീരട്ടെ, ഇപ്പം പ്രശ്നമാക്കണ്ട, വിട്ടുകളാ എന്ന് പറയണം. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഈ അളിയൻ സ്റ്റാഫ് റൂമിലോട്ട് ചെല്ലുകയാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ക്ഷമ വെറുതെ പറഞ്ഞാൽ പോരാ, ഈ മൈക്ക് ഓൺ ചെയ്ത് തരും, അതിൽ പറയണം, കുട്ടികളൊക്കെ കേൾക്കണം. എന്ത് ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു പരിപാടിയാണ്. ഒരു കൊച്ചിനെ എത്ര വയസ്സ്,
14-15 വയസ്സുള്ളൂ. ഒരു 15 വയസ്സുള്ള കൊച്ചിനെ എന്താണോ ഒന്നുമില്ല. 15 വയസ്സുള്ള കൊച്ചിനെ പിടിച്ചു നിർത്തിയിട്ട് ഈ പരിപാടി അവർ അവതരിപ്പിക്കുന്നത് മനസ്സിലാവുണ്ടോ? എല്ലാവരും കേക്ക് ഇന്ന ആളാണ്, ഇന്ന ക്ലാസ്സിലുള്ള ഇന്ന ആളാണെന്ന് പേരെടുത്ത് പറഞ്ഞിട്ട് ഇന്ന ആള് ഇന്ന കാര്യങ്ങൾ പറയാൻ പോവുകയാണ്, ടീച്ചറിനോട് ക്ഷമ പറയാൻ പോവുക, മൈക്കിൽ പറയണമെന്ന് പറഞ്ഞപ്പോൾ അവനിങ്ങനെ വെയിറ്റ് ചെയ്യണം. അപ്പോഴും അവനെന്താ ആലോചിക്കണമെന്ന് പറയാം, പറഞ്ഞാൽ തീരുമെങ്കിൽ തീരട്ടെ എന്നുള്ള സീനിലെ വരുന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ടീച്ചർ പറയുന്നെങ്കിൽ പറയണം, പോയിട്ട് വേറെ പണിയുണ്ടെന്ന് പറയാണ്. ആ മൈക്ക് വെച്ച് ഒരു ഒറ്റ ഏറപ്പം തന്നെ പിന്നെ അങ്ങോട്ട് നടന്നതാണ് രംഗം. അപ്പോൾ ഇവൻ ആരാണ്ടൊക്കെ പിടിക്കാൻ വരുന്നു. അപ്പോൾ ഇവൻ അവരെ തള്ളി മാറ്റിയിട്ട് ഇവൻ അങ്ങനെ പുറത്തോട്ട് ഓടുന്നു. അപ്പോൾ അവിടെ ഈ സ്കൂളിൻ്റെ നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് ഇഷ്ടിക ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവനിങ്ങനെ ആരോ പിടിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇവന് ഇഷ്ടിക എടുത്തപ്പോൾ ഈ സാറങ്ങ് മാറി. അപ്പോൾ സാറ് പറയാണ് എറിയടാ എറി എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ ഓങ്ങി നിൽക്കുക കേട്ടോ. ഓങ്ങി വന്നിട്ട് പുള്ളി അത് അപ്പുറത്തേക്ക് ഇറങ്ങിട്ട് ആയിടെ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഓടി വീട്ടിൽ പോയി. ഇവർ ചെയ്ത അവിടെ തീർന്നില്ല. ഇവർക്ക് ഗ്രഡ്ജ് ഉണ്ട്. ഇവരെന്ത് ചെയ്തെന്ന് പറയാമോ? ഈ സ്കൂളുകാർ ചെയ്തത് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ പെട്ടെന്നൊരു അസംബ്ലി വിളിച്ചിട്ട് കുട്ടികളെല്ലാവരും നിർത്തിയിട്ട് ഈ എൻ്റെ സുഹൃത്തിന് മാനസിക പ്രശ്നമുള്ളവനാണെന്നും അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തെന്നും ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് അസംബ്ലി വിളിച്ചിട്ട് അങ്ങ് പറഞ്ഞിടോ. അത് കഴിഞ്ഞിട്ട് ഇവർ പോലീസിനെ ഇവരെ വീട്ടിൽ പറഞ്ഞു വിട്ട് അവൻ അതുകൊണ്ടുണ്ടായ ഒരു സോഷ്യൽ പ്രശ്നമുണ്ട്. ആ സ്കൂളിൽ അവന് പിന്നെ വരാൻ പറ്റുമോ? സ്കൂളിൽ പിന്നെ അവൻ വന്നില്ല, മനസ്സിലായോ? അവൻ പഠിത്തം നിർത്തി, എന്നിട്ട് അവൻ വേറെ സ്ഥലത്ത് പോയാൽ പഠിച്ചത്. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. അത് കഴിഞ്ഞിട്ട് കുറേ കാലത്തേക്ക് ഇവൻ സാറിനെ തല്ലി നടന്നവൻ എന്നൊക്കെയുള്ള പേരും ആൾക്കാർ ആ സമയത്തൊക്കെ അങ്ങനെ പറഞ്ഞ ഭയങ്കര മോശം പേരാണ്. സാറിനെ തല്ലി എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ സാറിനെ തല്ലിയോ ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സോഷ്യലി ഇവനെ നോക്കിക്കാണുന്ന വേറൊരു രീതിയിലാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളെല്ലാം തരണം ചെയ്തിട്ട് അവനിപ്പോ മറ്റേ ICICI ബാങ്കിലെ മാനേജറായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, മനസ്സിലാവണം, മിടുക്കനാ. അപ്പൊ ഇവർ എന്റെയും സ്കൂളിന്റെ മറ്റേ പ്രോഗ്രസ് കാർഡ് എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സും അത്ഭുതത്തോടു കൂടിയിട്ട് ഞാൻ ഡിസ്ലക്ഷ്യ ഉള്ള കുട്ടിയായിരുന്നു. ആർക്കും മനസ്സിലായിട്ടില്ലായിരുന്നു ഈ 12ാം ക്ലാസ് വരെ. എന്തുകൊണ്ടാ? റെസിഡൻഷ്യൽ സ്കൂളിലാണ് പഠിക്കുന്നത്. 6ാം ക്ലാസ് മീൻസ് 6ാം ക്ലാസ് മുതൽ 10 വയസ്സിൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ്. നേരെ കാണുന്നതാണ് ടീച്ചേഴ്സും നമ്മളും ഏത് സമയം 24 മണിക്കൂറും. ഒരു മനുഷ്യന് പോലും അത് അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല അന്ന്. അപ്പൊ അവിടെ എന്തായിരിക്കും ടീച്ചേഴ്സിന് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ കുറവല്ലേ? സൈക്കോളജി വിദ്യാഭ്യാസം സൈക്കോളജി ഒരു ചിലപ്പോ എനിക്ക് തോന്നുന്നു അതൊരു വിഷയമായിട്ട് പഠിക്കാനുണ്ടോന്ന് ഡൗട്ടാണ്. കാരണം ടീൻ കിഡ്സിനെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ ടഫാണ്. അത് കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസിക വളർച്ച ഈ അധ്യാപകർക്ക് ഉണ്ടെങ്കിൽ ഈ പരിപാടി നടക്കുള്ളൂ. എന്ത് പഠനം അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഗവൺമെന്റ് കുറച്ചും കൂടി ഒന്ന് ആലോചിച്ചിട്ട് തന്നെ കൊടുക്കണം. അങ്ങനത്തെ ടീച്ചേഴ്സിന് മാത്രം ഈ കുട്ടികളെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ ഉണ്ടായിരുന്നു. നമ്മൾ മീൻസ് ഹോസ്റ്റലിൽ വാർഡനായിട്ട് നിന്നിരുന്ന സാറുമാരുണ്ട്. നമ്മളെ സബ്ജക്ട്സിൻ്റെ സാറുമാർ തന്നെയാണ്. എന്നിട്ട് ഞങ്ങളെ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് ലേഡീസ് വാർഡന്മാരാണ്, ജെൻസിൻ്റെ അതായത് ഞങ്ങളുടെ ബോയ്സിൻ്റെ ഹോസ്റ്റലിൽ ജെൻസ് വാർഡന്മാർ ആയിട്ട് നിന്നിരുന്നത് നമ്മൾ സബ്ജക്ട്സ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ്. എന്നിട്ട് ക്ലാസ്സിലുള്ള റിവെഞ്ച് റൂമിലുള്ള റിവെഞ്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് അവിടെ വന്നിട്ടും അടിക്കുന്നത്. അതായത് ക്ലാസ്സിൽ ഓൾറെഡി അടിക്കുന്നുണ്ട്. അവർ വീട്ടിൽ നിന്ന് പിണങ്ങി വരുന്നതും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് റിവെഞ്ച് വെച്ചിട്ട് നമ്മളോടാണ് അതൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് ഒന്നോ കിട്ടുന്നു, അത് കഴിഞ്ഞ് റൂമൊന്നും കൂടി കിട്ടുന്ന കുട്ടീൻ്റെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് തിരിച്ചെത്തുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ ജുഡീഷ്യറിക്ക് അകത്ത് വരെ വരും. കോടതി വിധി പ്രഖ്യാപിക്കുന്നതിൽ വരെ ഈ വ്യക്തിപരമായ താല്പര്യങ്ങളും അത് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനാണ് നമ്മൾ അപ്പീല് അതുപോലുള്ള സിസ്റ്റംസ് വന്നിട്ട് സിസ്റ്റംസ് ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇങ്ങനെ വരും എന്ന് പറയാണ്, വരുന്നുണ്ടാവാം. അത് പുനഃപരിശോധിക്കുന്നുണ്ട്, സംവിധാനങ്ങളുണ്ട്. അതിലേക്ക് പോവാന്നുള്ളതേ ഉള്ളൂ. അല്ല, ഇതാണ് അതിനകത്ത് പ്രശ്നം. അതായത് ഇപ്പൊ എന്താ പറയാ, ഒരാൾ ഈ നേരത്തെ പറഞ്ഞ കാര്യത്തിലേക്ക് വരാം. അതായത് സോഷ്യൽ ഓർഡറിനകത്ത് ഇത് പ്രശ്നമാകുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ താനൊരു കുറ്റവാളിയാണെന്ന് കുറ്റാരോപിത. അപ്പോൾ അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരാളെ സമൂഹം നോക്കി കാണുന്നത് കുറ്റവാളിയായിട്ടാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ആളെ
ഇപ്പം നേരത്തെ മറ്റേ ഇവൻ പറഞ്ഞ മറ്റേ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു സാധനത്തിനോട് ഞാൻ യോജിക്കുന്ന, അയാൾ പറയുന്ന ഒരു കാര്യത്തിനോട് യോജിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളാണ് അയാളുടെ മൊത്തം പരിപാടി. പക്ഷെ ഒരു കാര്യം പ്രസക്തമാണെന്ന്, കുറ്റാരോപിതനായിട്ടുള്ള ആളുടെ പ്രൈവസിയും മുഖ്യം ബിഗിലെ. കുറ്റാരോപിതനായിട്ടുള്ള ആളെയും പബ്ലിക്കിൽ വിചാരണ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. പബ്ലിക് അതെടുത്ത് കൈകാര്യം ചെയ്യേണ്ട, ന്യൂസിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളല്ല. അത് നിയമ സംവിധാനത്തിനകത്ത് നടക്കേണ്ട പരിപാടിയാണ്. ഒരാൾക്കെതിരെ ഒരു പരാതി മറ്റൊരാൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി ശരിയാണോ എന്ന് നോക്കേണ്ടതും അതിനകത്ത് നിയമപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതും കോടതിയാണ്. അതിന് മുമ്പ് ഇവിടെ ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ള പോലെ ചർച്ചകളും ടെലിവിഷൻ ചർച്ചകളും, അത് പോലീസ് എന്ന് പറയുന്ന സംവിധാനം വരുന്നതുകൊണ്ടുണ്ടാവുന്നത്. ക്രിമിനൽ കേസുകളിൽ പോലീസ് സംവിധാനങ്ങളിലേക്കാണ് നമ്മൾ ഓൾറെഡി പോകുന്നത്. അതിനുവേണ്ടി കസ്റ്റമർ കെയർ പോലെ രൂപീകരിച്ചിട്ടാണ് പോലീസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചത്. കോടതി ഔട്ട്സോഴ്സ് ചെയ്തേക്കണ പോലീസ്. അതെ, അപ്പൊ കസ്റ്റമർ കെയർ ആണ് ശരിക്കും. അന്നത്തെ കസ്റ്റമർ കെയർ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തു വന്നപ്പോഴാണ് പോലീസ് ഉണ്ടായത്. അപ്പൊ ഇത് കേട്ടിട്ട് ഇവര് രേഖപ്പെടുത്തുന്നു, ഇത് കോടതിയിലേക്ക് വിടുന്നു. അങ്ങനെയാണ് സിസ്റ്റം. പക്ഷെ രേഖപ്പെടുത്തുന്നവന് ഈ പറയുന്ന സൈക്കോളജി അറിവോ അങ്ങനത്തെ യാതൊന്നും ഇല്ല. ഇവിടെ ഈ പറയുന്ന FIR ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഈ ഇത് മീൻസ് നിങ്ങൾ കൊണ്ടുപോകുന്ന എവിഡൻസസ് അവിടെ ക്രോസ് ചെക്ക് ചെയ്യുന്നില്ല. അത് ശരിക്കുള്ള എവിഡൻസ് ആണോ എന്ന് നോക്കുന്നില്ല. അവിടെ ജസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ട് കഴിഞ്ഞിട്ട് FISലേക്ക് വരുന്നു, സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് കോടതിയിലേക്ക് ഇത് പോകുന്നു. പിന്നെ കോടതിയിലേക്ക് ഇത് പോയി കഴിയുമ്പോൾ ഇതിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിനെ അവർ പ്രിയാമ്പിളായിട്ട് കണക്കാക്കുന്നു. പിന്നെ ഈ പ്രിയാമ്പിൾ വെച്ചിട്ടാണ് ചീഫും ക്രോസും നടക്കുന്നത്. ഈ പ്രിയാമ്പിളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റമില്ല. പിന്നെ മാറണമെങ്കിൽ 212 മജിസ്റ്റീരിയൽ പവറൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ സാധാരണക്കാരൻ അറിയുമോ? സാധാരണക്കാരൻ അത്ര അറിയേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. നിങ്ങൾക്കെതിരെ ആയിട്ടുള്ള കുറ്റം, ആ കുറ്റം തിരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കാണുന്ന മജിസ്ട്രേറ്റ്, ആ മജിസ്ട്രേറ്റിന് പവർ ഉണ്ട് FIR തിരുത്താൻ എന്നുള്ളത്. നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് അന്നേരമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ പറ്റാതെ പോകുന്നത്. കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കാൻ പറ്റാതെ പോകുന്നത്, ടൈം എടുക്കുന്നത്. 7 വർഷം 8 വർഷം കാത്തിരിക്കുന്നില്ലേ നിങ്ങൾ? അവിടെ ടൈം പോകുന്നില്ലേ? എന്തുകൊണ്ടാ? അതിന്റെ നടുവിലൊരു പെറ്റീഷൻ ഇല്ല, അതിന്റെ നടുവിലൊരു പുനഃപരിശോധന ഇല്ല, അതിന്റെ നടുവിൽ എവിഡൻസ് കൊടുക്കാനുള്ള സബ്മിഷൻസ് വരുന്നില്ല. കോടതിയിൽ സബ്മിഷൻസ് സംഭവിക്കുമ്പോഴാണ്, അവിടെ എവിഡൻസ് കൊടുക്കാൻ പറ്റുമ്പോഴാണ് അത് പരിശോധിക്കാൻ പറ്റും. പെറ്റീഷൻസ് ആഡ് ചെയ്യാം. എന്താ പറയാ, 8ഉം 10ഉം ആയി. ഇപ്പൊ ഒരു ഗാർഡിയനോപ്പി എടുക്കുന്ന സമയത്ത് 15 IAകൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകും. ഗാർഡിയനോപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല. ആ ഒരു ചെറിയ സബ്ജക്റ്റാണ്. അതായത് ആകെ 10ഓളം കുട്ടീൻ്റെ കസ്റ്റഡി ഇല്ലേ, അച്ഛനും അമ്മയിലും ആർക്ക് വേണം കുട്ടിയുടെ കസ്റ്റഡി എന്ന് പറയുന്നത്. ഒരു 8ഓ 10ഓ സെക്ഷൻസ് ഉള്ള ഒരു ആക്റ്റാണ്. 8ഓ 10ഓ ഉള്ളൂ സെക്ഷൻ. ഓക്കെ, അത്രയും ചെറിയൊരു സെക്ഷൻസ് കൈകാര്യം ചെയ്യുന്ന ഒരു ആക്ട്. ആ ആക്ടിൽ 7, 8, 9 അതാണ് ഗാർഡിയനോപ്പി എന്ന് പറയുന്ന സാധനം. ആ ഗാർഡിയനോപ്പി തീരുമാനിക്കുന്നത്. ഈ 7, 8, 9 എന്ന് പറയുന്ന അതിലൊരു ആള്, അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ, അതിൽ ഒരാൾ ഗാർഡിയനോപ്പി എനിക്ക് വേണം കസ്റ്റഡി എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അതിൽ നിങ്ങൾക്ക് പോയിട്ട് മോഡിഫിക്കേഷൻ നടത്താം, വാലിഡേഷൻ നടത്താം, വയലൻസ് പെറ്റീഷൻ കൊടുക്കുക, നിങ്ങൾ വയലേറ്റ് ചെയ്തു എന്നും പറഞ്ഞിട്ട് അതിൽ അബേറ്റ്മെൻറ്റ് കൊടുക്കുക. അങ്ങനെ ഇഷ്ടം പോലെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് FIR തിരുത്തുകയും ചെയ്യാം. FIR ഒക്കെ ഇടുമല്ലോ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും. 212, 216 എന്ന് തുടങ്ങിയിട്ടുള്ള പെറ്റീഷൻസ് ഉണ്ട്. അപ്പം എത്ര പെറ്റീഷൻസ് ആയി ഒരു ഗാർഡിയനോപ്പിൻ്റെ ഉള്ളിൽ വരുന്നത്? എത്ര ഇൻട്രാ കണക്ഷൻസ് വന്നു, IAs വന്നു. അപ്പം 15ഓളം IA ഇട്ടിട്ടുള്ള 15, 20 IA ഇട്ടാൽ അങ്ങനെയൊക്കെ ഇടണം. മനസ്സിലായില്ലേ? അതിൽ ഇടുന്ന ആബ്സെൻറ്റീസ് പെറ്റീഷൻ ഇല്ലേ, അതായത് അഡ്വക്കേറ്റും പാർട്ടിയും കൂടി പറയാണ് ഞാൻ ആബ്സെൻ്റ് ആയിരിക്കും കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവരിടുന്ന ആബ്സെൻറ്റിനെ കൊണ്ടുപോയി IA ആക്കാതെ അതിനെ കണക്കാക്കിയിട്ട് നിങ്ങൾ 20 IA പറയരുത്. മനസ്സിലായില്ലേ? അത് കണക്കാക്കാതെ
വേണോ അയ്യേ പെറ്റീഷൻസ് കൊടുക്കുക. അങ്ങനെ 20 പെറ്റീഷൻസ് കൊടുത്തിട്ട് ഒരു അയ്യേ ഉണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് തീരുമെന്നറിയോ? മീൻസ് അതൊരു മെയിൻ പെറ്റീഷൻ ഉണ്ടെങ്കിൽ അത് എത്ര പെട്ടെന്ന് ആ മെയിൻ പെറ്റീഷൻ തീരുമെന്നറിയോ? ഇല്ലേ? ഒന്ന് ആലോചിച്ചു, ജഡ്ജിന് ഉപകാരമല്ലേ? ഇത്രയും പെറ്റീഷൻ വരുന്നു, ഇത്രയും സബ്മിഷൻ വരുന്നു, നോക്കുന്ന സമയത്ത് എവിഡൻസ് ഫുള്ളുണ്ട്, 1 2 3 4 5 എന്ന് പറഞ്ഞിട്ട് 15 വരെയുള്ള അയ്യെ നേരിട്ടിട്ട് എഴുതി ഫ്രണ്ടിൽ വെച്ചൊരു ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കേസ് നോക്കാൻ എളുപ്പല്ലേ? അതിൻ്റെ മുകളിൽ ആ കാര്യത്തിൽ ഇനിയിപ്പോൾ എന്താ ചിന്തിക്കാനാ? അതിനനുസരിച്ച് കൊടുത്താൽ പോരെ. പക്ഷെ ഇത് വരുന്നില്ല, അപ്പൊ കാലതാമസം വരും. ഇത് അവെയർ ചെയ്യേണ്ട ആവശ്യം അഡ്വക്കേറ്റ്സിനുണ്ട്. പിന്നെ അല്ലാണ്ട് ലോയേഴ്സ് അല്ലേ പഠിക്കുന്നത്? ലോയേഴ്സ് ആണ് അവെയർ ചെയ്യേണ്ടത്. പക്ഷെ ലോയേഴ്സ് ചെയ്യാത്തതും നിങ്ങളെ ക്ലയൻസും ലോയേഴ്സും തമ്മിലുള്ള ടേംസ് തെറ്റുന്നതുകൊണ്ടാണ്. കാരണം ക്ലയന്റ് ഒരിക്കലും ഞാനെല്ലാം തന്നില്ലേ, ഇനി ഞാൻ എന്ത് കൊണ്ട് തരാൻ, എൻ്റെ കയ്യിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ എന്നും പറഞ്ഞിരിക്കുന്ന ക്ലയൻസാ കൂടുതൽ. ഒരു പെറ്റീഷൻ പോലും ഇടുമ്പത്തേനും പൈസ ചോദിക്കും, അത് ചോദിക്കും, ഇത് ചോദിക്കും. ഓക്കെ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കുറേ ആൾക്കാർ കൊടുക്കട്ടെ. ഇത് റെഗുലേറ്റ് ചെയ്യട്ടെ, ഫീസ് ഓഫ് അഡ്വക്കേറ്റ്സ് റെഗുലേറ്റ് ചെയ്യട്ടെ, ഡോക്ടറിൻ്റെ ഫീസ് റെഗുലേറ്റ് ചെയ്യട്ടെ, അല്ലേ? അതൊക്കെയല്ലേ ചെയ്യേണ്ടത്. ഇതൊന്നും വരാതെ നിങ്ങൾ ഇരുന്നിട്ട് അഡ്വക്കേറ്റിൻ്റെ ഫീസ് കൂടുതലാണെന്നും പറഞ്ഞിട്ട് വീട്ടിലിരുന്നിട്ട് അയ്യോ ഇത് തോറ്റുപോയെന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ലീഗൽ സിസ്റ്റത്തിൽ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അത് ഉറങ്ങിയ ഇല്ല. അപ്പൊ നമ്മൾ വിഷയത്തിൽ നിന്ന് ഇപ്പോഴും ഇങ്ങനെ വഴുതി മാറി പോകും. ഒരുപാട് നല്ല നല്ല ഒരുപാട് വഴുതി മാറി ഒരുപാട് നല്ല നല്ല വിഷയങ്ങൾ ഒറ്റല്ലോ. ഞാൻ ഒരുമാതിരി നല്ല വിഷയങ്ങളാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ മാനസിക രോഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ നീ ഒരു മാനസിക രോഗിയാന്നപ്പോ മനസ്സിലായിരുന്ന ഇടയ്ക്ക് വന്നിട്ട് ഒരുമാതിരി നോർമലായിട്ട് അപ്പൊ അതായത് ഇതിനകത്ത് പിന്നെ രണ്ടാമത് വേറെ സാധനം വരുന്നത് എന്നാന്നറിയോ? ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ്. അപ്പൊ ഈ ഡ്രഗ്സ് എന്ന് പറയുന്ന സാധനം എന്ന് പറയുമ്പോൾ അത് ഡ്രഗ്സ് പോട്ടെ, സിഗരറ്റ്, മദ്യം, കഞ്ചാവ്, MDMA, LSD, മഷ്റൂം ഇപ്പോ ലഹരി പദാർത്ഥമല്ല എന്ന് പറയുന്നു. അത് ഈ പറഞ്ഞ പോലെ ഇച്ചിരി പ്രശ്നമുള്ള ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ ചെറിയ പ്രായത്തിൽ. ഇപ്പൊ ഇവിടുത്തെ പല ആൾക്കാരെ എടുത്ത് നോക്കാം, പക്ഷെ പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. ചില ആളുകൾ ഇപ്പോൾ ഇച്ചിരി മോശപ്പെട്ട രീതിയിലത്തെ മെന്റൽ പരിപാടികൾ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിന് മുൻപ് ഇവരങ്ങനെ അല്ലായിരുന്നു, അവർ നല്ല മിടുക്കരായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ഈ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്നു, ട്രീറ്റ്മെന്റ് കിട്ടുന്നില്ല, അല്ല എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കിട്ടിയാലും ഇതിനൊരു ഇതൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ ആള് തന്നെ അയാൾ മദ്യത്തിനോ മയക്കുമരുന്നോ എന്തെങ്കിലും സാധനം അയാളുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അതൊരു 15-ാമത്തെ വയസ്സിലോ 16-ാമത്തെ വയസ്സിൽ കിട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അയാൾ 30-ാമത്തെ വയസ്സ് വരെ എത്തത്തില്ല. ഒരു 23-ാമത്തെ വയസ്സിൽ ഇതിന്റെ കണ്ടീഷൻ പെട്ടെന്ന് വേഴ്സ് ആവും. കാരണം അത് അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന ടൈപ്പ് ഒരു പരിപാടിയാണ്. കൂടുതൽ ഡ്രഗ്സും എല്ലാ ഡ്രഗ്സും ആയിരിക്കണം നിർബന്ധമൊന്നുമില്ല. ചിലർക്ക് ചിലപ്പോൾ ചില ഡ്രഗ്സ് അടിച്ചു കഴിഞ്ഞാൽ അവന് വരാനിരുന്ന സാധനം കുറച്ച് കുറഞ്ഞ് അവൻ ചിലപ്പോൾ 45 വർഷം വരെ കൂളായിട്ട് ഇവന് അടിച്ച് നടക്കാൻ പറ്റും. പക്ഷെ കൂടുതൽ പേർക്ക് അതല്ല സംഭവിക്കുന്നത്, പ്രിസ്ക്രൈബ്ഡ് അല്ലല്ലോ. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതേ സാധനം ഈ മെത്തും ഈ പറഞ്ഞ സംഭവം ഒക്കെ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് യൂസ് ചെയ്യുന്നതാണ്. പക്ഷെ അത് തിരിച്ചു കടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് അതിന്റെ ഒരു പ്രശ്നം. അപ്പൊ എന്താ പറ്റുമെന്ന് വെച്ചാൽ ഈ സാധനം നേരത്തെ കുട്ടികളിലേക്ക് കിട്ടുക. മനസ്സിലാകുന്നുണ്ടോ? ഈ പറഞ്ഞ രോഗികളെ ഐഡന്റിഫൈ ചെയ്യാത്തതിന്റെ ഒരു കുഴപ്പം, ആ രോഗി ഐഡന്റിഫൈ ചെയ്ത് വിട്ടാലും ഇനി ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിലും സ്കൂൾ തൊട്ട് ഈ സാധനം കിട്ടിത്തുടങ്ങും. അതിനെ റെഗുലേറ്റ് ചെയ്യാൻ ഒരു തരത്തിലും ഇപ്പോഴും പറ്റിയിട്ടില്ല. അടിക്കരുതെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരല്ല ഈ പറഞ്ഞ ആൾക്കാരും. അവരിതിന്റെ സൈഡ് എഫക്ട്സിനെ പറ്റി പഠിക്കാനും പോകത്തില്ല. വെള്ളമല്ല ഈ പറഞ്ഞ കഞ്ചാവൊക്കെ ഇപ്പൊ പിള്ളേരുടെ ക്യൂരിയോസിറ്റി കൂട്ടുക. പിന്നെ ഇത്തിരി മാനസിക നില തെറ്റിപ്പോകാൻ സാധ്യതയുള്ള ഒരാളെന്ന് വിചാരിക്കുക. അയാൾ ഒരു 30-ാമത്തെ വയസ്സിലെ അയാളുടെ ഫുള്ള് ഒന്ന് പോകത്തുള്ളൂ. പക്ഷെ ഇയാൾ 15-ാമത്തെ വയസ്സിൽ ഇയാൾക്ക് ഇത് കിട്ടും. അപ്പൊ അയാൾ 22-ാമത്തെ വയസ്സിൽ അടിച്ചു പോകും. കഞ്ചാവ് എന്ന് പറയുന്ന സാധനം ഇപ്പൊ എനിക്കൊക്കെ 16 വയസ്സിലൂടെ എറണാകുളത്ത് 16 വയസ്സിൽ എനിക്കും കിട്ടി കഞ്ചാവ് കിട്ടിയത്. 16 വയസ്സിൽ +2 കിട്ടി. അപ്പൊ ഈ സാധനം കിട്ടാനുള്ള സാധനം ഇവിടെ. ഇനി അത് മാത്രമല്ല, ഇന്ത്യയിലെ മൊത്തം പരിപാടി നമ്മുടെ രാജ്യത്തിന് ഇപ്പൊ MDMA പിള്ളേർക്ക് കിട്ടുന്നത്. ഇപ്പൊ MDMA പിള്ളേർക്ക് കിട്ടുന്നത്. അന്ന് MDMA ഇല്ലാന്ന്. പക്ഷെ വേറൊരു കാര്യം, ഹിമാചൽ പോലുള്ള സ്ഥലങ്ങളിൽ
ഈ സാധനത്തിന് റിലീജിയസ് ആയിട്ട് ഈ സാധനം കണക്റ്റഡ് ആയി കിടക്കുന്നതുകൊണ്ട് മതപരമായിട്ട് ഇതിന് ചില പർപ്പസുകളും കൂടി ഉണ്ട് ഇവിടെ. കഞ്ചാവിനൊക്കെ അങ്ങനെ ഒരു ഏരിയ കൂടിയുണ്ട്. നോർത്തിലോട്ടൊക്കെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാർ മറ്റേ എന്താണ് സ്വാമിമാരൊക്കെ, ബാങ്ക് പിന്നെ ഉണ്ട്, റിലീജിയസ് ആണ് സാധനം, റിലീജിയനായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സാധനം. അപ്പൊ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തൊടാനേ പറ്റില്ല. മുത്തപ്പന് കള്ളു കൊടുക്കാറ്, കള്ള് വിൽക്കുന്ന സാധനമാണ്. അവിടുത്തെ പ്രശ്നം വെച്ചാല് ഇതിപ്പോ ഈ ലീഗലായിരിക്കുന്ന സാധനം റിലീജിയസ് ആയിട്ട് ഉപയോഗിക്കാം. അവിടെ ആരും കൊച്ചിനും കൊടുക്കുന്നില്ലെന്ന് വിചാരിച്ചു. ആരെ കുട്ടികൾക്കും റിലീജിയസ് ആയിട്ട് കഞ്ചാവ് കൊടുക്കുന്നു. ഇതിങ്ങനെ ഭയങ്കര സുലഭമായിട്ട് കിട്ടുന്ന പിള്ളേർക്ക് കൊടുക്കും, കൊച്ചു പിള്ളേർക്ക് എന്തോരം കൊടുക്കും. അത് അവരുടെ ഇഷ്ടപ്രകാരം അമൃത് കുറച്ചായാലും കൂടിയാലും ഒക്കെ വിഷാവുന്ന അവസ്ഥകളുണ്ട്. ഇതിപ്പോ എല്ലാവരോടും കുടിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് അങ്ങനല്ല. ഈ താല്പര്യമുള്ള ആൾക്കാർക്ക് വേണ്ടപ്പെട്ട സമയങ്ങളിൽ കിട്ടുക. മറ്റേതൊരു ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടോ എങ്ങനെയും കിട്ടിയതായിരിക്കും, അത് കാര്യമില്ല. ഇതല്ല. സ്കൂളിൽ പോകുന്ന കൊച്ചിന് കൃത്യമായിട്ട് വേണ്ട ആൾക്കാർ ചെന്ന് മേടിക്കുന്നത് കാശ് കൊടുത്ത്. അതായത് പിള്ളേർ പൈസ അടിച്ച് മാറ്റിയോ അല്ലെങ്കിൽ നമ്മളും കാശ് കൊടുത്ത് തന്നെ മേടിച്ചത്, അല്ല ഫ്രീ ആയിട്ട് ആരും കൊണ്ട് തരുന്നൊന്നുമല്ല ഇത്. ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പിന്നെ പൈസ കൊടുത്താൽ മേടിക്കും. അപ്പോൾ അത് അങ്ങനെ കിട്ടുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. അപ്പൊ എന്ത് പറ്റും, ഈ കുട്ടികളെ വേറെ കാര്യമുണ്ട്. ഈ കൊച്ചിനെ അല്ല ഞാൻ പറയാം, ഈ സ്കൂള് തൊട്ട് ഈ സ്കൂള് ഈ കൊച്ചിനെ ഐഡന്റിഫൈ ചെയ്തിട്ടില്ലല്ലോ. ഏതാ കുഴപ്പമുണ്ട്, ക്യാരക്ടർ ഡിസോർഡർ ഉണ്ട്, അല്ലെങ്കിൽ മറ്റേ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാത്ത ഒരാളെ, അയാളെ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വിചാരിക്കുക. ഇയാളെ ഇവിടുന്ന് മാറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ കെയർ കൊടുക്കുന്നു വിചാരിക്കുക. അയാൾക്ക് ഇത് കിട്ടത്തില്ല. മനസ്സിലായോ? അയാൾക്കത് കൊടുക്കാനും പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ ഇരട്ടി ശിക്ഷിക്കണം, എവിടെ നിന്ന് കിട്ടിയാലും. മനസ്സിലായി? ഇത് എല്ലാത്തിനെയും ഒറ്റയടിക്ക് ഇതെല്ലാം ഒരുപോലെ. കഞ്ചാവല്ല, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ അതെല്ലാം ഒരുപോലെ, അടിക്കുന്നവരും എല്ലാവരും ഒരുപോലെ എന്ന് കാണുന്നിടത്ത് പ്രശ്നമുണ്ട്. അങ്ങനെ അല്ലത്. അടിക്കാൻ പറ്റും ചിലർക്ക്, ഈ കള്ളു കുടിക്കാൻ പറ്റും, എന്നെ കൊണ്ട് പറ്റും. ഞാൻ എത്ര വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം, ആരെ വേണമെങ്കിൽ ചലഞ്ച് ചെയ്യാം. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഏകദേശം ഒരു 15 വർഷത്തോളം ഞാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പല സമയത്തായിട്ടൊക്കെ ഉപയോഗിച്ചു. അല്ലാതെ എനിക്ക് ഇതിനെ പുറകെ അടക്കുക, ഇതും കൊണ്ട് തിന്നുക, ഇത് മറ്റേ പുകച്ച് ഇതൊന്നുമില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് അടിച്ചിട്ടുള്ള ഒരാളാണ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ സാധനം അടിച്ചിട്ട് ഇവിടെ കിട്ടാത്ത സാധനം വരെ ഞാൻ പല രാജ്യങ്ങളിൽ പോയി പഠിച്ചിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇല്ല. പക്ഷെ എനിക്ക് ഈ സാധനം വിട്ടിട്ട് ഒന്നും പറ്റിയില്ല. ഞാൻ അടിക്കാൻ പോകുന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ അറ്റാക്കും പ്രശ്നങ്ങളുണ്ടായപ്പോൾ എനിക്കിത് നിർത്തേണ്ട ഒരു ആവശ്യമില്ല. നിർത്തലും തുടങ്ങലൊന്നുമില്ല. എനിക്കതൊന്നും വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. അതേസമയം കള്ളുകൂടി ഒരു ഡയബറ്റിക്കായ ഒരാൾ, അയാൾക്ക് കള്ളുകൂടി നിർത്താൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവന്റെ ശാരീരികാവസ്ഥ വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അഡിക്ഷനാ. ആൽക്കഹോളിക് ആയിട്ടുള്ള ആൾക്ക് ഷുഗർ വരും. ഇവിടെ ഉള്ള ഷുഗറുകാര് വെള്ളമടി നിർത്തുവോ? എന്നിട്ട് എന്ത് പറ്റും? കൈയും കാലും മുറിച്ച് കളഞ്ഞുകൊണ്ടേ ഇരിക്കുവോ? മനസ്സിലായത് എനിക്ക്. അത്രയും അപകടകരമായിട്ടുള്ള സാധനങ്ങൾ ലീഗലായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. മദ്യം കഞ്ചാവിനേക്കാൾ മോശമാണ്. കാരണം ഹെൽത്ത് സിറ്റുവേഷൻസ്, ലിവർ, കിഡ്നി റിലേറ്റഡ് എന്ത് സംഭവം നടന്നാലും, ഡയബറ്റിക്സ് വന്നാലും മദ്യം പിന്നെ കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ മദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് ഇത് വന്നു കഴിഞ്ഞാൽ നിർത്താനും പറ്റുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അതൊരു വലിയ ദുരന്തമാണ്. പിന്നെ ഈ പറഞ്ഞ അടിക്കരുത് എന്നല്ലാതെ ഞാൻ പറയാം, അടിക്കുമ്പോൾ എങ്ങനെ അടിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാമെങ്കിൽ ചിലപ്പോൾ 20% ആൾക്കാരെ മാറ്റി നിർത്താൻ പകുതി പരിഹരിക്കാൻ പറ്റും. മുഴുവനും നിങ്ങൾ പരിഹരിക്കാൻ എന്താണെന്ന് പറ്റത്തില്ലെന്ന് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് തെളിയിച്ചു. സാധനം ഇവിടെ അവൈലബിലിറ്റി ഇല്ലാതാക്കി വിട്ടത് പരിഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇത് വരുന്നുണ്ട്, ഇത് ഉപയോഗിക്കേണ്ട നല്ല സാധനം എന്തോ ആണ്. ഇപ്പൊ കാനഡയിൽ എന്റെ ഫ്രണ്ട് വിളിച്ച് പറഞ്ഞറിയോ, ഇല്ലെന്നേ MDMA അവർക്ക് ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വേറെ എന്തോ ഒരു കണ്ടന്റ്, ആ കണ്ടന്റ് ഇട്ടാൽ അഡിക്ഷൻ കൂടും. അത് അവർ മാറ്റിയിട്ട് നല്ല കൊടുക്കും. അപ്പൊ അവൻ എന്താണെങ്കിലും ഇവൻ അടിക്കും. അവൻ നല്ല അടിക്കട്ടെ, അവന്റെ ആയുസ് ഒരു 10 വർഷം കൊണ്ട് നീട്ടി കിട്ടത്തില്ലേ? അല്ലെങ്കിൽ ഇവൻ 5ാമത്തെ വർഷം തട്ടിപ്പോവും, ഇവൻ വേറെ ലെവലിലോട്ട് പോകും. ഇവിടെ താൻ പണ്ട് പറഞ്ഞൊരു കാര്യമാണ്, താനൊരു 5 വർഷം മുമ്പ് ഒരു കാര്യം പറഞ്ഞു. ഇവിടെ ഈ MDMA ഒക്കെ വന്നു തുടങ്ങിയ സമയത്ത് ഇയാളൊരു കാര്യം പറഞ്ഞു. അതായത് ഒരു 5 വർഷം കഴിയുമ്പോഴേക്ക് കേരളത്തിൽ ഈ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുമായിട്ട് കുറേ ചെറുപ്പക്കാർ വരും. ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളായിട്ട് കുറേ പ്രശ്നങ്ങൾ വരും. കുറേ കൊലപാതകങ്ങളുടെ എണ്ണം കൂടും. പിള്ളേര് ക്രൈം ചെയ്യാൻ തുടങ്ങും. ഇതൊക്കെ സംഭവിക്കാൻ പോണെന്ന് ഈ മൂപ്പിലാൻ ഒരു 5 വർഷം മുമ്പ് പറയാണ്. ഈ സാധനം ഇവിടെ ആക്റ്റീവായി തുടങ്ങിയ സമയത്ത്. ഇപ്പൊ ഞാൻ സ്വപ്നം കണ്ട കേരളം ശരിക്കും ഇനി ഇതിനും കൂടും. ഇവന്മാരെന്തുകൊണ്ടാ കൂടുന്നെന്ന് പറയട്ടെ, ഇവരിപ്പോഴും ഇത് ഒരു ആക്ഷൻ എടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇത് ഭയങ്കര മോശമാവും, ഇത് ഓവറാവും. ഇത് നമ്മൾ കണ്ട മറ്റേ ആഫ്രിക്കൻ ഏരിയ കാണത്തില്ലേ, ഈ ആൾക്കാർ ഭയങ്കര അക്രമവും പിടിച്ചുപറിയും ഇങ്ങനത്തെ സ്ഥലം.
അതുപോലൊക്കെ കേരളത്തിൽ സംഭവിക്കും. ഇങ്ങനെ പിടിച്ചിട്ട് വെക്കും, താത്തിയിട്ടങ്ങ് പോകും. അത്രേ സംഭവിക്കുള്ളൂ. അങ്ങനെ മരിക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മളൊക്കെ. സോംബീസ് ഇതിൽ കൂടുതൽ ഡ്രഗ്സ് വരുന്നുണ്ട്. സോംബീസ് എന്ന് പറയാൻ പറ്റത്തില്ല. ഡ്രഗ്സിനും കുറച്ചും കൂടി ഒക്കെ ഭയങ്കര പുതിയ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ഇതെല്ലാം സുലഭമായിട്ട് കിട്ടാൻ പോവാ. പിന്നെ അഡൾട്രേറ്റഡ് ആയിരിക്കും. അവിടുത്തെ അത്രയും സാധനം എന്താണെങ്കിലും കിട്ടത്തില്ല. അതിന്റെ സൈഡ് എഫക്ട്സ് വേറെ, മനസ്സിലായില്ല. ഇവർ കഞ്ചാവെന്ന് പറഞ്ഞാൽ അടിക്കുന്ന സാധനം ഗൂഗിളിൽ നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ പല സൈഡ് എഫക്ട്സ് എഴുതി വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതല്ല ഇവിടെ ഉള്ളവർ കഴിച്ചാൽ കിട്ടുന്നത്. കാരണം ഇവർ അതിൻ്റെ കൂട്ടത്തിൽ കുറെ വിഷവും വേറെ രണ്ട് സബ്സ്റ്റൻസസ് ഒക്കെ അകത്ത് കരിഞ്ഞ് കയറുന്നുണ്ട്, മനസ്സിലായല്ലേ? അപ്പോൾ കഞ്ചാവ് അടിച്ചുകൊണ്ടുള്ള ദുരന്തമൊന്നും ആയിരിക്കത്തില്ല ഇവിടെ നടക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ അടിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, അവരെ റെസ്ട്രിക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ അവർ ഓൾറെഡി റെസ്ട്രിക്റ്റഡ് ആണ്. എങ്ങനെ കണ്ടുപിടിക്കും? എടോ അതിന് എനിക്കൊന്നും റെസ്ട്രിക്ഷന്റെ ആവശ്യമില്ല. അല്ല നിനക്ക് പറഞ്ഞിട്ട് എങ്ങനെ എനിക്കറിയാവുന്ന ഒത്തിരി പേര് നിന്നെ പോലെയുള്ള ആൾക്കാർ അതായത് ഇവിടെ എന്തുമാത്രം ആൾക്കാർ അടിക്കാറുണ്ടെന്ന് അറിയാം. ഈ കഞ്ചാവ് വലിക്കാർ ഇവിടെ കുറേ ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കറിയാത്ത ആരും അടിക്കാത്തത്. അടിക്കുന്നവരാണ് ഇഷ്ടം പോലെ ആൾക്കാർ. അടിച്ചിട്ടുള്ളവരെ ഇഷ്ടം പോലെ അറിയാം. ഇപ്പോഴും അടിക്കുന്നവരൊക്കെ ഉണ്ട് ഇവിടെ, ഒരുപാട് ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഇവരെ മാനേജ് ചെയ്യാൻ അറിയാവുന്നവരെ. ഇവര് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ഇവരുടെ കാര്യമൊക്കെ നോക്കി ഇതിനകത്ത് അഗ്രഷൻ ലെവൽ ഒന്നും വരുമൊന്നുമില്ല. ആൾക്കാർ എവിടെയെങ്കിലൊക്കെ അതല്ല, എല്ലാവർക്കും ഒരുപോലല്ലോ. ഞാൻ പറഞ്ഞത് ആ മറ്റേ ആൾക്കാരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ്ടല്ലോ ഈ പ്രശ്നം തീരും. ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്കും ഇത് അതങ്ങനെയല്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. ആക്ച്വലി അത് അങ്ങനെയല്ല. ബാക്കിയുള്ള ഈ അടിക്കാരായിട്ടുള്ള ആളുകളെ അറിയാൻ പാടില്ലാത്തത് കൊണ്ട് ഇവരാണ് അടിക്കാരെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് ഇത് കഞ്ചാവാ എന്ന് പറയുന്നത്. കഞ്ചാവിന്റെ ആണ് ഇത് കുഴപ്പം, അല്ല ഇത് ഡ്രഗ്സിന്റെ കുഴപ്പമാണോ? ഇത് ശരിക്കും ഡ്രഗ്സിന്റെ കുഴപ്പമല്ല പലതും. ഇത് മനുഷ്യര് ഇത് തുടങ്ങുന്നത് തന്നെ, അതായത് ഈ ഒരാള് ഡ്രഗ്സിലേക്ക് എത്തത്തില്ലേ, അല്ലെങ്കിൽ ഡ്രഗ്സ് തേടി പോകത്തില്ല. അഡിക്ഷൻ വരുന്നതിന് മുമ്പ് ഒരു തേടിപ്പോകുന്നുണ്ട്. ആ സ്ഥലത്ത് കുറെ പേര് പോകും, ഇതിനകത്തോട്ട് കുറെ പേര് ചെന്ന് തൊടും. ആ തേടി പോകുന്ന ആൾക്കാർക്കോട്ട് പ്രശ്നമുണ്ട്. ഇപ്പൊ എനിക്ക് ആ സമയത്ത് എനിക്ക് പ്രശ്നമുണ്ട്. എല്ലാവർക്കും ഉണ്ട് ഇവിടെ. ഈ നാട്ടിൽ ജീവിച്ച പേരന്റിങ്ങിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ സാധനം എടുക്കാൻ തോന്നും. അത് റിലീഫ് ആയിരിക്കും. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ശരിയാ കുറച്ച് ഹാപ്പിനെസ് കിട്ടിയെന്ന് തോന്നും. ഭയങ്കര സംഭവമാണെന്ന് തോന്നും. ഈ കോൺഫിഡൻസ് കൂട്ടിത്തരും. കള്ളു കുടിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസ്, ഇതെല്ലാം കൂട്ടും. കാരണം ഇതൊന്നും അല്ലാതെ ഇവിടെ കിട്ടുന്നില്ല. ഇവിടുത്തെ സ്കൂളിങ്സും പേരന്റിങ്സും കാരണമുള്ള പ്രശ്നം അതും പരിഹരിക്കാതെ ഈ പറഞ്ഞ സ്ഥലത്ത് എത്തി. ഇവിടുന്ന് കുറെ പേര് പോയി, അതിനകത്ത് കുറച്ച് മാനസികരോഗികളിൽ ഇത് കിട്ടും. അവന്മാർക്കാണ് ഈ പ്രശ്നം മൊത്തം കാണുന്നത്. അല്ലാതെ ഇത് അടിക്കാൻ പറ്റുന്നവർ ചിലപ്പോൾ അടിക്കേണ്ട ആൾക്കാരുണ്ട്, ചിലര് അവരടിച്ചിട്ടും ഇല്ല ഇപ്പോഴും. മനസ്സിലായത് എനിക്ക്? ഇതൊന്നും ചിലർ അടിക്കേണ്ടവർ കാണും, മനസ്സിലായോ? ഞാനൊക്കെ അടിക്കേണ്ട ആൾക്കാരാണ്. അല്ല, ഞാൻ അതിന് മുമ്പേ നിർത്തിയതാ. എനിക്ക് എടോ അങ്ങനെയല്ല, ഞാൻ അടിക്കത്തില്ലെന്ന്. ഞാൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെന്ന് അറിയോ, എനിക്ക് എന്റെ പ്രത്യേകത ഞാനിത് എന്റെ ആവശ്യം ഞാൻ ചിലപ്പോൾ ആർക്കും കൊടുക്കുകയോ കളയുകയോ ചെയ്യും. ചിലപ്പോൾ നശിച്ചു പോകും അവിടെ. ഞാൻ പിന്നെ അടിക്കുന്നത് എനിക്കൊരു സമയമുണ്ട്, എനിക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയാൽ, അല്ലെ എന്തിനും പാർട്ടിയോ അങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയാൽ അത് ഇവിടെ നിന്നൊക്കെ വിട്ടു പോകണം. അല്ല ഈ നാട് അതിന് പറ്റിയ ക്ലൈമറ്റ് പോലും ഇല്ല, മനസ്സിലാകുന്നത് എനിക്ക്. അങ്ങനത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ല കണ്ടീഷനിലല്ലാതെ ഞാൻ ഇത് ഉപയോഗിച്ചിട്ടില്ല. എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. പിന്നെ പുറത്തിറങ്ങിയാൽ അത് പൊട്ടം കളിക്കാൻ ഞാൻ നിൽക്കത്തില്ല, മനസ്സിലായോ? ഇത് മെസ്സേജ് ഒക്കെ ഇപ്പൊ അവിടുത്തെ കൂടെ ഏറെ ചെയ്ത് പോയത്. താൻ ഏറി കയറിയ എന്തോ പറഞ്ഞത് സത്യം പറ. ഞങ്ങൾക്കെല്ലാം ഒരു ഹോട്ടലിന്റെ കുഴപ്പമില്ല, വിട്ടേക്ക്. വേറെ ഇല്ല, മറ്റേ ഇതില്ലേ നമ്മള് കൊളാപ്സ് ചെയ്യലുണ്ടല്ലോ. എന്താണ് ഇതിന് പറയാ? കൊളാഷോ കൊളാപ്സ് ചെയ്യുന്നു ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാ? കൊളാഷോ അത് പെട്ടെന്ന് കിട്ടുന്നുണ്ടായില്ല. കൊളാബ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു സാധനം അയച്ചതാ. അപ്പൊ ഇത് ഇനി ഞാൻ പറയട്ടെ, മദ്യവെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പോഴും വേണം മദ്യപിക്കാം കുറച്ചൊക്കെ. എനിക്കൊരു പരിധിക്കുള്ള അടിക്കാൻ പറ്റത്തില്ല. ഏത് സാധനമാണല്ലോ എനിക്ക് എൻ്റെ കിക്ക് വന്നു കഴിഞ്ഞാണല്ലോ എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് പുറത്തിറങ്ങി പൊട്ടനാവേണ്ടി വരുന്നു. എനിക്കൊരു സാധനം നടക്കുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ആ സാധനം അതിനനുസരിച്ച് എടുക്കത്തുള്ളൂ. ആ ബോധവും മറ്റവനില്ല. അവൻ അടിച്ചു കഴിഞ്ഞാൽ കൂടുതലടിക്കും, അവൻ്റെ കപ്പാസിറ്റി കടന്നു പോകും, അവൻ മണ്ടനാവും, അവൻ വീഴും, അവൻ ആക്സിഡന്റിൽ പെടും, അവൻ ചിലപ്പോൾ വല്ല അക്രമം കാണിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്കൊന്നും അക്രമം വരത്തില്ല. അത് ബേസിക് ആയിട്ടുള്ള നേച്ചറാണ് ഒരാളുടെ. അക്രമം വരിക എന്ന് പറയുന്നത്, ദേഷ്യം വരിക, എനിക്ക് കൂടുതലും തമാശ വരുന്നത്.
ഞാനൊക്കെ അടിച്ചു വരുത്തി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ മുഴുവൻ അങ്ങ് ചിരിച്ച് മരിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ ഇരുന്നേച്ചാൽ മതി. പിന്നെ എല്ലാം ഡാൻസ് കളിപ്പിക്കും. എനിക്ക് ഡാൻസ് കളിക്കാറിയത്തില്ല, ഞാൻ വെറുതെ തുള്ളൂ. മനസ്സിലായി, ഹൈപ്പർ ആവും, പക്ഷെ സൂപ്പർ ആക്കും. അത്രേ ഉള്ളു, അല്ല ഒന്നും ഞാൻ ചെയ്യത്തില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. പിന്നെ ഏതെങ്കിലും വല്ല ഗുണമുള്ള കാര്യങ്ങളും നടക്കുന്നില്ല. പിന്നെ എപ്പോഴും എനിക്ക് യൂസ്ഫുൾ 10 വർഷം കഴിഞ്ഞ ഈ ഫോണൊക്കെ വന്നാൽ നന്നായി. ഇല്ല ഇപ്പൊ എന്തോ ചെയ്തേ, കാരണം അതും ഇല്ല ഇതും ഇല്ല ഒന്നുമില്ല. ഇതൊക്കെ ഉള്ളത് കൊണ്ട് വേറെ സബ്സ്റ്റൻസിന്റെ ആവശ്യമില്ല. നമ്മളല്ലാതെ തന്നെ ഹൈ ആണ്. ഞാൻ ഓൾറെഡി ഹൈ ആ മിക്കവാറും. അതുകൂടാതെ ഇതൊക്കെ കിട്ടിയ വലിയ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഫുള്ള് എനിക്ക് പറ്റത്തില്ല. എടോ അങ്ങനെ പല സാധനങ്ങളും ഉണ്ട് ഇവിടെ, അറിയേണ്ടതുണ്ട് അറിയേണ്ടാത്തതുണ്ട്, ഇല്ലേ? അതെല്ലാം ഉണ്ട് ഇവിടെ. അറിയേണ്ടാത്ത ഏറ്റവും കൂടുതൽ മനുഷ്യന് അറിയേണ്ടാത്ത കാര്യം ദൈവം ഉണ്ടെന്നുള്ളത്. അത്രയും വിഷമുള്ളൊരു സാധനം ഈ ഭൂമിയിലില്ല. അതിനെ ഒന്നും അതിനെ അങ്ങ് തീർക്കാവോ? ഒരു സൈഡിൽ കൂടെ ഇതേപോലെ മദ്യവും ലഹരിയും അല്ല വേണ്ട കഞ്ചാവ് ബാൻ ചെയ്ത പോലെ ദൈവത്തെ അങ്ങ് ബാൻ ചെയ്യാമെങ്കിൽ മുഴുവൻ പ്രശ്നം തീരും. ദൈവത്തെ പഠിപ്പിക്കുന്നത് ബാൻ ചെയ്താലും മതി. ദൈവത്തെ ബാൻ ചെയ്യണം. ദൈവം ദൈവമല്ല, ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നത് ബാൻ ചെയ്താൽ മതി. സമൂഹത്തിലില്ല. മനുഷ്യൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല ഇതുപോലത്തെ ഒരു ലഹരി, ഇത്രയും വൃത്തിയായിട്ടൊരു സാധനം. പേടിച്ച ലഹരി. എന്ത് പേടിയാ. അയ്യോ ഇപ്പം കണ്ടില്ലായിരുന്നോ സമാധി വന്നു, മറ്റേ എന്താന്നു അതിനു മുമ്പ് കൊന്നല്ലോ ആരാണ്ട് ഇവിടെ ഒരു എന്തോ ഒരു പൂജകർമ്മം പോലെ കൊന്നില്ലടോ ഒരു പെണ്ണുങ്ങളെ. നരബലി. ഇപ്പൊ ഒരുത്തൻ കാണിച്ചില്ലേ ഏതോ ഒരുത്തൻ എന്തോ മന്ത്രവാദം. പിന്നെ മക്കളെയൊക്കെ കൊന്നു പുനർജനിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വളരെ നോർമലാ ഒരു രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ. അല്ല എന്നിട്ടോ ഈ ദൈവം ആവാൻ വേണ്ടിയിട്ട് സമാധിപ്പിച്ചു. അപ്പം എന്താ പറയാ, ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, ഈ നിയമം അനുശാസിക്കുന്ന ഒരു സാധനം ഡെത്ത് സർട്ടിഫിക്കറ്റ്. ഇത് ഇല്ലാണ്ട് സമാധിയായി. അതിനപ്പുറത്ത് അതിനകത്ത് ഇടപെടുന്ന ആ ട്രൈ ആണ് അവര് നടത്തിയത്. മതത്തിനെ വെച്ചിട്ട് ഒരു സാധനം നടത്തിയത്. അതിന്റെ ഇടയില് ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം പറയുന്നുണ്ട്, കേട്ടില്ലായിരുന്നു? ഇത് അത്തരത്തിൽ ഇങ്ങനെ ആളുകളെ ഭിന്നിപ്പിച്ച് അങ്ങനെ ആ വക ട്രൈ വരെ നടത്തുന്നത്. അവരെ ഞാൻ കുറ്റം പറയില്ല. ആരെ? ഈ സമാധി ഉണ്ടാക്കിയവരെയും ഈ കമന്റ് പാസ്സാക്കിയവരെയും ഞാൻ കുറ്റം പറയില്ല. എന്താ പറയാ, ഇവിടെ ഇങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നല്ല. അവൻ പെട്ടെന്ന് വന്ന് പറയുന്നു അല്ലത്. വേറെ കാര്യം ഞാൻ പറയട്ടെ, ഈ സാധനം ടെലികാസ്റ്റ് ചെയ്തിരിക്കാവൂ ഈ നശിച്ചവന്മാര്? അതെ, ഇത് ചർച്ച ചെയ്യാതിരിക്കാവോ? എന്തെല്ലാം കാര്യങ്ങൾക്ക് ഇവർക്ക് ടെലികാസ്റ്റ് ചെയ്യാതിരിക്കാൻ അറിയാം. അതെ അതെ, ഇവര് നാട്ടുകാരെ അറിയിക്കാതിരിക്കാൻ വേണ്ടി പല കാര്യങ്ങളും അറിയാലോ. അപ്പൊ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, അപ്പൊ എന്തൊക്കെ കാണിക്കണം എന്തൊക്കെ കാണിക്കണ്ട എന്നൊക്കെയുള്ള അജണ്ട ഉള്ളവരവര്, അതൊക്കെ അറിയാം അവർക്ക്. അതിന്റെ പേര് എന്തെന്ന് പറയാം, ഇവര് സോഷ്യൽ മീഡിയ ആയിട്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടോണ്ടാണ് ഈ പണി കാണിക്കുന്നത്. സോഷ്യൽ മീഡിയ കുറച്ചുകൂടി വേറെ തരത്തിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട്. എല്ലാരും അഭിപ്രായം പറയുന്ന സ്ഥലമാണല്ലോ. മീഡിയ ഇല്ലടോ, സോഷ്യൽ മീഡിയ ഉള്ളൂ. സോഷ്യൽ മീഡിയ ഉള്ളൂ. സോഷ്യൽ മീഡിയയിൽ വന്നിരിക്കുക മീഡിയ പറയും, പക്ഷെ അവര് സോഷ്യൽ മീഡിയ കാണുന്നത്. നമ്മളൊക്കെ വിചാരിച്ച പോലെ ഇമാരെ പറപ്പിക്കാൻ പറ്റും. പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് ടെലിവിഷൻ കാണാറുണ്ട്. ടെലിവിഷനൊക്കെ കാണാറുണ്ട് ആൾക്കാർ. ഇപ്പോ എനിക്ക് പറയുന്ന വാർത്ത ആൾക്കാർ കേൾക്കുന്നത് അതല്ലത്. ഇവര് ഈ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞിരിക്കുന്നവർ വിചാരിക്കുന്നതിന് അവരുടെ എന്റെ ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ഇവരുടെ പരിപാടി കണ്ടോണ്ടിരിക്കുന്നത്. ഇതേ പരിപാടി സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ചെയ്താണല്ലോ അവിടെ ആൾക്കാരിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ തന്നെ സെയിം റീല് എത്ര യൂട്യൂബിൽ കാണലുണ്ട്. അല്ല, നമ്മളിപ്പോ ഇത് നമ്മള് സംസാരിക്കുന്നത് ഈ പറയുന്ന പോലെ കാണുന്ന ആളുകളുണ്ട്, മനസ്സിലാവുന്നവരുണ്ട്, മനസ്സിലാകാത്തവരും. അതിനേക്കാളും സെയിം റീല് കാണാറില്ലേ പല ചാനൽസില്? സെയിം റീല് തന്നെ പല ചാനൽസിൽ വന്നാലും നിങ്ങൾ ആ റീലുകൾ കാണാറില്ലേ? അതെന്തുകൊണ്ടാ? ഇവന്മാർക്ക് എന്തിന്റെ കേടാ? ചെന്താമരക്കെതിരെ ജനരോഷം, പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർത്ത് പ്രതിഷേധത്തിൽ ലാത്തി വീശി പോലീസ് ഒരുത്തൻ അടികൊണ്ട് വീഴുന്നു. മറ്റേ ഇന്ന് കൊലപാതകം നടത്തിയില്ലേ പാലക്കാട്, അയാളെ പേരാണ് ചെന്താമര. മന്ദാകിനിയായി വാ ചന്ദന മലരെ
ചന്ദനം വളരെ എന്തോടാ പോലീസുകാർക്ക് വരുന്നൊരു പണികള്. ഏതോ ഒരു ചന്താമര, അവനോ ചന്താമര വലിയ പ്രശ്നക്കാരൻ, ഏതോ ഒരു ചന്ത, ഏതോ ഒരു ചന്താമര, അവനെ അതിന്റെ പുറകെ വേറെ അതിലും കൂടിയ സാധനങ്ങൾ പുറത്തു കിടന്ന് അടി. എന്തിനാ എനിക്കറിയത്തില്ല, ഇവർക്ക് എന്തോ കാര്യമായ കുഴപ്പമുണ്ട്. എന്നിട്ട് ഒരുത്തർ അടി കൊണ്ട് വീണ് എടുത്തോണ്ടൊക്കെ പോകും. രാജ്യത്തിന് വേണ്ടി പോരാടുക. അതിന് വേണ്ടിട്ടല്ല, ശരിക്കും ഇവര് ചെയ്യുന്ന നല്ലതാ. അൻവർ അന്ന് ചെയ്ത പോലെ ഫോറസ്റ്റിൽ ആന ചവിട്ടി കൊല്ലുന്നതിനാണ് അൻവർ അന്ന് പോയത്. അതേപോലെ ഇവര് പോയത് എന്തിനാന്നറിയോ? ആ കുട്ടിക്ക് നീതി കിട്ടാൻ വേണ്ടിയിട്ട്. ആ കുട്ടീന്റെ അച്ഛനെയും അമ്മേനെയും ആണ് കൊന്നത്. ഒരു കുട്ടീന്റെ അച്ഛനെയും കൊന്നു, അമ്മേനെയും കൊന്നു. അപ്പൊ ആ കുട്ടിക്ക് എന്നിട്ട് കേസ് എടുത്തില്ല പോലീസ്. അതിനെതിരെയാണ് പ്രക്ഷോഭം. നിങ്ങൾ അറിയാണ്ട് പറയരുത്. കേസ് എടുത്തില്ല. ഇല്ല. അതാ അതുകൊണ്ടാണ് പോലീസ് കേസ് എടുത്തില്ല. മനസ്സിലാവുന്നില്ല. പോലീസിന്റെ ഭാഷ എന്താ? പോലീസ് എന്താ പറയുന്നത്? കേസ് എടുക്കാത്തത് എന്തുകൊണ്ടാന്ന് പറയുന്നത്? അത് അയാളാണോ എന്നുള്ള ഉറപ്പിക്കണ്ടേ? അത് ഉറപ്പിക്കാനുള്ള ടൈം ആയിരുന്നു തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ് എന്നുള്ളത് പോലീസിന് പറയേണ്ടിയിരിക്കുന്നു. ഞാൻ ഇത്രയല്ലേ വന്നിട്ടുള്ളൂ സോഷ്യൽ മീഡിയയില്. സോഷ്യൽ മീഡിയയിൽ വരുന്ന നമുക്ക് കൂടുതലും അറിയാൻ താല്പര്യം. ഈ ന്യൂസ് ചാനലിൽ വരുന്ന നമ്മൾ എടുക്കുന്നില്ല പാവങ്ങൾ. അപ്പം അതിലേക്കാണ് എന്താ പറയുക പ്രക്ഷോഭം. ശരിക്കും പറഞ്ഞാൽ പ്രക്ഷോഭം അവർ നടക്കുന്നവരെ നമ്മൾ പിന്താങ്ങണം. കാരണം പലതും ഈ പ്രക്ഷോഭം ഉണ്ടെങ്കിലേ ഇപ്പൊ പോലീസ് എടുക്കുന്നുള്ളൂ. അതൊരു ഗതികേടല്ലെന്നാ ചോദിക്കണം. ഗതികേടാണ്. അതാണ് ഈ നാടിന്റെ കുഴപ്പം എന്ന് പറയുന്നത്. പോലീസ് അങ്ങനെയല്ല വർക്ക് ചെയ്യേണ്ടതെന്നാണ് ഈ പറയുന്നത്. അതെ, പോലീസ് എപ്പോഴും കസ്റ്റമർ കെയർ ആയിട്ട് അല്ല, കസ്റ്റമർ കെയർ ആയിട്ട് ഇരിക്കണം. അതെ അതെ അതെ, കസ്റ്റമർ കെയർ ആണ്. കസ്റ്റമർ കെയറാ പണ്ട് പോലീസ് സിസ്റ്റത്തിലെ കസ്റ്റമർ കെയർ ആയിട്ടുണ്ടായതാ. കസ്റ്റമർ കെയർ എന്തായാലും പ്രൊവൈഡ് ചെയ്യണ്ടേ? അത് കസ്റ്റമർ കെയർ ആയിട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യണം. ഭയങ്കര മോശമാണ് അതൊക്കെ. സർവീസിലും പാവം തോന്നും ഇന്ത്യക്കാരുടെ അവസ്ഥ. സത്യം. ഇവിടെ പോണം, ഇവിടെ ഒന്നും ജീവിക്കാൻ കൊള്ളൊന്നുമില്ല. അതിനെല്ലാരും പോയി. ആരാണല്ലോ ഇവിടെ? എന്റെയൊക്കെ പ്രായമുള്ള എന്റെയൊക്കെ പ്രായമുള്ള മിക്കവാറും ആൾക്കാരും പോയി. ഞാൻ പിന്നെ ഇവിടെ ജുഡീഷ്യറി പരിപാടിയൊക്കെ പിടിച്ചിട്ട് പിന്നെ കുറച്ചാൾ കഴിയുമ്പോഴേക്കും മജിസ്ട്രേറ്റ് ആവുമല്ലോ. മജിസ്ട്രേറ്റ് അല്ല, ഡിസ്ട്രിക്ട് ജഡ്ജ്. എനിക്കിനി മജിസ്ട്രേറ്റ് ആവാൻ പറ്റൂല, ഏജ് ഇല്ല. ഏജ് ലിമിറ്റ് ഉണ്ടല്ലോ. ഡിസ്ട്രിക്ട് ജഡ്ജൊക്കെ ആയി മാറുന്ന സാഹചര്യം വരുമ്പോഴേക്കും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരിക. കൊള്ളാവുന്ന മറ്റേ വേർഡിക്സ് ഒക്കെ തന്റെ എന്താണ് അല്ല സംഭാവനകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാകുന്നു. അപ്പൊ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയിലേക്ക് എല്ലാവർക്കും നല്ല സംഭാവന ചെയ്യുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു മാറ്റമൊക്കെ കൊണ്ടുവരാനൊക്കെ ഉള്ള ഇടപെടല് ബബ്ലയുടെ ഭാഗത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ജഡ്ജ് അല്ലെങ്കിലും ഞാൻ നല്ലൊരു അഡ്വക്കേറ്റ് ആയിട്ട് ഇരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാരും എന്നെ ജഡ്ജായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് സന്തോഷം ഉണ്ടാവും. പക്ഷെ എനിക്ക് നല്ലൊരു അഡ്വക്കേറ്റ് ആവാൻ ഇഷ്ടം. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, ഈ ഒരു പ്രൊഫഷനിൽ ജഡ്ജായിട്ട് ഇരിക്കുമ്പോൾ ഞാനാണ് അവിടെ രണ്ടുപേരെയും ക്രോസും അതും ഇതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ ക്രോസ് ചെയ്യുന്നിടത്ത് എനിക്ക് കുറേ കാര്യങ്ങൾ ജഡ്ജിനെ പറഞ്ഞു കൊടുക്കാനും കാര്യങ്ങളും ഈ കേസിനെ കുറിച്ചിട്ടും നാടിനെ കുറിച്ചിട്ടും ഒക്കെ ജഡ്ജ്മെന്റിലേക്ക് ആഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് എന്നും റിസർച്ച് നടത്താൻ പറ്റും. അങ്ങനെ എനിക്ക് അതെ, അത് ജഡ്ജായിട്ട് ഇരുന്നോണ്ടും പറ്റും. പക്ഷെ പറ്റൂല എന്നുള്ളതല്ല, മുകളിലെ പിടികൾ, ജഡ്ജസിന് മുകളിൽ പിടികളുണ്ട്. അതാണ് പ്രശ്നം. അങ്ങനെയൊരു കാര്യങ്ങളും കൂടി ഉണ്ട്. അവർ റെസ്ട്രിക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു ചെയറിലേക്ക് ഞാൻ ഉന്തിത്തള്ളി കയറുമായിരിക്കാം. നാവ് പൊന്നാവട്ടെ, ഞാൻ അത്രയും പറയുന്നുള്ളൂ. പക്ഷെ കയറിയാൽ പോലും ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും ആസ്വദിച്ച് ആ ജോലി ചെയ്യില്ല. ബേബി, ഞാൻ അഡ്വക്കേറ്റ് ആയിട്ട് ഇരുന്ന് മരിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ഇതിനുള്ളൊരു ഫ്രീഡം ഉണ്ട്, മുകളിൽ കൈവരാത്ത ഒരു ഫ്രീഡം എപ്പോഴും ഉണ്ട്. ഒരു സിറ്റിസൺ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമുണ്ട്. എഡ്യൂക്കേറ്റഡ് സിറ്റിസൺ കംപ്ലീറ്റ് പ്രിവിലേജും കിട്ടും. എഡ്യൂക്കേറ്റഡ് സിറ്റിസന്റെ എല്ലാ പ്രിവിലേജും കിട്ടും നിയമം അറിയുന്ന ഒരാൾക്ക്.
അത് എല്ലാവർക്കും കിട്ടണം ആക്ച്വലി, ആണെങ്കിലും അല്ലെങ്കിലും. അതെ, അതുകൊണ്ട് ഞാൻ മീഡിയയിൽ ഇപ്പോൾ എല്ലാവരും വിചാരിക്കും എന്തിനാണ് ഇങ്ങനെ ഉറക്കമൊക്കെ ഒഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞാൻ വിചാരിക്കും വന്ന് 2 വാക്ക് പറയുന്നതിൻ്റെ ഇടയ്ക്ക് നാട്ടുകാർക്ക് കിട്ടുന്ന ഞാൻ പഠിച്ച കാര്യങ്ങളുണ്ടല്ലോ അതെന്തായാലും കിട്ടുമല്ലോ എൻ്റെ വായിൽ കൂടെ. ഒരു അറ്റ്ലീസ്റ്റ് ഞാൻ എന്നും പറയുന്ന സാധനം തന്നെ, നിങ്ങളെ ഫോണിൽ 112 ഉണ്ടോ, 118 ഉണ്ടോ, 1930 ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ചൂഷണം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉപയോഗിക്കുക. ഇതില്ലെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത്രയും ചെറിയ സാധനം ഒരു എത്ര വീഡിയോ, ഒരു 10-60 വീഡിയോ കാണുമ്പോൾ അവലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോയിലുള്ളതെങ്കിലും കേട്ടിട്ട് ഒരു മനുഷ്യനെങ്കിലും അതിനുവേണ്ടി മാത്രമേ ഈ ചെയറിൽ ഇരിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇതിനെ കുറിച്ചിട്ട് ചിന്തയോ ഈ ചെയറിനെ കുറിച്ചിട്ട് ഞാൻ ഇന്നലെ ചിന്തിച്ചിട്ട് ഇന്ന് വന്നിരിക്കുന്നതൊന്നുമല്ല. വന്നിരിക്കുന്നതിൽ ഒറ്റയൊരു കാര്യമുള്ളൂ, എല്ലാവരുടെ ഫോണിലും 112, 118, 1930. അതായത് പോലീസിനെ വിളിക്കുക, ആംബുലൻസിനെ വിളിക്കുക, പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ നേരിട്ടിട്ട് FIR രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു AI സംവിധാനമാണ് 1930. കമ്പ്യൂട്ടറൈസ്ഡ് FIR ഇടാൻ പറ്റുന്നു സാമ്പത്തിക തട്ടിപ്പിൽ. കാരണം നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരു കേസ് പറഞ്ഞില്ലേ, നമ്മൾ ഭയങ്കര എന്താ പറയുക ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആർത്തി കൊണ്ടിട്ടിരിക്കുക. നമ്മൾ പൈസ ഗെയിൻ ചെയ്യും അച്ചീവ്മെൻറ്റ് അത് ഇതൊന്നും പറഞ്ഞിട്ട് ജീവിക്കുക. അപ്പോൾ അതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ചൂഷണം ചെയ്യപ്പെടാം. നമ്മളെല്ലാവരും അലേർട്ടായിട്ട് ഇരിക്കുക അല്ലല്ലോ ചെയ്യുന്നത്. അലേർട്ടായിട്ട് എത്രത്തോളം ഇരിക്കാൻ പറ്റും നമ്മുടെ നാട്ടിൽ? അപ്പോൾ നമ്മൾ ചൂഷണം ചെയ്യപ്പെടാം. അപ്പോൾ അവിടേക്ക് ഈ പറയുന്ന നമ്പേഴ്സ് കൊണ്ടുവരിക. കംപ്ലൈൻറ്റ് എഴുതാൻ പഠിക്കുക. സ്വന്തമായിട്ട് കംപ്ലൈൻറ്റ് എഴുതാൻ പഠിക്കണമെങ്കിൽ ഒരു നിയമ പുസ്തകം കയ്യിൽ വേണം. ആ നിയമ പുസ്തകം എന്ന് പറയുന്ന IPCയോ CRPCയോ എവിഡൻസ് ആക്റ്റോ ആയിട്ടുള്ള ക്രിമിനൽ പുസ്തകങ്ങൾ വേണം. ഇനി നിങ്ങളൊരു കടമുറി ഉള്ള ആളാണെങ്കിൽ റെൻ്റൽ ആക്റ്റിനെ കുറിച്ചിട്ട് അറിയണം. നിങ്ങൾ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. നിങ്ങൾ റെൻ്റ് എടുക്കാൻ പോകുന്ന ആളാണോ, റെൻ്റിയാണോ, റെൻ്ററാണോ എന്നുള്ളടത്ത് ഉണ്ട് വിഷയം. അപ്പം അതിനുള്ള ആക്ട് നിങ്ങൾ എന്താ പറയുക വ്യവഹരിക്കുന്ന ഏരിയകളുണ്ടല്ലോ. യുവർ ബിസിനസ് മീൻസ് ബിസിനസ്സിനെ അല്ല ഉദ്ദേശിക്കുന്നത്, യുവർ ബിസിനസ്. ആ ഏരിയയിലുള്ള എല്ലാ നിയമങ്ങളുടെയും ഒരു നമ്മൾ പണ്ട് 5 വടി സൂക്ഷിക്കുന്ന ഇതില്ലേ മാത്സിന്, അതേപോലെ ബേസിക്സ് മാത്രം ഒന്ന് എഴുതിയെടുത്തിട്ട് കണ്ടീഷൻസ് ഓഫ് അല്ലെങ്കിൽ ഗ്രൗണ്ട്സ് ഓഫ് ലോ അത് മാത്രം അറിഞ്ഞാൽ മതി. നമുക്ക് സിംപ്ലി ജീവിച്ചു പോവാം. ഇത് അറിയാത്തവന് ഒരു നിമിഷമെങ്കിലും ഈ ഒരു വീഡിയോ ഇതാക്കിയിട്ട് വെക്കുമ്പോൾ ഓക്കെ പബ്ലോക്കിൽ ഇങ്ങനെയൊന്ന് പറയുന്നുണ്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്ന് തോന്നിയിട്ട് 1 മിനിറ്റ് കാണാൻ പറ്റുവാണെങ്കിൽ എന്തെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ചെയറിലിരിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിൽ കരാളഹസ്തങ്ങൾ തലയിൽ ആഴുന്ന ഒരു ചെയർ അതിനെയും കാളും ഒരു എഡ്യൂക്കേറ്റഡ് സിറ്റിസൺ ആയിട്ടിരുന്ന് കൊണ്ടിട്ട് സിസ്റ്റത്തിൻ്റെ മുകളിലുള്ള ഈ കരാളഹസ്തങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്ന ഒരു ചെയർ അതെപ്പോഴും അഡ്വക്കസി തന്നെയാണ്. എൻ്റെ പ്രൊഫഷനെ ഞാൻ അതിനേക്കാളും മുകളിൽ സ്നേഹിക്കുന്നു. വായം അധ്യക്ഷൻ 2 വാക്കുകൾ സത്യം മറ്റേ വോട്ട് ഓഫ് താങ്ക്സ്. ഇത്ര നേരം നമ്മളോടൊപ്പം സമയം ചിലവഴിച്ച എല്ലാവരോടും നന്ദി. ജയ് ശ്രീരാം. ജയ് ശ്രീരാം കേട്ടോ.